സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനെ പറ്റിയും അതിൻ്റെ ബേസ് കഴിഞ്ഞ ക്ലാസ്സിലില്ലായിരുന്ന ഇല്ല ഓക്കെ സാരമില്ല നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഫോളോ അപ്പ് ഒന്നുമില്ല. എനിവേ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ വന്ന മാറ്റങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. എന്താ പറഞ്ഞേ, ബേസ് ഇയർ പ്രൈസിന്റെ ചേഞ്ചസിനെ പറ്റി, പിന്നെ അതിന്റെ ഐറ്റംസിന്റെ ചേഞ്ചസിനെ പറ്റി, വെയിറ്റേജിലുള്ള ചേഞ്ചസിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു. ഓഡിബിൾ ആണോ ബാക്ക്? പിന്നെ നമ്മൾ ഹോൾസെയിൽ പ്രൈസിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് അതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, അവർ മാറ്റങ്ങൾ പരിഗണിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതിനകത്തെ പ്രധാനമായിട്ടൊരു മാറ്റമാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആസ് ഇറ്റ് ഈസ് എടുത്തു കളയുക, എന്നിട്ട് പുതിയൊരു സാധനം കൊണ്ടുവരിക. അതാണ് പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് ഇൻഡെക്സ്. അതാണ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്. ഇപ്പം ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് അങ്ങനെ അധികം രാജ്യങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. സോ കൺഫേമിംഗ് ടു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് നമ്മൾ പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവരുന്നതിനെ പറ്റി ആക്റ്റീവായിട്ട് ആലോചിക്കുന്നുണ്ട്. കറണ്ട് അഫയേഴ്സിൽ എപ്പോഴും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് ഇൻഡെക്സ്? അപ്പൊ അതിനു മുമ്പ് നമുക്ക് ആദ്യം ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിന്റെ ഡ്രോബാക്സ് ഒന്ന് കാണാനുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം അത് സർവീസസ് കവർ ചെയ്യുന്നില്ല. പിന്നെ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഹോൾസെയിൽ മാർക്കറ്റിൽ എത്തുമ്പോഴാണ് കൂടുതലായിട്ടും അതിനെപ്പറ്റി നമുക്ക് അറിയാൻ സാധിക്കുക. അത് മാറ്റിയിട്ട് നമ്മൾ പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവരികയാണ്. ഓക്കെ, ദ നിതി ആയോഗ് ഈസ് എക്സാമിനിങ് ടു ബ്രിങ് പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് ഇൻഡെക്സ് ആൻഡ് സജസ്റ്റ് റോഡ് മാപ്പ്. ഓക്കെ, അവർ പ്ലാൻ ചെയ്യുന്നേ ഉള്ളൂ. സോ എന്താ ചെയ്യുന്നത്? ഇറ്റ് മെഷേഴ്സ് ദ ആവറേജ് ചേഞ്ച് ഇൻ പ്രൈസസ് ഓഫ് എ പ്രൊഡ്യൂസർ ആസ് എ പ്രൊഡ്യൂസർ റിസീവ്സ് ഇറ്റ് ബിഫോർ ബീങ് സോൾഡ് ഇൻ ദ ഡൊമസ്റ്റിക് മാർക്കറ്റ്. അതായത് ഒരു പ്രൊഡ്യൂസർ, ഒരു ഫാക്ടറി ഓണർ, ഓക്കെ, ഹി ഈസ് പ്രൊഡ്യൂസിങ് ദ ഗുഡ്സ്. അപ്പൊ അങ്ങേര് പ്രൊഡ്യൂസ് ചെയ്ത ഉടനെ ഹോൾസെയിൽ മാർക്കറ്റിലോ, അതായത് ഫാക്ടറി ഗേറ്റ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിന്റെ പ്രൈസസ് നമ്മളെടുത്ത് ഇൻഫ്ലേഷന് വേണ്ടി അക്കൗണ്ട് ചെയ്യും. ഓക്കെ, രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഇൻപുട്ട്, അതായത് ദാറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് എൻ്റർ ദ പ്രൊഡക്ഷൻ പ്രോസസ്. നമുക്കറിയാം എന്തെങ്കിലും ഒരു ഇപ്പൊ കാറോ എന്തെങ്കിലും ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ റോ മെറ്റീരിയൽസ് വേണം. ആ റോ മെറ്റീരിയൽസ് വെച്ച് പ്രോസസ് ചെയ്തിട്ടാണ് നമ്മൾ എന്തെങ്കിലും ഫൈനൽ ഗുഡ്സ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആ റോ മെറ്റീരിയൽസിന് വരുന്ന പ്രൈസ് ചേഞ്ച് അത് ഫൈനൽ ഗുഡ്സിനെ ബാധിക്കും, നമുക്കറിയാം. സോ ഇമ്മീഡിയറ്റ്ലി, അതായത് പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് ഇൻഡെക്സ് നമ്മൾ കൊണ്ടുവരുന്നത് എന്തിനാന്ന് വെച്ചാൽ വി നീഡ് ടു ഗെറ്റ് ദി ഐഡിയ ഓഫ് ഇൻഫ്ലേഷൻ ബിഫോർ ദ ഐറ്റംസ് റീച്ച് ദ മാർക്കറ്റ്. ഓക്കെ, അതായത് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ പോലെയുള്ള കാര്യങ്ങൾ. അപ്പൊ മാർക്കറ്റിലേക്ക് ഇത് വരുന്നതിന് മുമ്പ് നമുക്കിത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. സോ നേരെ മറിച്ച് നമ്മൾ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആയിരുന്നെങ്കിലോ, ഫാക്ടറിങ് കഴിഞ്ഞ് മാർക്കറ്റിലെത്തി, മാർക്കറ്റ് പ്രൈസ് അതായത് ടാക്സസ് ഉൾപ്പെടെയുള്ള മാർക്കറ്റ് പ്രൈസ് അതിനെ ഒരുപാട് ബാധിക്കും. സോ ബിഫോർ ദാറ്റ് കറക്റ്റ് ഒരു ഇൻഫ്ലേഷൻ പിക്ചർ നമുക്ക് കിട്ടും പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് ഇൻഡെക്സ് കൊണ്ടുവരുമ്പോൾ. ലാർജ്ലി മെയിൻസ് കണ്ടന്റ് ആണ് കേട്ടോ. മെയിൻസിന് യു ക്യാൻ റൈറ്റ്. മിക്കവാറും CPI പറ്റി ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്, ബേസ് ഇയർ മാറ്റിയതുകൊണ്ട്. അപ്പം എന്തുകൊണ്ട് ഹോൾസെയിൽ പ്രൈസിന് മാറ്റങ്ങൾ വന്നില്ലെങ്കിലോ അതിന്റെ ഡ്രോബാക്സോ ഒക്കെ പറയുമ്പോൾ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ പുതിയൊരു സാധനം കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ ബെനിഫിറ്റ്സ് ഇതൊക്കെയാണ്. ഓൺ എ ഫാക്ടറി ലെവലിൽ തന്നെ നമ്മൾ ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായോ? പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് ഇൻഡെക്സ് സിമ്പിൾ കൺസെപ്റ്റ് അല്ലേ? ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത്? വൈ ആർ വി യൂസിങ് ദിസ്? വൈ ആർ വി റീപ്ലേസിംഗ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്? മെയിൻ ഡ്രോബാക്ക് എന്താ? സർവീസസ് കവർ ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് വൺ ഓഫ് ദി ബിഗസ്റ്റ് ഡ്രോബാക്സ്. പിന്നെ അതിനകത്ത് വന്നിരിക്കുന്ന മറ്റൊരു മാറ്റമാണ് കൺസ്യൂമർ പ്രൈസ്. നമുക്കറിയാം പല കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉണ്ട്. ഇൻഡസ്ട്രിയൽ ലേബറേഴ്സ്, അഗ്രികൾച്ചർ ലേബറേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഉണ്ട്. അപ്പൊ അതിനകത്ത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സ് ഫോർ അഗ്രികൾച്ചർ ലേബറേഴ്സ് ആൻഡ് റൂറൽ ലേബറേഴ്സ്, അങ്ങനെ രണ്ട് സാധനമുണ്ട്. അതിന്റെയും ബേസ് ഇയർ മാറ്റി ടു 2019. ഓക്കെ, മറ്റേ ബേസ് ഇയർ എത്രയായിരുന്നു? CPI, സാധാ CPI എന്നായിരുന്നു? 2024. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാ മറന്നുപോയാ? മറക്കരുത്, ഉറപ്പായിട്ട് ചോദ്യം വരും. ഇത് മാറ്റിയിരിക്കുന്ന എവിടെന്നാ? ഇറ്റ് റീപ്ലേസസ് ദ ബേസ് ഇയർ ഫ്രം 1986-87. ആ കാലം നമ്മൾക്ക് ജനിച്ചിട്ട് പോലുമില്ല, അന്നായിരുന്നു അതിന്റെ ബേസ് ഇയർ. IMF പറയുന്നത് എന്താ? CPI 5 വർഷം കൂടുമ്പം റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ എവിടെന്നാ ചെയ്തേക്കുന്നത്? 86-87 നിന്നാണ് 2019 വന്നിരിക്കുന്നത്. എനിവേ 2019 സംഭവിച്ചല്ലോ. ഗുഡ്. സോ ഇറ്റ് ഈസ് കമ്പൈൽഡ് ബൈ ദ ലേബർ ബ്യൂറോ. എനിവേ ബേസ് ഇയർ ചേഞ്ച് അത് വലിയൊരു ചേഞ്ച് ആണ് വന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് 96-20-30 ഇയേഴ്സ് കഴിഞ്ഞിട്ടല്ലേ. അപ്പം ലേബർ ബ്യൂറോ ആണ്, മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്. ഒക്കെ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ജസ്റ്റ് ഞാനത് കണ്ടതുകൊണ്ട് ഇട്ടെന്നേ ഉള്ളൂ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. അതേ ഉള്ളൂ. നമുക്കിനി അടുത്ത നമ്മുടെ പുതിയ ടോപ്പിക്കിലേക്ക് പോവാം.
പബ്ലിക് ഫിനാൻസ്. സോ പബ്ലിക് ഫിനാൻസിൽ നമുക്ക് പഠിക്കാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, റവന്യൂ റെസിപ്റ്റ്, ക്യാപിറ്റൽ റെസിപ്റ്റ്. അറിയാവോ എന്തോ ആ റവന്യൂ റെസിപ്റ്റ്, എന്താണ് ക്യാപിറ്റൽ റെസിപ്റ്റ്, അതുപോലുള്ള പ്രധാന വ്യത്യാസങ്ങളൊക്കെ എന്തായിരിക്കും? റവന്യൂ റെസിപ്റ്റ്, ക്യാപിറ്റൽ റെസിപ്റ്റ് പ്രധാന വ്യത്യാസം അതായത് അതിനൊരു പ്രോപ്പർ എന്താ ഞാൻ പറയുന്നത്, ഇതിനൊന്നും നിങ്ങളൊരു ഡെഫിനേഷൻ ഒന്നും പഠിച്ചു വെക്കരുത്. യു നീഡ് ടു ഹാവ് ദറ്റ് ഐഡിയ ഇൻ മൈൻഡ്. കാരണം ഇതിനൊരു പ്രോപ്പർ ഡെഫിനേഷൻ ഒന്നുമില്ല. എന്താണ് റവന്യൂ, എന്താണ് നമുക്ക് ഐഡിയ വേണം. ഇപ്പൊ റവന്യൂ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ എക്സാമ്പിൾ ടാക്സ്, സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ടാക്സ്. പിന്നെ ഒരു റവന്യൂ റെസിപ്റ്റ് എന്താ? ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ്. ഞാനൊരു ലോൺ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഇൻട്രസ്റ്റ് കിട്ടും. സോ ആ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഒരു റവന്യൂ ആണ്. ഇറ്റ് ഇസ് എ സോഴ്സ് ഓഫ് റവന്യൂ ഇൻകം. ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഐഡിയ കയ്യിൽ വെക്കുക. ഓക്കെ, നമ്മളിപ്പം ഇൻട്രസ്റ്റിന്റെ കാര്യം, ഞാൻ ലോൺ ഈസ് എ ക്യാപിറ്റൽ റെസിപ്റ്റ്. ഞാൻ ലോൺ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ക്യാപിറ്റൽ റെസിപ്റ്റ് കിട്ടി. ഞാൻ ലോൺ റീപേ ചെയ്ത് കഴിഞ്ഞാലോ, റീപേ ചെയ്യുന്ന ആൾക്ക് ക്യാപിറ്റൽ റെസിപ്റ്റ് കിട്ടി. അപ്പൊ ഐഡിയ മനസ്സിലാവുന്നുണ്ട്. ലോൺ, ഇൻട്രസ്റ്റ് റേറ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വാട്ട് ഇസ് എ റവന്യൂ റെസിപ്റ്റ് ആൻഡ് വാട്ട് ഇസ് എ ക്യാപിറ്റൽ റെസിപ്റ്റ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതിനകത്ത്? വെരി കോർ കൺസെപ്റ്റ്. അത് മനസ്സിലായില്ലെങ്കിൽ പബ്ലിക് ഫിനാൻസ് കൈ ഫുള്ള് പോകും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഒന്നുമില്ല. സോ അതിന് റവന്യൂ റെസിപ്റ്റ് നമുക്ക് ലയബിലിറ്റീസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. യുനോ ടാക്സ്, GST, നോൺ ടാക്സ് റവന്യൂ, ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്. പെട്ടെന്ന് എക്സാം ഹോളിൽ പെട്ടെന്ന് ഡിവിഡൻഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഡൗട്ട് അടിക്കും. എന്താണ് ഡിവിഡൻഡ്? ഡിവിഡൻഡ് എന്താ? ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമുക്ക് ഷെയർ മാർക്കറ്റിൽ ഷെയർ മേടിക്കത്തില്ലേ നമ്മൾ? അറിയാം, ഒരു കമ്പനിയുടെ ഷെയർ നമ്മൾ മേടിച്ചു. ആ ഷെയർ മേടിച്ചു കഴിയുമ്പോൾ ആ കമ്പനി ലാഭത്തിലായാൽ, അവർക്ക് തോന്നിയാൽ ആ ലാഭത്തിന്റെ ഒരു ഷെയർ നമുക്ക് തരും. ഓക്കെ, അതാണ് ഡിവിഡൻഡ്. അത് എന്ത് സോഴ്സ് ഓഫ് ഇൻകം? ദാറ്റ് ഇസ് എ റവന്യൂ റെസിപ്റ്റ്. കാരണം കാര്യം പറഞ്ഞാൽ ഷെയർ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും അതിൽ നിന്നും കിട്ടുന്ന വരുമാനമാണ്, ഒരു സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം, എന്തെങ്കിലും ഒരു വരുമാനം, ഒരു ഇൻകം. അതുകൊണ്ടാണ് അതിനെ നമ്മൾ റവന്യൂ റെസിപ്റ്റ് എന്ന് വിളിക്കുന്നത്, ഡിവിഡൻഡ്. ഓക്കെ അല്ലേ റവന്യൂ റെസിപ്റ്റ്? അതുപോലെ തന്നെ ക്യാപിറ്റൽ റെസിപ്റ്റ്, ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ലയബിലിറ്റീസ് ഓർ റെഡ്യൂസ് അസറ്റ്സ്. ക്രിയേറ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ലോൺ എടുത്തു കഴിഞ്ഞാൽ ലയബിലിറ്റി ആണ്. റെഡ്യൂസ് അസറ്റ്സ്, നമ്മൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പ്രൊസീഡ്സ്, അതൊക്കെ അസറ്റ്സിനെ റെഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇന്നലെ നമ്മളൊരു ലാസ്റ്റ് ഒരു ഡിസ്കഷൻ നടത്തിയില്ലേ, ഒരു ഡിജിറ്റൽ റുപ്പിയെ പറ്റി. അത് ക്യാഷ് ആക്കാൻ പറ്റും എന്നുള്ളത്. അതിനകത്തൊരു ക്യാച്ച് ഉണ്ട്. ഡിജിറ്റൽ റുപ്പി ആസ് ഇറ്റ് ഈസ് ക്യാഷ് ആക്കാൻ പറ്റില്ല. ഓക്കെ, ഐ ചെക്ക്, ഒരു ബാങ്കറായിട്ട് ഞാൻ ചെക്ക് ചെയ്തു. സോ തിങ് ഇസ് ദാറ്റ് ഡിജിറ്റൽ റുപ്പി ഇഷ്യൂ ചെയ്തിരിക്കുന്നു. അത് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഡിജിറ്റൽ വാലറ്റിൽ കൂടെയാണ്. ഇപ്പൊ Paytm, നമ്മുടെ ഗൂഗിൾ പേ, അങ്ങനെ ഡിജിറ്റൽ വാലറ്റ്സ് ഉണ്ട്. അപ്പൊ ഈ ഡിജിറ്റൽ വാലറ്റ്സ് വഴിയാണ് നമ്മൾ ഈ റുപ്പി ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആസ് ഇറ്റ് ഈസ് ക്യാഷ് ആക്കാൻ പറ്റില്ല. അത് ക്യാഷ് ആക്കാം എപ്പോഴാ? അത് റിഡീം ചെയ്യാന്ന് പറയും. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ സാധനം റിഡീം ചെയ്ത് സാധാരണ പൈസയാക്കി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുത്തണം. അത് ഈസി ആയിട്ട് നമുക്ക് വരുത്താൻ സാധിക്കും. അങ്ങനെ വരുത്തി കഴിഞ്ഞാൽ മാത്രം നമുക്ക് വിഡ്രോ ചെയ്യാം. ദാറ്റ് വാസ് ദ ക്യാച്ച്. കാരണം ഞാൻ ഓർക്കുന്നുണ്ട് 2023 ഇത് വന്നപ്പോൾ ഞാനിത് വായിച്ചിരുന്നു ഇതിനെപ്പറ്റി. അന്നേരം ഇത് ക്യാഷ് ആക്കാൻ, അന്ന് ക്യാഷ് ആക്കാനേ മാർഗ്ഗമൊന്നുമില്ല, ഒരു രീതിയിൽ ക്യാഷ് ആക്കാൻ പറ്റില്ല 23 ഇത് വന്ന സമയത്ത്. പിന്നീടാണ് ഇത് റിഡീം ചെയ്ത് അക്കൗണ്ടിൽ വന്നു, അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാം. ദാറ്റ് വാസ് ദ ക്യാച്ച്. ഈസിലി അത് ഈ പറഞ്ഞ പോലെയാണ്, നമ്മളെ ലക്ക് പോലെ ഇരിക്കും. UPSC അത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടും, ഇല്ലേ പോവും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി രണ്ട് കൂട്ടരും ശരിയാണ്. വൺ ഹൂ സേസ് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ശരിയാ. കാരണം ഈ റുപ്പി ഡയറക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അത് റിഡീം ചെയ്ത് അക്കൗണ്ടിൽ വന്ന് ATM കൂടെ നമുക്ക് എടുക്കാൻ പറ്റും. അല്ലാതെ ഡിജിറ്റൽ റുപ്പി ആസ് ഇറ്റ് ഈസ് ATM നിന്ന് വിഡ്രോ ചെയ്യാൻ സാധിക്കില്ല. എനിവേ, ബാക്ക് ടു ക്യാപിറ്റൽ റെസിപ്റ്റ്സ്, ബോറോയിങ്സ്, ലോൺസ്. ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഏതെങ്കിലും ടോപ്പിക് എടുക്കണമെങ്കിൽ പറയാം. ഓക്കെ, നമുക്ക് ഇനിയും ടൈം ഉണ്ട്. സോ ടെൽ മീ. ക്യാപിറ്റൽ ഡെപ്റ്റ് രണ്ട് ടൈപ്പ് ഉണ്ട്, ഡെപ്റ്റ്, നോൺ ഡെപ്റ്റ്, അറിയാലോ. പിന്നെ നമ്മുടെ സ്ഥിരം വാക്കുകളാണ് ഫിസിക്കൽ ഡെഫിസിറ്റ്. ഫിസിക്കൽ ഡെഫിസിറ്റ് എന്താണെന്ന് അറിയാലോ എല്ലാവർക്കും, പറയേണ്ട ആവശ്യമില്ലല്ലോ. പ്രൈമറി ഡെഫിസിറ്റ്, നമ്മൾ എക്കണോമിക് സർവേയുടെ സമയത്ത് പാടിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ് പ്രൈമറി ഡെഫിസിറ്റ്. ഫിസിക്കൽ ഡെഫിസിറ്റ് മാറ്റി ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ്. ചെയ്യണോ? എന്താ
ഒരു പ്രോബ്ലം തന്നിട്ട് സോൾവ് ചെയ്യാൻ പറഞ്ഞല്ലേ. വളരെ സിമ്പിളാണ് ഇത് അറിഞ്ഞിരുന്ന. ഒന്നുമില്ല, ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ടോട്ടൽ ഇൻകം മൈനസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ വരുന്ന ഗ്യാപ്പ്, അതാണ് ഫിസിക്കൽ ഡെഫിസിറ്റ്. അതിന് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ വേണോ? ബോറോയിങ്സ് നമ്മൾ നടത്തുന്നു, ഇറ്റ് ഈസ് ദ സം ഓഫ് ദ ബോറോയിങ്സ്. നമ്മൾ എത്രമാത്രം കടമെടുക്കുന്നുണ്ട്, അതായത് 10 രൂപ ഇൻകം ഉണ്ട്, 15 രൂപ ചിലവുണ്ടെങ്കിൽ ഡെഫിസിറ്റ് എത്രയാ? 5 റുപ്പീസ് ഡെഫിസിറ്റ് ഉണ്ട്. ആ 5 റുപ്പീസ് ആണ് നമ്മുടെ ബോറോയിങ്സ്. കാരണം ഓൾറെഡി അത് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. സോ 5 റുപ്പീസ് നമ്മൾ ബോറോ ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ദാറ്റ് ഇസ് ഫിസിക്കൽ ഡെഫിസിറ്റ്. പിന്നെ വരുന്ന പ്രൈമറി ഡെഫിസിറ്റ്, ഫിസിക്കൽ ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ്. കാരണം നമ്മൾ ഇൻട്രസ്റ്റ് പേയ്മെന്റ് എന്ന് പറയുന്നത് ഒരു റെക്കറിങ് സാധനമാണ്. സോ അതെന്തായാലും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. അത് അപ്പോൾ നമ്മൾ ഒരു ലോൺ എടുത്ത് വെക്കുന്നു. ആ ലോൺ എടുത്തിട്ട് നമ്മൾ ഒന്നുകിൽ ഡെവലപ്മെന്റ് ആസ്പെക്ട്സിനൊക്കെ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ പ്രീവിയസ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് നമുക്ക് കൊടുക്കാം. ആ ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് കമ്പോണൻസ് അതിനകത്ത് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അതെന്തായാലും കൊടുത്തേ പറ്റുള്ളൂ, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പാസ്റ്റ് ലോണിന്റെ ആണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ബാക്കി നമ്മൾ എന്താണ് അതുകൊണ്ട് ചെയ്യുന്നത്? ഡെവലപ്മെന്റ് ആണോ, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ, അതൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, പിന്നെ റവന്യൂ ഡെഫിസിറ്റ്, വെരി സിമ്പിൾ. റവന്യൂ എക്സ്പെൻഡിച്ചറും റവന്യൂ റെസിപ്റ്റ്സും തമ്മിലുള്ള ഡിഫറൻസ്. റവന്യൂ എക്സ്പെൻഡിച്ചർ അറിയില്ല, ടാക്സ്, ഫൈൻസ്. ഞാൻ ഇപ്പം എന്താ പറഞ്ഞത്? സോറി, റവന്യൂ റെസിപ്റ്റ്. അപ്പം റവന്യൂ റെസിപ്റ്റിൽ അറിയാലോ എല്ലാവർക്കും, പറഞ്ഞു തരേണ്ടതായിട്ടുണ്ടോ? സിമ്പിൾ കാര്യങ്ങളാണ്. പിന്നെ അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ടൈം മുമ്പോട്ട് പോകും. പറയണോ എന്താണ് റവന്യൂ ഡെഫിസിറ്റ് എന്ന്? പറയാം. റവന്യൂ ഡെഫിസിറ്റ് എന്ന് ഒന്നുമില്ല. റവന്യൂ എന്താ? ഗവൺമെന്റിന്റെ ടാക്സ് ആണ് മെയിൻ റവന്യൂ. പിന്നെ എന്താ ഉള്ളത്? ഡിവിഡൻഡുകൾ, അതായത് ഗവൺമെന്റിന്റെ PSC യൂസ് ചെയ്യുന്നുള്ള ഇൻകം, അതൊരു ഇതാണ്. പിന്നെ കളക്ട് ചെയ്യുന്ന ഫൈൻസ്, കാര്യങ്ങൾ. പിന്നെ ഏതെങ്കിലും രാജ്യത്തിനോ സ്റ്റേറ്റ്സിനോ ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കിട്ടുന്ന റവന്യൂ. ഏതാ? ഗ്രാൻസ് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ്, ലയബിലിറ്റീസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇതൊക്കെയാണ് ഒരു ഗവൺമെന്റിന്റെ റവന്യൂ. ഓക്കെ, ഈ റവന്യൂ. പിന്നെ റവന്യൂ എക്സ്പെൻഡിച്ചർ, എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ? ഡേ ടു ഡേ ഓപ്പറേഷൻസിനുള്ള റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഈ എക്സ്പെൻഡിച്ചറും ഇൻകവും തമ്മിൽ മാച്ച് ചെയ്യുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 10 രൂപ ഇൻകം ആണ്, 15 രൂപ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ എന്ത് പറ്റും? ദാറ്റ് ഇസ് റവന്യൂ ഡെഫിസിറ്റ്. സിമ്പിൾ കൺസെപ്റ്റ് അല്ലേ? പിന്നെ വരുന്ന എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്. ഇറ്റ് മീൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ റവന്യൂ ഡെഫിസിറ്റ് ആൻഡ് ഗ്രാന്റ് ഫോർ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ്. എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്, അതായത് ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ശരിക്കുമുള്ള റവന്യൂ, നമ്മളിപ്പം ഗവൺമെന്റ് റവന്യൂ ഉണ്ട്, ഞാനൊരു 100 കോടി രൂപ ഒരു ഡാം പണിയാനായിട്ട് കൊടുത്തു ഒരു സ്റ്റേറ്റിന്. ആ സ്റ്റേറ്റ് അതുകൊണ്ട് വലിയൊരു ക്യാപിറ്റൽ അസറ്റ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അതിനെ നമുക്ക് ശരിക്കും റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാൻ പറ്റുമോ? കാരണം ഗ്രാൻസ് ഇതിന്റെ ഒരു ഭാഗമായിരുന്നു. നമ്മൾ പറഞ്ഞ പോലെ ഗ്രാൻസ് റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ ഭാഗമാണ്. ആ ഗ്രാൻസ് കൊടുത്തതുകൊണ്ട് അവർ ക്യാപിറ്റൽ അസറ്റ് ഉണ്ടാക്കി. സോ അതിനെ നമ്മൾ വെറുതെ ഡേ ടു ഡേ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടോ, അല്ലെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടോ. ഇപ്പൊ നമുക്കൊരു 1000 രൂപ കിട്ടി, ഞാനൊരു റണ്ണിങ് ഷൂസ് വാങ്ങി, അല്ലെങ്കിൽ ഞാൻ പോയി 1000 രൂപയ്ക്ക് ഫുഡ് കഴിച്ചു. ഇതിലേതായിരിക്കും റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയാൻ സാധിക്കുക? ഫുഡ് കഴിച്ചാൽ കൺസംഷൻ ആണ്, കഴിഞ്ഞു. അല്ലെങ്കിൽ ഷൂസ് ആണ് എൻ്റെ കയ്യിലുണ്ട്, ഐ ക്യാൻ യൂസ് ഇറ്റ് ഫോർ ദ നെക്സ്റ്റ് 3-4 months, ഇറ്റ് വിൽ ബെനിഫിറ്റ് മീ. സോ അതാണ് എഫക്റ്റീവ് റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ കഥ, എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റിന്റെ കഥ. പിന്നെ ഫിസിക്കൽ സ്ലിപ്പേജ് ഒന്നുമില്ല, സിമ്പിൾ ആണ്. എ സിറ്റുവേഷൻ വേർ ദ ഗവൺമെന്റ് ആക്ച്വൽ ഫിസിക്കൽ പെർഫോമൻസ് ഡീവിയേറ്റ്സ് ഫ്രം ഇറ്റ്സ് പ്ലാൻഡ് ഫിസിക്കൽ ടാർഗറ്റ്. അത് നമ്മൾ ബഡ്ജറ്റിൽ ഒരു സാധനം പ്ലാൻ ചെയ്യുന്നു, റിവൈസ്ഡ് എസ്റ്റിമേറ്റ് അടുത്ത വർഷത്തെ ബഡ്ജറ്റ് വരും. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യും ഒരു 2026 ഫിനാൻഷ്യൽ ഇയറിൽ, നമ്മൾ 2026 to 2027 26 to 27 ഉള്ളത് നമ്മൾ പ്ലാൻ ചെയ്യും. 27 എത്തുമ്പോഴത്തേക്കും എന്ത് പറ്റും? പ്ലാനിങ് എല്ലാം ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ പ്രതീക്ഷിച്ച പോലുള്ള ഇൻകം ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല, എക്സ്പെൻസ് കൂടിയിട്ടുണ്ടാവും. അപ്പോൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ചെയ്യുമ്പം നമ്മൾ പ്ലാൻ ചെയ്ത ഡെഫിസിറ്റും ആക്ച്വൽ ഡെഫിസിറ്റ് നമ്മുടെ ഡിഫറൻസ് ഉണ്ടാവും. ദാറ്റ് ഇസ് നോൺ ആസ് സ്ലിപ്പേജ്. ഇത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ആ ഫോർമുല ഒന്ന് പഠിക്കണ്ട, യു ജസ്റ്റ് കീപ് ദി ഐഡിയ ഇൻ യുവർ മൈൻഡ്. അപ്പോൾ നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റിയ സൊല്യൂഷൻ, ആ പ്രോബ്ലം ചെയ്യാൻ സാധിച്ചായിരുന്നോ കഴിഞ്ഞ വർഷം? ഇല്ല. അത് ഇപ്രാവശ്യം പ്രതീക്ഷിക്കാം. ചിലപ്പം സയൻസ് ആൻഡ് ടെക്നോളജിയിലും ഇതുപോലത്തെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം.
നെക്സ്റ്റ് വൺ ഇസ് മോണിറ്റൈസ്ഡ് ഡെഫിസിറ്റ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്താ മോണിറ്റൈസ്ഡ് ഡെഫിസിറ്റ്? എന്താ മോണിറ്റൈസ്ഡ് ഡെഫിസിറ്റ്? പേര് തന്നെ ഉണ്ട് അതിൻ്റെ അർത്ഥം, ഡിഡക്റ്റ് ചെയ്യൂ. അതായത് ഡെഫിസിറ്റ് ഉണ്ട്, ഇപ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ട്, എക്സ്പെൻസ് കൂടിപ്പോയി, ഇൻകം കുറഞ്ഞു പോയി, കടമെടുത്തു. ഇനി ആ കടം ഞാൻ തീർക്കണമല്ലോ. ആ കടത്തെ എനിക്ക് മോണിറ്റൈസ് ചെയ്യാം എന്ന് വെച്ചാൽ ഐ ക്യാൻ ആസ്ക് RBI, എടേ എനിക്ക് ഇത്ര രൂപ കടമുണ്ട്, ഗിവ് മീ സം മണി. അങ്ങനെ നിയമപരമായി ശരിക്കും ഇപ്പോൾ ചോദിക്കാൻ വകുപ്പില്ല. FRBM ആക്ട് പ്രകാരം RBIക്ക് ഗവൺമെന്റിന് ഡയറക്ട്ലി RBIയുടെ നിന്ന് പൈസ മേടിക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ അത് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് രണ്ട് തരം മാർക്കറ്റ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ഈ ഡെപ്റ്റ് മാർക്കറ്റ് അല്ലെങ്കിൽ ഇക്വിറ്റി മാർക്കറ്റ് രണ്ട് തരമുണ്ട്, മനസ്സിലാക്കുക. പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും. ഓക്കെ, സോ എന്താ പ്രൈമറി മാർക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് ഗവൺമെന്റ് ഒരു സെക്യൂരിറ്റി ഇറക്കി, ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ഇറക്കി, ഞാൻ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് നേരിട്ട് അത് മേടിച്ചു, ദാറ്റ് ഇസ് പ്രൈമറി മാർക്കറ്റ്. എൻ്റെ കയ്യിൽ നിന്ന് ഇയാൾ അത് മേടിച്ചു, ദാറ്റ് ഇസ് സെക്കൻഡറി മാർക്കറ്റ്. അപ്പൊ FRBM റൂൾ പ്രകാരം RBI കനോട്ട് സബ്സ്ക്രൈബ് ടു പ്രൈമറി മാർക്കറ്റ്. കാരണം ഇതാണ്, RBI നേരിട്ട് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് മേടിക്കണമെങ്കിൽ RBI ഹാസ് ടു പേ ഗവൺമെന്റ് ദ മണി. ദാറ്റ് RBI ഹാസ് ടു ഡു ബൈ പ്രിന്റിംഗ് മണി. ഓക്കെ, ദാറ്റ് RBI cannot do. എന്നാ പറ്റും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ? ഇൻഫ്ലേഷൻ ഉണ്ടാവും. ആർട്ടിഫിഷ്യലി മണി ക്രിയേറ്റീവ് അല്ലേ, ഇൻഫ്ലേഷൻ ഉണ്ടാവും. RBIക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് മേടിക്കാം. ഞാൻ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് മേടിച്ച ബോണ്ട് എൻ്റെ കയ്യിൽ നിന്ന് RBIക്ക് മേടിക്കാം, എന്നിട്ട് RBIക്ക് എനിക്ക് കാശ് തരാം. ഗവൺമെന്റിനല്ല കൊടുക്കുന്നത്, RBIക്ക് നേരിട്ട് എനിക്ക് തരാൻ പറ്റും. ദാറ്റ് ഇസ് പോസിബിൾ. ഓക്കെ, so monetized deficit is the monetary support of the Reserve Bank of India that it is extended to the government as part of the government's borrowing program. It is the purchase of government bonds by the central bank to finance spending needs of the government. അതായത് സെൻട്രൽ ബാങ്ക് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഇത് മേടിക്കുന്നു. ഏത് മാർക്കറ്റിൽ നിന്നാ? സെൻട്രൽ ബാങ്ക് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നു. ഏതാ മാർക്കറ്റ്? സെക്കൻഡറി അല്ല, പ്രൈമറി. സെക്കൻഡറി അല്ല, ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നു, നേരിട്ട് RBI മേടിക്കുന്നു. അത് പ്രൈമറി മാർക്കറ്റ്, നിയമപരമായി പറ്റില്ല. ഓക്കെ, സെൻട്രൽ ബാങ്ക് RBIക്ക് എവിടെ നിന്ന് മേടിക്കാൻ പറ്റും? സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന്. അതായത് ഗവൺമെന്റ് ബോണ്ട്സ് ഇഷ്യൂ ചെയ്യുന്നു, അത് വേറെ ആരെങ്കിലും മേടിക്കുന്നു, അവരുടെ കയ്യിൽ നിന്ന് RBIക്ക് മേടിക്കാം. ദാറ്റ് ഇസ് സെക്കൻഡറി മാർക്കറ്റ്. നൗ there is a catch. As per the FRBM Act, എന്താ പറഞ്ഞിരിക്കുന്നത്? RBI purchases, അത് ഞാൻ പറഞ്ഞുതരാം, കൺഫ്യൂഷൻ ആക്കണ്ട. According to section of the such and such act, the government shall not borrow from RBI by, അതായത് ഗവൺമെന്റിന് ബോറോ ചെയ്യാം. എങ്ങനെയാണ്? അതായത് പ്രൈമറി മാർക്കറ്റിൽ നിന്ന് സെക്യൂരിറ്റി RBIക്ക് കൊടുത്ത് ക്യാഷ് എടുക്കാൻ പറ്റില്ല, ബട്ട് ചെയ്യാൻ പറ്റും വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസ്. ഷോർട്ട് ടേം 90 ഡേയ്സിലേക്ക് വേണമെങ്കിൽ കടം തരാൻ പറഞ്ഞാൽ RBI കൊടുക്കും. കൊളാട്രൽ കൊടുത്തു കഴിഞ്ഞാൽ 90 ഡേയ്സിലേക്ക് കൊടുക്കും. മറ്റേത് ലോങ് ടേം ആണ്, സെക്യൂരിറ്റീസ്, ദേ cannot do it. ഇതിനകത്തൊരു ക്യാച്ച് ഉള്ളത്, there is a provision such that on grounds of national security or national calamity, എന്തെങ്കിലും ഒരു എമർജൻസി കേസ് വന്നു കഴിഞ്ഞാൽ, FRBM ആക്ടിൽ ഒരു ക്ലോസ് ഉണ്ട്, എന്തെങ്കിലും ഒരു എമർജൻസി കേസ് വന്നു കഴിഞ്ഞാൽ RBI can subscribe to the primary market. By default it cannot, but there is a clause. ഒരു എമർജൻസി കേസ് വന്നു കഴിഞ്ഞാൽ, ലൈക്ക് എ നാഷണൽ കലാമിറ്റി ഓർ നാഷണൽ സെക്യൂരിറ്റി ഇഷ്യൂ, ഒരു വാറോ ഒരു കോവിഡ് പോലത്തെ ഒരു കലാമിറ്റിയോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ, ഗവൺമെന്റിന് അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ, ഇറ്റ് ക്യാൻ സബ്സ്ക്രൈബ് ടു RBI ക്യാൻ സബ്സ്ക്രൈബ് ഡയറക്ട്ലി ഫ്രം ദ ഗവൺമെന്റ്. ഓക്കെ, നൗ ഇനി അത് എന്ത് ഗ്രൗണ്ട്സ് ആണെന്നുള്ളത് അത് ഗവൺമെന്റ് പാർലമെന്റിന്റെ രണ്ട് ഹൗസിലും പ്ലേസ് ചെയ്യണം. ബൈ വാട്ട് ഗ്രൗണ്ട് ഡിഡ് RBI പർച്ചേസ് ദ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആൻഡ് മോണിറ്റൈസ് ദ ഡെഫിസിറ്റ്? സോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മോണിറ്റൈസേഷൻ ഓഫ് ഡെഫിസിറ്റ് ഈസ് എ ടൂൾ വിച്ച് കനോട്ട് ബി യൂസ്ഡ് ഓഫൺ ബട്ട് അണ്ടർ എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റാൻസസ്. മനസ്സിലാകുന്നുണ്ടോ? എന്താണ് മോണിറ്റൈസ്ഡ് ഡെഫിസിറ്റ്? RBIയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ഗവൺമെന്റിന്റെ കടം തീർക്കുക, അതാണ് മോണിറ്റൈസ്ഡ് ഡെഫിസിറ്റ്. അതെപ്പോൾ ചെയ്യാൻ പറ്റും? അണ്ടർ എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റാൻസസ്. FRBM ആക്ട് പ്രകാരം നോർമൽ കേസിൽ അത് ചെയ്യാൻ പാടില്ല. ചെയ്യണമെങ്കിൽ എന്താണ് കണ്ടീഷൻ?
വേസ് ആൻഡ് മീൻസ് ഉണ്ട്. ഓക്കെ, ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ഡെഫിസിറ്റ് മോണിറ്റൈസ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്? ഇറ്റ് ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ ദ പാർലമെന്റ്. എക്സ്ട്രാ ഓർഡിനറി കേസ് ആയിരിക്കണം. എന്താണ് കേസ് എന്നുള്ളത് പാർലമെന്റ് പ്രൂവ് ചെയ്യാൻ വേണം. ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് അല്ലല്ല. ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു എക്സ്പാൻഷണറി മോണിറ്ററി പോളിസിയുടെ ഒരു ഭാഗമാണ്. മോണിറ്റൈസ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി തിങ്. ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെന്റ് തിങ്. RBI ഈസ് പർച്ചേസിങ് പ്രൈമറി ഫ്രം ദ പ്രൈമറി മാർക്കറ്റ്. അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇത് മോണിറ്റൈസേഷൻ ഓഫ് ഡെഫിസിറ്റ്. ക്വാണ്ടിറ്റേറ്റീവ് അത് നോർമൽ കേസിലാണ്. അത് ഇപ്പം എന്താണ്, ഒരു എക്സ്ട്രാ ഓർഡിനറി ലിക്വിഡിറ്റി ക്രഞ്ച് വന്നു ഫോർ സം റീസൺ, എന്താണ് കോവിഡ് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർക്കറ്റ് ഡൗൺ ആവുന്നു, റിസഷൻ വരുവാണെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഭയങ്കരമായിട്ട് ഫണ്ട്സ് മാർക്കറ്റിലേക്ക് ഇറക്കും. പല മാർഗത്തിലൂടെ സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുക, എന്നിട്ട് പൈസ കൊടുക്കുക, RBIയോട് ചെയ്യാൻ പറയുക. അങ്ങനത്തെ അതാണ് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്. ദാറ്റ് ഇസ് എ നോർമൽ തിങ് ദാറ്റ് ഗവൺമെന്റ്സ് എല്ലാം ചെയ്യുന്ന ഒരു കാര്യമാണ്. ദർ ഇസ് നത്തിങ് എക്സ്ട്രാ ഓർഡിനറി അബൌട്ട് ഇറ്റ്. ഹെലികോപ്റ്റർ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഈ പറഞ്ഞ പോലെ അതൊന്നും ഇതിന്റെ ഭാഗമല്ല. ദിസ് ഇസ് എ ടോട്ടലി സെപ്പറേറ്റ് തിങ്. മോണിറ്റൈസ് ഡെഫിസിറ്റ് ഐഡിയ മനസ്സിലായില്ലേ? RBI ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് സെക്യൂരിറ്റീസ് നേരിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു കേസാണ്. ഹെലികോപ്റ്റർ മണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസഷൻ വന്നു, അല്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റി ട്രാപ്പ് എന്നൊരു പ്രശ്നമുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം കുറച്ച് കഴിയുമ്പോൾ. അതായത് എന്ത് ചെയ്തിട്ടും എക്കോണമി കരകയറുന്നില്ല. എത്ര ലിക്വിഡിറ്റി, എത്ര RBI എത്ര പൈസ ഇഞ്ചക്ട് ചെയ്തു, റിപ്പോ റേറ്റ് താന്ന് 0-ലെത്തി ഫ്ലാറ്റായി കിടക്കുക, എന്നിട്ടും രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിയുമ്പം ഗവൺമെന്റ് എന്ത് ചെയ്യും? ആൾക്കാരുടെ കയ്യിലേക്ക് നേരിട്ട് പണം എത്തിക്കാൻ തുടങ്ങും. ലൈക്ക് നമ്മുടെ യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്നൊക്കെ പറയത്തില്ലേ? അതായത് എല്ലാവർക്കും എല്ലാ മാസവും ഒരു ബെനിഫിറ്റ് വരെ 100 രൂപ വെച്ച് തരിക. ചുമ്മാ മാർക്കറ്റിലേക്ക് പൈസ ഇറക്കുക. അതായത് ഹെലികോപ്റ്ററിൽ നിന്ന് പൈസ വിതറുന്ന പോലത്തെ ഒരു പരിപാടി. അതിൻ്റെ മീനിങ് അതാണ്. എന്താ? ആൾക്കാരുടെ കയ്യിലേക്ക് ഡയറക്റ്റ് ആയിട്ട് മാർക്കറ്റിൽ എത്രയും പെട്ടെന്ന് പണം എത്തിക്കുക. ബാങ്കിൽ നിന്നൊക്കെ പറഞ്ഞാൽ ബാങ്കിന് കൊടുക്കണം, നമ്മൾ ലോൺ എടുക്കണം, ബാങ്കിൽ പോകണം, ലോൺ അക്കൗണ്ടിൽ വരണം, സ്പെൻഡ് ചെയ്യണം, സമയമെടുക്കും. മറ്റേ നേരിട്ടും കിട്ടും കാശ്, അത് നേരെ അങ്ങ് സ്പെൻഡ് ചെയ്താൽ മതി. ദാറ്റ് ഇസ് ഹെലികോപ്റ്റർ മണി. ക്ലിയർ ആകുന്നുണ്ടോ? പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടോ? പ്രൈമറി സെക്കൻഡറി മാർക്കറ്റ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പ്രൈമറി മാർക്കറ്റ് ഇസ് വേർ ദ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആർ ഇഷ്യൂഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. Securities are sold directly by the government of India to the investors, conducted through auctions. RBIയുടെ റീറ്റെയിൽ ഡയറക്റ്റ് സ്കീം എന്നൊരു പരിപാടിയുണ്ട്. അതായത് റീറ്റെയിൽ ഡയറക്റ്റ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. RBI റീറ്റെയിൽ ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് RBI ആയിട്ട് അക്കൗണ്ട് തുടങ്ങാം. ഓക്കെ, ആ അക്കൗണ്ടിലൂടെ നമുക്ക് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വിൽക്കുകയോ വാങ്ങുകയോ ഒക്കെ RBI ആയിട്ട് നേരിട്ട് ഇടപാട് നടത്താം. അതാണ് RBI റീറ്റെയിൽ ഡയറക്റ്റ് പ്രോഗ്രാം. ക്ലിയർ അല്ലേ? പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. അത് കൂട്ടാം. പിന്നെ RBIയുടെ പ്രോഫിറ്റ് അല്ലേ നമുക്ക് വരുന്നത്. ഇറ്റ് ഈസ് എ വൺ ടൈം ഇൻകം. അത് തിരിച്ചു കൊടുക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഗവൺമെന്റിന്റെ ഇൻകത്തിന്റെ ഭാഗമാണ്. ഒബിയസ്ലി കൂട്ടാം, നോ ഡൗട്ട്. അങ്ങനെ എന്ത് ഇൻകം വന്നാലും അത് കൂട്ടാം. അടുത്ത സ്റ്റെറിലൈസേഷൻ ഓപ്പറേഷൻസ്. ഈ ഒരു UPSC പ്രിലിംസ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഇതിനെപ്പറ്റി. അത് RBI നടത്തുന്ന ഒരു ഓപ്പറേഷൻ ആണ്. സ്റ്റെറിലൈസേഷൻ ഓപ്പറേഷൻസ് റെഫർ ടു ദ ആക്ഷൻസ് ടേക്കൻ ബൈ ദി RBI ടു ന്യൂട്രലൈസ് എക്സസ് ലിക്വിഡിറ്റി ഇൻ ദി എക്കോണമി. ഒന്നുമില്ല, അതായത് മാർക്കറ്റിൽ പൈസ ഭയങ്കരമായിട്ട് കൂടി. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് ഒരുപാട് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വരുക ഇന്ത്യയിലോട്ട്, ഒരു ഭയങ്കരമായ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വരുവാണ്. അപ്പം എന്ത് പറ്റും? ഫോറിൻ കറൻസി കുമിഞ്ഞു കൂടും. അപ്പോൾ ഫോറിനേഴ്സ് വരുന്നത് ഇന്ത്യൻ റുപ്പി കൊണ്ടല്ലോ, ഫോറിൻ കറൻസി കൊണ്ടല്ലേ. അപ്പോൾ ഈ ഫോറിൻ കറൻസി എന്നാ ചെയ്യും നമ്മൾ? ഞാനൊരു ഫാക്ടറി തുടങ്ങി, എനിക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടി, ഒരു $1000 ഇങ്ങോട്ട് കിട്ടി. ഞാൻ $1000 എന്ത് ചെയ്യും? ബാങ്കിലോട്ട് കൊടുക്കും. $1000 വന്നിട്ടുണ്ട് വെച്ചോ, ക്യാഷ് തരാൻ പറയും. അപ്പോൾ ഡോളറിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള റുപ്പി എനിക്ക് കിട്ടും. അങ്ങനെ ഒരുപാട് കുമിഞ്ഞു കൂടുമ്പോൾ എന്നാ പറ്റും? റുപ്പിയുടെ പ്രസരം കൂടും. ഇഷ്ടംപോലെ റുപ്പി സർക്കുലേഷനിലാവും. ശരിയല്ലേ? ഇഷ്ടംപോലെ ഫോറിൻ കറൻസി വരുമല്ലേ ഇങ്ങോട്ട്. ആ ഫോറിൻ കറൻസി മുഴുവൻ മാറ്റി റുപ്പി ആക്കിയില്ലേ. അപ്പൊ എന്നാ പറ്റി?
അപ്പോൾ ഒരു ഇൻഫ്ലേഷൻ ഉണ്ടായി. ഓക്കെ, ദാറ്റ് ഇസ് എ പോസിറ്റീവ് തിങ്. നമുക്ക് ഇഷ്ടം പോലെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്, വി നീഡ് ദാറ്റ്, ബട്ട് ദാറ്റ് വിൽ കോസ് ഇൻഫ്ലേഷൻ. അന്നേരം ആർ ബി ഐ എന്ത് ചെയ്യും? ആർ ബി ഐ ലിക്വിഡിറ്റി അബ്സോർബ് ചെയ്യും. ഡ്യൂ ടു ദിസ് പർട്ടിക്കുലർ റീസൺ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കുമിഞ്ഞുകൂടി, അതുമൂലം റുപ്പിയുടെ സർക്കുലേഷൻ കൂടി. അപ്പോൾ ആർ ബി ഐ കുറച്ച് എന്നാ ചെയ്യും? ബോണ്ട് വിൽക്കുവോ ബോണ്ട് ഇറക്കുവോ? ബോണ്ട് സെല്ല് ചെയ്യും. ബോണ്ട് സെല്ല് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ക്യാഷ് മേടിക്കും. അങ്ങനെ റുപ്പീസിനെ മുഴുവൻ അബ്സോർബ് ചെയ്യും. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് തന്നെ. എന്താണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ? ആ അങ്ങനെയല്ല, സ്റ്റെറൈൽ ആക്കുക എന്ന് പറഞ്ഞാൽ അതായത് എക്കണോമിയെ ഒന്ന് കൺട്രോൾ ചെയ്യുക. അതായത് പെട്ടെന്ന് ഇപ്പൊ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സാധാരണ ചെറിയ ചെറിയ ലിക്വിഡിറ്റിയും അല്ലല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് നമുക്ക് സ്റ്റെറിലൈസേഷൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ തന്നെയാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ ഓപ്പറേഷൻ എടുത്തു വിളിക്കുന്നത്? ഇത് എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. പെട്ടെന്ന് എന്തെങ്കിലും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് മാത്രമാവണമെന്നില്ല. ഫോർ സം അതർ റീസൺ പെട്ടെന്ന് മാർക്കറ്റിലേക്ക് ഒരുപാട് ഫണ്ട് വരുമ്പോൾ അതിനെ അബ്സോർവ് ചെയ്യാനായിട്ട് ആർ ബി ഐ പ്രത്യേക ബോണ്ടുകൾ ഇറക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സെപ്പറേറ്റ് ആയിട്ടൊരു സ്റ്റെറിലൈസേഷൻ ഓപ്പറേഷൻ എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? ഇതുപോലെ തന്നെ മറ്റൊരു സാധനമാണ് ഈ വേരിയബിൾ റിപ്പോ റേറ്റ് എന്ന് പറയും. അതായത് പെട്ടെന്ന് മാർക്കറ്റിലേക്ക് ഫോർ സം റീസൺ ഒരുപാട് മണി വന്നു, അതിനെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യണം. അപ്പോൾ റിപ്പോ റേറ്റ് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? മോണിറ്ററി പോളിസി കൂട്ടണം, തീരുമാനിക്കണം, ഇരിക്കണം. ഇത് ആർ ബി ഐ എന്ത് ചെയ്യും? പെട്ടെന്ന് ക്യാഷ് എടുത്തേ പറ്റുള്ളൂ. അപ്പം ഒന്നുകിൽ സ്റ്റെറിലൈസേഷൻ ഓപ്പറേഷൻസ് എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ വേരിയബിൾ റിപ്പോ റേറ്റ് ഓപ്ഷൻസ് എന്ന് സാധനം വരും. വി വിൽ സീ ദാറ്റ്. എന്നെ പറ്റി ഓഫ് ചെയ്യണോ? ഓൺലൈൻ ക്ലിയർ ആയോ വാട്ട് സ്റ്റെറിലൈസേഷൻ ഓപ്പറേഷൻസ്? കോൺടാക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. പെട്ടെന്ന് മാർക്കറ്റിലേക്ക് ഫണ്ട്സ് വന്നു കഴിഞ്ഞാൽ അതിനെ അബ്സോർബ് ചെയ്യാനായിട്ട് ആർ ബി ഐ ചെയ്യുന്ന പരിപാടി. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ തന്നെ. ഇറ്റ് ഇസ് മെയിൻലി യൂസ്ഡ് വെൻ ഫോറക്സ് ഇന്റർവെൻഷൻസ് ഇൻക്രീസ്. അങ്ങനെ വരാൻ ചാൻസ് ഉള്ളൂ. അല്ലാണ്ട് വെറുതെ ചുമ്മാ ഒന്നുകിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്തെങ്കിലും ഫിസിക്കൽ എക്സ്പെൻഡിച്ചേഴ്സ് നടത്തണം, അല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വരണം. അല്ലാതെ ഈ റുപ്പിയുടെ സർക്കുലേഷൻ കൂടാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, ക്ലിയർ അല്ലേ സ്റ്റെറിലൈസേഷൻ ഓപ്പറേഷൻ? അത് ഞാൻ പറയാം, അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്, ആ ടോപ്പിക് എടുക്കുന്നുണ്ട്. അടുത്തത് മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ സ്കീം. ഈ മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ സ്കീം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സ്റ്റെറിലൈസേഷൻ ഓപ്പറേഷൻ, അതിന്റെ ഒരു സബ്സെറ്റ് ആണ്. ഓക്കെ, ഈ മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കമ്പൈൻഡ് ഓപ്പറേഷൻ ബൈ ബോത്ത് ഗവൺമെന്റ് ആൻഡ് ആർ ബി ഐ. സ്റ്റെറിലൈസേഷൻ ഓപ്പറേഷൻ ആരാ ചെയ്തുകൊണ്ടിരുന്നത്? ആർ ബി ഐ ആണ്. MSS എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫിസ്ക്കൽ കം മോണിറ്ററി ഓപ്പറേഷൻ. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ MSSൽ സംഭവിക്കുന്നത്, നമുക്ക് പെട്ടെന്ന് മാർക്കറ്റിലേക്ക് കുറെ ലിക്വിഡിറ്റി വന്നു, ഗവൺമെന്റിന് ഇടപെട്ട് അത് അബ്സോർബ് ചെയ്യണം. അപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഒരു സെപ്പറേറ്റ് സാധനം ഗവൺമെന്റ് ഇറക്കും, മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ ബോണ്ട്സ് എന്ന് പറഞ്ഞ് ഗവൺമെന്റ് ഇറക്കും. ദ ഇഷ്യൂഡ് സെക്യൂരിറ്റീസ് ആർ ഗവൺമെന്റ് ഓൺ ബോണ്ട്സ് ആൻഡ് ദേ ആർ കോൾഡ് മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ ബോണ്ട്സ്. ഗവൺമെന്റ് ഇറക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഗവൺമെന്റിന് വേണ്ടി ഈ പരിപാടി ചെയ്യുന്നത് ആർ ബി ഐ ആണ്. ഓക്കെ, ആർ ബി ഐ ആണ് ഓൺ ബിഹാഫ് ഓഫ് ഗവൺമെന്റ് ഈ മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ ബോണ്ട്സിനെ മാർക്കറ്റിലേക്ക് ഇറക്കുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? ആർ ബി ഐ ഈ ഫണ്ട്സ് മുഴുവൻ അബ്സോർബ് ചെയ്യും, എന്നിട്ട് ഗവൺമെന്റിന്റെ ഒരു അക്കൗണ്ടിൽ സൂക്ഷിക്കും. ഗവൺമെന്റിന് കൊടുക്കാൻ പറ്റില്ല, കാരണം എന്താ? ഗവൺമെന്റ് അതെടുത്ത് സ്പെൻഡ് ചെയ്താൽ പിന്നെ ഇതിന്റെ ആവശ്യമുണ്ടോ? പിന്നെയും ലിക്വിഡിറ്റി വന്നില്ലേ? ലിക്വിഡിറ്റി കൂടിപ്പോയത് കൊണ്ടല്ലേ നമ്മൾ മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ ബോണ്ട്സ് എന്ന് പറഞ്ഞ സാധനം ഇറക്കി ആ ലിക്വിഡിറ്റി ഫുള്ള് ആർ ബി ഐ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗവൺമെന്റിന്റെ പേരിൽ തന്നെയുള്ള ഒരു സെപ്പറേറ്റ് അക്കൗണ്ടിൽ ആർ ബി ഐ വിൽ കീപ് ഇറ്റ്. അതാണ് മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ സ്കീം. അത്രേ ഉള്ളൂ കാര്യം. ഇറ്റ് ഇസ് എ മോണിറ്ററി കം ഫിസിക്കൽ ഓപ്പറേഷൻ. The proceeds are kept in a separate account with RBI and is not used for expenditure.
And the MSS bonds are government securities issued specifically for liquidity absorption purposes rather than for financing. MSS bonds എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എക്സ്പെൻഡിച്ചർ. സാധാരണ ഗവൺമെന്റ് എന്തിനാ ബോണ്ട് മേടിക്കുന്നത്, ഇറക്കുന്നത്? സാധാരണ ഗവൺമെന്റ് ബോണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന് പണം വേണം. ഗവൺമെന്റ് ആ ബോണ്ട് മാർക്കറ്റിലേക്ക് ഇറക്കി അത് വിറ്റ് ആ പൈസ എടുത്ത് എക്സ്പെൻഡിച്ചർ നടത്തും. പക്ഷെ MSS ബോണ്ട്സിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ദ ഗവൺമെന്റ് ബട്ട് ടു അബ്സോർബ് എക്സസ് ലിക്വിഡിറ്റി ഫ്രം ദ മാർക്കറ്റ്, നോട്ട് ഫോർ എക്സ്പെൻഡിച്ചർ. ഓക്കെ, അപ്പം ഈ MSS ബോണ്ട്സ് ഇറക്കുമ്പം ബോണ്ട് RBI ഇറക്കി മാർക്കറ്റിൽ നിന്ന് പൈസ എടുത്തു, അതിനൊരു ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേ? കൊടുക്കണോ? ലോജിക്കൽ ക്വസ്റ്റ്യൻ, സിമ്പിൾ അല്ലേ? കൊടുക്കണം. എൻ്റെ കയ്യിലിരിക്കുന്ന പൈസ ഞാൻ RBIക്ക് കൊടുത്തില്ലേ, ഐ നീഡ് ടു ഗെറ്റ് ഇൻട്രസ്റ്റ്. ഇല്ല പിന്നെ ഞാൻ എന്തിനാണ് കൊടുക്കുന്നത് അവർക്ക്? മാർക്കറ്റിൽ ലിക്വിഡിറ്റി കൂടിപ്പോയി എന്ന് പറഞ്ഞ് ഞാൻ സഹിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഐ നീഡ് മണി. ആ മണി തരുന്നത് ഗവൺമെന്റാണ്. ഗവൺമെന്റ് വിൽ ഫണ്ട് ദാറ്റ്, ഗവൺമെന്റ് വിൽ ഗിവ് ദാറ്റ് മണി ടു RBI and RBI will give it to us. So that is why it is known as a fiscal cum monetary operation. Why? ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ, മോണിറ്ററി എന്ന് പറഞ്ഞാൽ RBI ചെയ്യുന്ന കാര്യങ്ങൾ. ക്ലിയർ ആകുന്നുണ്ടോ? ഇതിന് ഡൗട്ട് ഉണ്ടോ? ഇതായിരുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാ. എന്താണ്? സിമ്പിൾ അല്ലേ? സ്റ്റെറിലൈസേഷൻ ഐഡിയ മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. എല്ലാവരും വായിച്ചല്ലോ അല്ലേ? ബാക്ക് ഓൺലൈനിൽ ക്വസ്റ്റ്യൻ ഒക്കെ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ബാങ്കിങ് റേഷ്യോസ്. ഒന്നുമില്ല, കുറച്ച് ബാങ്കിങ് റേഷ്യോ ടേംസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ന്യൂസിൽ വരും. ഇപ്പം RBI പറയും പ്രൊവിഷൻ കവറേജ് റേഷ്യോ പ്രശ്നത്തിലാണ്, ലിവറേജ് റേഷ്യോ പ്രശ്നത്തിലാണ്, ഇടയ്ക്കൊക്കെ വാർത്തയിൽ വരും ഇതുപോലത്തെ സാധനങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഇസ്. ഫസ്റ്റ് വൺ ഇസ് ക്രെഡിറ്റ് ഡിപ്പോസിറ്റ് റേഷ്യോ. പേര് തന്നെയുണ്ട്, ക്രെഡിറ്റും ലോൺ ഡിപ്പോസിറ്റും തമ്മിലുള്ള റേഷ്യോ. ഓക്കെ, അതെന്തിനാണ് നമ്മൾ നോക്കുന്നത്? ഒരു ബാങ്ക് ഉണ്ട്, ബാങ്ക് എവിടെ നിന്നാണ് ക്രെഡിറ്റ് ലോൺ കൊടുക്കുന്നത്? ബാങ്കിന് വരുന്ന ഡെപ്പോസിറ്റ്സിൽ നിന്നും ഇൻകത്തിൽ നിന്നും നോക്കിയാണ്. അപ്പോൾ ആ വരുന്ന ഡെപ്പോസിറ്റും കൊടുക്കുന്ന ലോണും തമ്മിൽ ഒരു കണക്ഷനൊക്കെ വേണം. ചുമ്മാ വരുന്നത് ഫുൾ എടുത്ത് കൊടുക്കാനൊന്നും പറ്റില്ല. സോ ദ റേഷ്യോ ഓഫ് ടോട്ടൽ ലോൺസ് ഗിവൺ ബൈ ദ ബാങ്ക്സ് ടു ദ ടോട്ടൽ ഡെപ്പോസിറ്റ്സ്, അതായത് ക്രെഡിറ്റ് ബൈ ഡെപ്പോസിറ്റ്. അപ്പൊ ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ കൂടുതലാന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഒന്നെങ്കിൽ ക്രെഡിറ്റ് വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് വളരെ കുറവാണ് ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ. അത് പ്രശ്നമാണോ? ഓക്കെ ആണോ? പ്രശ്നമാണ്. ക്രെഡിറ്റ് ഡിപ്പോസിറ്റ് റേഷ്യോ കൂടുന്നു എന്ന് പറഞ്ഞ ഇടയ്ക്ക് RBI കഴിഞ്ഞ വർഷം ഒരു റിപ്പോർട്ടൊക്കെ ഇറക്കിയായിരുന്നു. പിന്നെ ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ അല്ലെങ്കിൽ ക്യാപിറ്റൽ അഡിക്വേസി റേഷ്യോ, അതിനൊക്കെ RBI തന്നെ മാൻഡേറ്റ് ചെയ്തിട്ടുണ്ട്. 9%, 3.5%, അങ്ങനെയൊക്കെ RBI മാൻഡേറ്റ് ചെയ്യും. ബേസൽ നോംസ് നമുക്കറിയാം, ബേസൽ കമ്മിറ്റി ഓഫ് ബാങ്കിങ് സൂപ്പർവിഷൻ പഠിച്ചിട്ടില്ലേ? 2008 ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ വന്നപ്പം അവർ ഒരുപാട് നോംസ് ഒക്കെ ഇറക്കി. അത് പ്രകാരം RBI പറയും ചില നമ്മൾ കാണും, അത് ചില റേഷ്യോസ് ഒക്കെ ഫിക്സ് ചെയ്യണം. ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോക്ക് അങ്ങനെയൊന്നും ഇല്ല. കാരണം എന്താ? ലോജിക്കലി ഒന്ന് ഓർത്ത് നോക്കിയേ, RBI ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ എത്ര വേണമെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. വൈ? ഓൾറെഡി ദർ ഇസ് എ സേഫ് മെക്കാനിസം. എന്താ? ക്യാഷ് റിസർവ് റേഷ്യോ, പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്നൊക്കെ പറഞ്ഞ് ബാങ്കുകൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സാധനങ്ങളുണ്ട്. സോ അതുള്ളത് കൊണ്ട് RBI പ്രത്യേകിച്ചൊന്നും പറയാറില്ല, ജസ്റ്റ് വാൺ ചെയ്യും. കയ്യിൽ നിന്ന് പോകുന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ വാൺ ചെയ്യും, ദാറ്റ്സ് ഇറ്റ്. അടുത്തത് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ. നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ള സാധനമാണ്. എന്താണ്? അല്ലെങ്കിൽ ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ എന്നൊക്കെ പറയും. അതൊന്നുമില്ല, ബാങ്ക് കുറെ ആൾക്കാർക്ക് ലെൻഡ് ചെയ്യും. ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, ഓരോ ലെൻഡർക്കും ഓരോ റിസ്ക് ആണ്. ഒരു ലെൻഡർ പേഴ്സണൽ ലോൺ കൊടുക്കുന്ന ഒരു കുറച്ച് പരിപാടികളുണ്ട്, ഗവൺമെന്റിന് ലോൺ കൊടുക്കുന്ന പരിപാടിയുണ്ട്. ഏറ്റവും റിസ്ക് കുറഞ്ഞതാ? ഗവൺമെന്റിന് കൊടുക്കുന്നത്. ഗവൺമെന്റിന് കൊടുക്കുന്നത്. അപ്പൊ അതിന്
റിസ്ക് ഇല്ല. അപ്പോൾ അതിൻ്റെ വെയിറ്റേജ് 0 ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പേഴ്സണൽ ലോൺ ആണെങ്കിലോ കൊളാറ്ററൽ ഇല്ല. പേഴ്സണൽ ലോൺ എങ്ങനെയാണ്? ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും, പക്ഷേ കൊളാറ്ററൽ ഇല്ലാതെ കൊടുക്കും. റിസ്ക് കൂടുതലാണ്, ഡിഫോൾട്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അങ്ങനെ പല ലോണുകൾക്ക് പല ഡിഫറെൻറ്റ് പോർട്ട്ഫോളിയോസിന് കൊടുക്കുന്ന ലോൺസിന് ഓരോ റിസ്ക് ഉണ്ടാവും. ആ റിസ്ക് എല്ലാം കൂടെ വെയ് ചെയ്തിട്ട് ബാങ്കിന് എത്ര ക്യാപിറ്റൽ ഉണ്ട്. ഓക്കെ, ബാങ്കിന് 100 കോടിയായിരിക്കും ക്യാപിറ്റൽ. എന്നാൽ ബാങ്ക് ലോൺ കൊടുത്തിരിക്കുന്നത് 80 കോടിയായിരിക്കും. അതിനകത്ത് ഒരു 50 കോടി റിസ്ക് ഉള്ള സാധനങ്ങളായിരിക്കും. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഒരു ഫോർമുല ഉണ്ട്, ടയർ 1 ടയർ 2. ഫോർമുല നോക്കുക. അത് പഠിപ്പിക്കാനാണെങ്കിൽ ഒരുപാട്. ടയർ 1 ക്യാപിറ്റൽ എന്താണെന്ന് പറയണം, ടയർ 2 ക്യാപിറ്റൽ എന്താണെന്ന് പറയണം, ടയർ 3 ക്യാപിറ്റൽ. സോ ദാറ്റ് വിൽ കൺസ്യൂം എ ലോട്ട് ഓഫ് ടൈം. യു സി എന്താണ് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ എന്നൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഡൗട്ട് മനസ്സിലാകുന്നില്ലേ എൻ്റെ അടുത്ത് ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കുറച്ച് ടൈം എടുക്കും. സോ ഐ എം നോട്ട് ഗോയിങ് ടു ദാറ്റ്. അപ്പോൾ ടയർ 1 ടയർ 2 ടയർ 3 ക്യാപിറ്റൽ ഉണ്ട്. സോ ആ ക്യാപിറ്റൽ വെച്ച് ഈ ലോണിനെ നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ലോൺ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നതാണ് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ. സോ നമ്മുടെ ബേസൽ കമ്മിറ്റി ഓഫ് ബാങ്കിങ് സൂപ്പർവിഷൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പബ്ലിക് സെക്ടർ ബാങ്ക്സും എല്ലാവരും 8% ആണ് വെക്കേണ്ടത്. പക്ഷേ ഇന്ത്യയിൽ മാത്രം കൂടുതലാണ്. ഓക്കെ, ഓൾ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആൻഡ് പ്രൈവറ്റ് ബാങ്ക്സ് അതെല്ലാവരും 9% മെയിൻറ്റെയിൻ ചെയ്യണം. ഇറ്റ് ഈസ് എബവ് ദ ബേസൽ നോംസ്. നമ്മൾ ഈസി ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 13%, 14% ഒക്കെയാണ് ഇന്ത്യയുടെ സാധാരണ വലിയ പബ്ലിക് സെക്ടർ ബാങ്ക്സിൻ്റെയും പ്രൈവറ്റ് ബാങ്ക്സിൻ്റെയൊക്കെ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ. അത് വലിയ പ്രശ്നമില്ലാതെ നിൽക്കുകയാണ്. സോ ദാറ്റ് ഇസ് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ. മനസ്സിലായില്ലേ? RBI ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ടാർഗറ്റ് ഈസ് ബേസ്ഡ് ഓൺ ബേസൽ നോംസ്. ബേസൽ നോംസിനേക്കാൾ കൂടുതലാണ് നമ്മൾ വെച്ചിരിക്കുന്ന ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ. നെക്സ്റ്റ് വൺ ഇസ് ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ. ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ എന്ന് പറഞ്ഞാലും ഒന്നുമില്ല, സിമ്പിളാണ്. അതായത് ബാങ്ക് ഇപ്പോൾ നോർമൽ കേസിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു ഷോക്ക് വന്നു, ഒരുപാട് പേര് ഡെപ്പോസിറ്റ് വരച്ചുകൊണ്ട് പോവാം. ഇപ്പം നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കുകൾക്കൊക്കെ പറ്റുന്നൊരു പ്രശ്നമാണ്. പെട്ടെന്ന് ആൾക്കാർ വരുന്നു, ഒരുപാട് ഡിപ്പോസിറ്റ്സ് വലിച്ചുകൊണ്ട് പോകുന്നു. ആ സമയത്ത് ബാങ്കിനകത്ത് കൊടുക്കാൻ പറ്റണം. ഓക്കെ, സോ നമ്മുടെ RBI പറഞ്ഞിരിക്കുന്നു 30 ഡേയ്സിന് വേണ്ടിയിട്ടുള്ള ഫുൾ എമൗണ്ടും നമ്മുടെ കയ്യിൽ വേണം. ആ 30 ദിവസം വരെ എത്രമാത്രം ഇത് വന്നാലും നമുക്കത്, അതായത് ബാങ്കിൻ്റെ ഉള്ള പൈസയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഡെപ്പോസിറ്റേഴ്സ് മുഴുവൻ തിരിച്ചു ചോദിച്ചാലും വിത്തിൻ 30 ഡേയ്സ് കൊടുക്കാൻ പറ്റണം. ഓക്കെ, സോ അതാണ് ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ. മനസ്സിലാവുന്നുണ്ടോ? ലിക്വിഡിറ്റി, അതായത് പെട്ടെന്ന് ബാങ്കിന് ഒരു ലിക്വിഡിറ്റി ക്രൈസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ആൾക്കാർ വരുന്നു, പൈസ വിത്ഡ്രോ ചെയ്യുന്നു, പോകുന്നു. ലിക്വിഡാണ്, ഈസി ആയിട്ട് അവർക്ക് പൈസ കൊടുക്കാൻ പറ്റണം. അല്ലാണ്ട് ഇന്നില്ല നാളെ തരാമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ആൾക്കാർ വന്ന് വിത്ഡ്രോ ചെയ്താൽ സ്പോട്ടിൽ കൊടുത്തിരിക്കണം. ഓക്കെ, അത് 30 ഡേയ്സ് വരെ അത് ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ 30, അപ്പം ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ എന്തായിരിക്കും? അത് 100% ആയിരിക്കും. 30 ഡേയ്സ് വരെ 100% കൊടുക്കാൻ പറ്റണം. ഓക്കെ, 30 ഡേയ്സിന് മുന്നോട്ടാണ് ഇറ്റ്സ് എ ബിഗ് ക്രൈസിസ്. അത് പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യുമായിരിക്കും. എനിവേ, അപ് ടു 30 ഡേയ്സ് യു ഹാവ് ടു ഗിവ് ദ എൻറ്റയർ മണി. വരുന്ന ഡിപ്പോസിറ്റേഴ്സ് എല്ലാം കൊടുക്കാനുള്ളത് കയ്യിലുണ്ടാവണം. സോ 100% ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ ഉണ്ടായിരിക്കുന്നു. റിക്വയർസ് ഹോൾഡിംഗ് ഓഫ് ഹൈ ക്വാളിറ്റി ലിക്വിഡ് അസറ്റ്സ് ലൈക്ക് ഗോൾഡ്, കറൻസി, അങ്ങനെ എന്തെങ്കിലും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പെട്ടെന്ന് ലിക്വിഡ് ആക്കാൻ പറ്റുന്ന സാധനങ്ങൾ. So it was also introduced as part of the Basel III reform after the 2008 global financial crisis. Next one is leverage ratio. Leverage ratio എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ ഇല്ലേ, അതിൻ്റെ ആ ക്യാപിറ്റൽ റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ് ഇല്ലേ, അതിനകത്ത് ആ റിസ്ക് വെയ്റ്റഡ് എന്നുള്ള ടേം അങ്ങ് എടുത്ത് മാറ്റുക. ടോട്ടൽ എക്സ്പോഷർ, ടോട്ടൽ ലോൺസ്, അതായത് റിസ്ക് ഇല്ലാത്തതും റിസ്ക് ഉള്ളതും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു സാധനം. ഓക്കെ, ദ ലിവറേജ് റേഷ്യോ മെഷേഴ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ബാങ്ക്സ് കോർ ക്യാപിറ്റൽ ആൻഡ് ടോട്ടൽ എക്സ്പോഷർ. എല്ലാ ലോൺസും റിസ്ക് ഇല്ലാത്തതും റിസ്ക് ഉള്ളതും. മറ്റേത് റിസ്ക് വെയ്റ്റഡ് ആയിട്ട് മാത്രമേ ഉള്ളൂ, ഇത് അങ്ങനെയില്ല. റിസ്ക് ഈവൻ ഗവൺമെന്റിന് കൊടുത്തിട്ടുള്ളത് വരെ നമ്മൾ കൺസിഡർ ചെയ്യണം. The leverage ratio treats all exposures uniformly, unlike the risk-weighted asset capital ratios. It prevents banks from excessively expanding their balance sheets through assets that may appear low risk but still carry potential systemic consequences.
അതായത് ലോ റിസ്ക് ആന്ന് പറഞ്ഞ് ഫുൾ എടുത്ത് ഗവൺമെന്റിന് കൊടുത്തിട്ടിരുന്ന എന്ത് ചെയ്യും? നാളെ ഒരു ലിക്വിഡിറ്റി ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ പെട്ടില്ലേ? കാര്യം പറഞ്ഞു വരുമ്പോൾ ലോ റിസ്ക് ആണ്, പക്ഷെ ഗവൺമെന്റ് ഇത് എപ്പോൾ തരുന്നു നമുക്ക് അറിയില്ല. So the Reserve Bank of India has set a minimum leverage ratio of 3.5% for all Indian banks and 4% for systematically important banks. State Bank, ICICI Bank, അങ്ങനെ HDFC Bank. ക്ലിയർ അല്ല ലിവറേജ് റേഷ്യോ? ബാക്കി മനസ്സിലാവുന്നുണ്ടോ പറയുന്നതൊക്കെ? നെക്സ്റ്റ് ഇസ് പ്രൊവിഷൻ കവറേജ് റേഷ്യോ. അതും വളരെ സിമ്പിൾ സാധനമാണ്. അതായത് നമ്മൾ നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്ന് കേട്ടിട്ടില്ലേ? എന്താണ് നോൺ പെർഫോമിംഗ് അസറ്റ്സ്? ബാങ്ക് ഒരു ലോൺ കൊടുത്തു, ആ ലോണിൽ നിന്ന് തിരിച്ച് റിട്ടേൺ ആയിട്ട് 90 ദിവസം വരെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇറ്റ് വിൽ ബി NPA. 3 മാസം വരെ ബാങ്ക് ലോൺ കൊടുത്തതിനകത്ത് ഇൻട്രസ്റ്റോ പ്രിൻസിപ്പളോ ഒന്നും തിരിച്ച് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് NPA. അപ്പം അങ്ങനെ NPAs വരുന്നുണ്ടെങ്കിൽ, ഇപ്പം അങ്ങനെ കുറെ NPA വന്നു കഴിയുമ്പം ചിലപ്പോൾ ബാങ്കിന്റെ അടുത്ത കളയിൽ പോകും. അങ്ങനെ വരാൻ പാടില്ല. ഓക്കെ, അങ്ങനെ NPAs വരുന്നുണ്ടെങ്കിൽ ആ NPAസിനെ നമുക്ക് കവർ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ആ NPAs മൂലം ബാങ്കിന്റെ ഫംഗ്ഷനിങ്ങിനെ ബാധിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാനുള്ള സാധനമാണ് പ്രൊവിഷൻ കവറേജ് റേഷ്യോ. ഓക്കെ, the ratio of provisions made to gross non-performing assets indicates the extent of funds set aside to cover bad loans. Bad loans എന്ന് പറഞ്ഞാൽ തിരിച്ചു കിട്ടാത്ത ലോൺസ്, അതിനെ കവർ ചെയ്യാനും ബാങ്കിന് പറ്റണം. ഓക്കെ, ക്ലിയർ അല്ലേ? പ്രൊവിഷൻ കവറേജ് റേഷ്യോ സിമ്പിൾ കൺസെപ്റ്റ് അല്ലേ? PPT കഴിഞ്ഞ ക്ലാസ്സിലെ PPT ഷെയർ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കിട്ടും. ഇത് ഞാൻ ചെയ്തു തരാം. ഓക്കെ, ഡോണ്ട് വറി. അതേ ഉള്ളൂ. പബ്ലിക് ഫിനാൻസ്. പബ്ലിക് ഫിനാൻസിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ടോപ്പിക്സ് ആണ്. യാ യാ ആ എന്തുവായിരുന്നു നമ്മൾ കീപ്പ് ചെയ്യുന്നത്? ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ. യാ അല്ല, NPS ഉണ്ടാവും. ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തു എന്ന് പറഞ്ഞ് NPA ഉണ്ടാവാണ്ടിരിക്കില്ല. റിസ്ക് വെയ്റ്റഡ് അസറ്റ്സിനെ മീറ്റ് ചെയ്യാനല്ല, അതായത് ഇത് പറയുന്നത് ഒരു ക്രൈസിസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, വെൻ യു ഹാവ് എ ക്രൈസിസ്, ഇപ്പൊ 2008 പോലെയുള്ള ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ദ ബാങ്ക് ഷുഡ് ബി ഏബിൾ ടു സസ്റ്റെയിൻ ഇറ്റ് സെൽഫ്. അന്നേരം നമ്മൾ പറയരുത് നമ്മൾ കുറെ റിസ്ക് ഉള്ളവർക്ക് ലോൺ കൊടുത്തു, അതുകൊണ്ട് ഇനി ബാക്കി ഡിപ്പോസിറ്റേഴ്സിനൊന്നും ഫണ്ട് കൊടുക്കാനില്ല എന്ന് അപ്പം പറയാൻ പറ്റരുത്. ഓക്കെ, അപ്പം ഗവൺമെന്റ് പറയുന്നത് ഇപ്പം 9% റിസ്ക് വെയ്റ്റ് അസറ്റ്സ് നമ്മൾ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തു, അറ്റ്ലീസ്റ്റ് 9% മെയിൻറ്റെയിൻ ചെയ്യണം. സോ അറ്റ്ലീസ്റ്റ് വി വിൽ ഹാവ് ദാറ്റ് ഫണ്ട്സ് ടു ഡിസ്പേഴ്സ്. ഇപ്പൊ ബാങ്ക് 2% 3% ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തുണ്ടെങ്കിൽ നമ്മൾ ബാക്കി എല്ലാം എടുത്ത് ഓരോരുത്തർക്കും ചിലവാക്കി ലാസ്റ്റ് NPA വന്നപ്പോൾ, ഒരു ബാങ്കിങ് ക്രൈസിസ് വന്നപ്പോൾ NPA കൂടി നിൽക്കുന്നു, ബാക്കിയുള്ളവർക്ക് പൈസ കൊടുക്കാനും പറ്റുന്നില്ല. ആ ഒരു സാഹചര്യം ഒഴിവാക്കണം. സോ ദാറ്റ് ഡസൻ മീൻ ഇപ്പൊ NPA വരും. ഇപ്പം 9%, ഇപ്പൊ ഞാൻ പറഞ്ഞു 14% ആണ് ബാങ്ക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എന്നിട്ടും NPAs വരുന്നുണ്ട്. വൈ? അതെന്ന് വെച്ചാൽ ഞാൻ ലോൺ എടുത്തു, ഞാൻ ബിസിനസ് ചെയ്തു, മൈ ബിസിനസ് ഫെയിൽഡ്. ബാങ്കിന് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ബാങ്ക് ഹാസ് ഓൾറെഡി ഗിവൺ എ ലോൺ ടു മീ. ബട്ട് ദ പ്രോബ്ലം ഇസ് വെൻ ദി NPA സ്റ്റാർട്ട്സ് ടു റൈസ്. കാരണം ബാങ്ക് എനിക്ക് ലോൺ തരുമ്പം അതിനകത്തൊരു ഇൻഹെറന്റ് റിസ്ക് ഉണ്ട്. എന്നെ പോലെ പലർക്ക് കൊടുക്കുമ്പോഴും അതിനകത്തെല്ലാം ഇൻഹെറന്റ് റിസ്ക് ഉണ്ട്. അപ്പൊ എല്ലാവരുടെയും കൂടി റിസ്ക് വെയ്റ്റ് അസറ്റ്സ് എടുക്കുമ്പോൾ അത് ബാങ്ക് ഷുഡ് ബി ഏബിൾ ടു സർവീസ് ദാറ്റ്. ബാങ്ക് ഷുഡ് ബി ഏബിൾ ടു സസ്റ്റെയിൻ ചെയ്യാൻ പറ്റണം. അത്
ഇപ്പം എല്ലാവരും കൂടെ ഡീഫോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് എന്ത് ചെയ്യും? ബാങ്ക് പൊട്ടിപ്പോവും. ആ സാഹചര്യം നമുക്ക് ഒഴിവാക്കണം. സോ ഈവൻ 14% മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോഴും ഞാൻ പോയി അല്ല എന്നെ പോലെ വേറെ ആരെങ്കിലും പോയി ലോൺ ഇപ്പം വിജയം വലിയ ലോൺ എടുത്തു. ഈ പറഞ്ഞ ബേസിൽ ലോൺ 2008 വന്നതാണ്. അത് കഴിഞ്ഞിട്ടും ഇവർക്ക് ലോൺ കൊടുത്തിട്ടുണ്ട്. അത് ഫ്രോഡാണ്. ദാറ്റ് ഇസ് എ ഡിഫറെന്റ് തിങ്. ബാങ്ക് ഫ്രോഡ് കാണിക്കുക. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ കേസ് കണ്ടില്ലേ? ഫ്രോഡ് ഇസ് എ ഡിഫറെന്റ് തിങ്. വി കാനോട്ട് ഡു മച്ച് അബൌട്ട് ഇറ്റ്. ഫ്രോഡ് അല്ലാതെ ബൈ ലീഗൽ മീൻസ് യു കനോട്ട് ലെൻഡ് ലൈക്ക് ദാറ്റ് ബിക്കോസ് ദെയർ റിസ്ക് ഇസ് വെരി ഹൈ. വി ഹാവ് ടു മെയിൻറ്റെയിൻ എ മിനിമം പെർസെൻറ്റേജ് ഓൾസോ. അപ്പോൾ ഒരാൾക്ക് മാത്രം ഏറ്റവും കൂടുതൽ റിസ്ക് കൊടുത്തിട്ട് ബാക്കി ആർക്കും ലോൺ കൊടുക്കാണ്ടിരിക്കുക അതും പറ്റില്ല. നമ്മൾ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കണം. സോ ഇൻ എ ലീഗൽ സെൻസ് ഇറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ. ഇറ്റ് ഷുഡ് നോട്ട് ഹാവ് ഹാപ്പൻഡ്. പിന്നെ ഈ വലിയ വലിയ NPAs വരുന്നത് കൂടുതലും ഫ്രോഡ് ഉള്ളത് കൊണ്ടാണ്. ദാറ്റ് ഇസ് ദ മെയിൻ റീസൺ. അല്ലാതെ ബാങ്കിനൊന്നും ചെയ്യാൻ പറ്റില്ല. ലോൺ കൊടുത്തു, ഡീഫോൾട്ട് ആയിപ്പോയി അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യാൻ പറ്റും? റിക്കവർ ചെയ്തെടുക്കാനേ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? ഇത് കോപ്പറേറ്റീവ് ബാങ്ക്സിന് ബാധകമല്ല. ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിനും RBIയുടെ ഒക്കെ ഷെഡ്യൂൾ ഉണ്ടല്ലോ, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ബാങ്ക്സിന് മാത്രമേ ഇത് ബാധകമുള്ളൂ. കോപ്പറേറ്റീവ് ബാങ്ക്സിനില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും നാട്ടിലുണ്ടാവില്ല. കോപ്പറേറ്റീവ് ബാങ്ക്സിന് അത് കൊടുക്കാൻ പ്രാക്ടിക്കൽ ആവില്ല. കാരണം കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്ന ഒരു റീജിയനിലെ സോഷ്യോ എക്കണോമിക് സിറ്റുവേഷൻ അനുസരിച്ച് അവിടെ രൂപപ്പെട്ട് അവിടുത്തെ ആൾക്കാർ തന്നെ ചെയ്തു തരുന്ന സംഗതിയാണ്. സോ അതിൻ്റെ ഒരു ഓൾ ഇന്ത്യ സ്റ്റാൻഡേർഡ്സ് നമുക്ക് കൊടുക്കാൻ സാധിക്കില്ലല്ലോ. ഇപ്പോൾ കേരളത്തിലെ അവസ്ഥയല്ല പഞ്ചാബിലല്ല ബീഹാറിൽ. സോ അവിടുത്തെ റീജിയണൽ ആയിട്ടുള്ള അവസ്ഥകൾ വെച്ചിട്ട് അവർക്ക് ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുള്ളൂ. മേ ബി ദാറ്റ്സ് വൈ. നെക്സ്റ്റ് ഇസ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്. എന്താ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്? ഷോർട്ട് ടേം ഇൻസ്ട്രുമെന്റ്സ്. ഷോർട്ട് ടേം എന്ത് ഇൻസ്ട്രുമെന്റ്? ഡെപ്റ്റ് ആണോ ഈക്വിറ്റി ആണോ? ഷോർട്ട് ടേം ഡെപ്റ്റ്. ശരിയാണ്. ഷോർട്ട് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് വിത്ത് മച്യൂരിറ്റി അപ് ടു അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? വിത്ത് എ maturity up to 1 year. ഓക്കെ. യൂസ് ടു മാനേജ് ഷോർട്ട് ടേം ലിക്വിഡിറ്റി നീഡ്സ് ഓഫ് ദ, അതായത് 90 days വരെ അല്ലെങ്കിൽ അണ്ടർ 1 year. അതിനെല്ലാം നമ്മൾ ഷോർട്ട് ടേം എന്ന് വിളിക്കുക. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഹൈലി ലിക്വിഡ് ആണ്. നമുക്ക് പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നടക്കും. ഓക്കെ. നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കേൾക്കുന്ന മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റിന്റെ പേരെന്താ? അതാരാ ഇഷ്യൂ ചെയ്യുന്നത്? ഏത് ഗവൺമെന്റ്? സെൻട്രൽ ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടോ? ഇല്ല. അതിനേക്കാളും കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു സാധനമുണ്ട്, റീപർച്ചേസ് അഗ്രിമെന്റ്സ്. റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, അതെല്ലാം മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. റിപ്പോ റേറ്റ് ഇസ് എ ഷോർട്ട് ടേം ഇൻസ്ട്രുമെന്റ്. ലോങ് ടേം റിപ്പോ ഓപ്പറേഷൻസ് എന്ന സാധനമുണ്ട്. ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. വിൽ സി. എനിവേ, അതൊക്കെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റിന്റെ ഭാഗമാണ്. അപ്പൊ ഒരു ഐഡിയ കിട്ടിയല്ലോ. ഞാൻ റിപ്പോ എന്ന് പറഞ്ഞാൽ യു നോ ഹൗ റിപ്പോ വർക്ക്സ്. അപ്പൊ നിങ്ങൾക്ക് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ അറിയപ്പെടുന്ന സാധനമാണ് ട്രഷറി ബിൽസ്. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. In India, the central government issues both the treasury bills and bonds or dated securities. എന്താ ഡേറ്റഡ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ? ലോങ് ടേം സെക്യൂരിറ്റീസ്. അതിനെയാണ് നമ്മൾ ഡേറ്റഡ് സെക്യൂരിറ്റീസ് എന്ന് വിളിക്കുക. വൈൽ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇഷ്യൂസ് ഓൺലി വാട്ട്? ബോൺസ് ആർ ഡേറ്റഡ് സെക്യൂരിറ്റീസ് വിച്ച് ആർ കോൾഡ് സ്റ്റേറ്റ് ഡെവലപ്മെന്റ് ലോൺസ്. ട്രഷറി ബിൽസ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഇഷ്യൂ ചെയ്യാറില്ല. ഇറ്റ് ഈസ് സീറോ കൂപ്പൺ ഇൻസ്ട്രുമെന്റ് എന്ന് വെച്ചാൽ എന്താ? ഇൻട്രസ്റ്റ് ഇല്ല, മാസം ഇൻട്രസ്റ്റ് ഇല്ല. ഇറ്റ് ഈസ് റിഡീംഡ്. ഒരു ഡിസ്കൗണ്ട് ഉണ്ട് നമുക്ക്, അല്ലേ? അതായത് ഗവൺമെന്റ് 1000 രൂപയുടെ ട്രഷറി ബില്ല് ഇറക്കിയ ഞാനത് എങ്ങനെ മേടിക്കുന്നത്? 800 രൂപ 900 രൂപ കൊടുത്ത് മേടിക്കും. റിഡീം ചെയ്യുമ്പം അല്ലെങ്കിൽ മച്യൂരിറ്റിയിൽ എനിക്ക് ഫുൾ 1000 രൂപ കിട്ടും. അടുത്തത് ക്യാഷ് മാനേജ്മെന്റ് ബിൽസ്. Again, it is issued only by the central government. Cash management bills are short-term instruments issued by the central government to manage temporary liquidity shortages. Again, അത് short-term ആണ്. Cash management address immediate cash needs. Same thing as treasury bills. Short-term liquidity instrument ആണ് cash management bills. മെയിൻ ആയിട്ട് ഓർക്കേണ്ടത് സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്.
അടുത്തത് കൊമേഴ്ഷ്യൽ പേപ്പർ. കേട്ടിട്ടുണ്ടോ കൊമേഴ്ഷ്യൽ പേപ്പർ? എന്താണ് കൊമേഴ്ഷ്യൽ പേപ്പറിന്റെ ഫംഗ്ഷൻ? അതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്താ? വാട്ട് ഇസ് ദ മോസ്റ്റ് ക്യാച്ചി തിങ് അബൌട്ട് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്? കൊളാട്രൽ വേണ്ട. നമ്മുടെ നമ്മുടെ ട്രസ്റ്റ് അല്ലെ നമ്മുടെ ക്രെഡിറ്റ് വർത്തിനെസ് ആണ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സിന്റെ വാല്യൂ തീരുമാനിക്കുക. ഓക്കെ, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ആർ ഇഷ്യൂഡ് ബൈ ഹൈ ക്രെഡിറ്റ് വർത്തി കമ്പനീസ് ഫോർ ഷോർട്ട് ടേം മണി മാനേജ്മെന്റ് തിങ്സ്. ലോങ് ടേമിലാണെങ്കിലോ ഇതിന് പാരലായിട്ട് വേറൊരു സാധനം കൊമേഴ്ഷ്യൽ പേപ്പർ ഇസ് എ ഷോർട്ട് ടേം ഇൻസ്ട്രുമെന്റ്. ലോങ് ടേം ഇൻസ്ട്രുമെന്റ് വേറെ ഒരെണ്ണമുണ്ട്. എന്താ? ക്യാപിറ്റൽ മാർക്കറ്റ്. ഇത് മണി മാർക്കറ്റ് ആണ്. ക്യാപിറ്റൽ മാർക്കറ്റിൽ ഒരു സാധനമുണ്ട്. എന്താ? ഡിബെഞ്ചർ എന്ന് പറയും. ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. ഇപ്പൊ ഇത് ഓർത്താൽ മതി. ദീസ് ആർ അൺസെക്യൂർഡ് ഇൻസ്ട്രുമെന്റ്സ് യൂസ്ഡ് ഫോർ ഷോർട്ട് ടേം ഫണ്ടിങ്, യൂസ് ടു മീറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിസോഴ്സസ്. എന്താ വർക്കിംഗ് ക്യാപിറ്റൽ? UPC ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും. പേര് തന്നെ ഉണ്ട്. മണി, പൈസ, ദാറ്റ് ഇസ് വർക്കിംഗ് ക്യാപിറ്റൽ. സാലറി കൊടുക്കണ്ടേ? ഒരു മെഷീനറി ഉണ്ടെങ്കിൽ അതെന്താ? മേടിക്കാനുള്ള ഇപ്പം ഫ്യൂവൽ, പെട്രോൾ, ഡീസൽ, അതെല്ലാം വർക്കിംഗ് ക്യാപിറ്റലാണ്. റവന്യൂ, തീർച്ചയായിട്ടും അതെല്ലാം ധനം വേണ്ടേ എല്ലാം ഓടാനായിട്ട്. വേറെ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫാക്ടറി, ബിൽഡിങ്, അതിന്റെ മെഷീനറി. UPC ചോദിച്ചിരുന്നു ഒരു മാത്സ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഇട്ടിട്ട്. എനിക്ക് തോന്നുന്നത് 23-ലാന്ന് തോന്നുന്നു. ഒരു മാത്സ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ വന്നു. ഫാമേഴ്സ് പ്ലോ തന്നിട്ട് അത് ഫിക്സഡ് ക്യാപിറ്റൽ ആണോ വർക്കിംഗ് ക്യാപിറ്റൽ ആണോ അങ്ങനെ എന്തൊക്കെയോ ചോദിച്ചിട്ട്. ഫാമേഴ്സ് പ്ലോ എന്താ? ഫിക്സഡ് ക്യാപിറ്റൽ ആയിരിക്കും അല്ലേ? പെട്രോൾ. ഓക്കെ, ഇതിന് ട്രഷറി ബിൽസ് തീർച്ചയായിട്ടും അതൊക്കെ ലോജിക്കലാണ്. കാരണം അൺസെക്യൂർഡ് ഇൻസ്ട്രുമെന്റ് ആകുമ്പോൾ റിസ്ക് കൂടും. റിസ്ക് കൂടുമ്പം ഇൻകം എന്താവും? ഇൻകം കൂടുകയോ കുറയോ? ഇൻകം എങ്ങനെയാ പറയുന്നത്? ഞാനൊരു റിസ്ക് കൂടിയ ഒരാൾക്ക് കാശ് കൊടുക്കുമല്ലേ, അപ്പൊ അതിനെനിക്ക് എന്തെങ്കിലും എന്താ? ദാറ്റ്സ് റൈറ്റ്. അതായത് നമുക്ക് ഇപ്പൊ എനിക്ക് ഗവൺമെന്റും ഉണ്ട്, ഒരു പ്രൈവറ്റ് ഏജൻസിയും ഉണ്ട്. ഞാൻ ഗവൺമെന്റിന് കൊടുത്താൽ എനിക്ക് അവിടെ റിസ്ക് ഇല്ല, എനിക്ക് കിട്ടുന്ന ഉറപ്പാണ്. പ്രൈവറ്റ് അവന് കൊടുത്തു കഴിഞ്ഞാൽ ഐ എം നോട്ട് ഷുവർ ഇഫ് ഐ ഗെറ്റ് ഇറ്റ് ബാക്ക്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ കുറച്ച് പ്രീമിയം കൂട്ടി വയ്ക്കും. ആ റിസ്കിനൊരു ബെനിഫിറ്റ് എനിക്ക് വേണ്ടേ? ഞാനൊരു റിസ്ക് എടുക്കുമല്ലേ, എൻ്റെ അസറ്റ് വെച്ച് ഞാനൊരു റിസ്ക് എടുക്കുമല്ലേ, അതിനൊരു ഇതെനിക്ക് കിട്ടണ്ടേ, ഒരു ബെനിഫിറ്റ് കിട്ടണ്ടേ. സോ ഐ വിൽ ചാർജ് ദം എ ഹയർ പ്രീമിയം. അപ്പം കൊമേഴ്ഷ്യൽ പേപ്പർ ഇസ് അൺസെക്യൂർഡ്. അപ്പം ഞാനൊരു കമ്പനി എനിക്ക് കൊമേഴ്ഷ്യൽ പേപ്പർ തന്നു, ഞാൻ കമ്പനിക്ക് ക്യാഷ് കൊടുത്താൽ ഐ വിൽ ഗെറ്റ് മോർ മണി ദാൻ ട്രഷറി ബിൽസ്. കാരണം ട്രഷറി ബിൽസ് ഇസ് ഇഷ്യൂഡ് ബൈ ദ ഗവൺമെന്റ്, ലോ റിസ്ക് ആണ്. സിമ്പിൾ ലോജിക്കാണ്, ആലോചിച്ചാൽ മതി. അടുത്തത് കോൾ മണി മാർക്കറ്റ്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള സാധനമാണ് കോൾ മണി മാർക്കറ്റ്. എക്സ്ട്രീംലി ഷോർട്ട് ടേം ഫണ്ട്സ് വിത്ത് മച്യൂരിറ്റി ഓഫ് 1 day ഓർ, അതായത് ബാങ്ക്സ് പരസ്പരം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അവർക്ക് ഡെയിലി ക്ലോസ് ചെയ്യുമ്പം റിസർവ്സ് മീറ്റ് ചെയ്യണം. അത് ബാക്കി ട്രാൻസാക്ഷൻസ് എല്ലാം കഴിഞ്ഞ് നോക്കുമ്പം റിസർവ്സ് മീറ്റ് ചെയ്യാൻ പറ്റില്ല, എന്ന് പറ്റും, RBI പിടിക്കും. അപ്പോൾ അതുകൊണ്ട് വേറൊരു ബാങ്കിനെ വിളിച്ച് ചോദിക്കും, എടേ എനിക്ക് ഇതിനകത്ത് കുറച്ച് കാശ് വേണം, സെൻഡ് മീ മണി. അതാണ് കോൾ മണി മാർക്കറ്റ്. നാളെ തിരിച്ചു തരാം. അതാണ് കോൾ മണി മാർക്കറ്റ്. ഇതുപോലെ വേറെ കുറച്ച് സാധനം വരുന്നുണ്ട്. നോട്ടീസ് മണി ആൻഡ് ടേം മണി, 3 എണ്ണം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, കോൾ മണി ഈസ് ഓൺലി ഫോർ 1 day, ഓവർ നൈറ്റ്. രണ്ടാമത്തെ സാധനം നോട്ടീസ് മണി, സെയിം തിങ്, അപ് ടു 40 days, 14 ദിവസം വരെ ഈ പരിപാടി ചെയ്യുന്നതിനെ നമ്മൾ നോട്ടീസ് മണി എന്ന് വിളിക്കും. മോർ ദാൻ 14 days ആണെങ്കിൽ ടേം മണി എന്ന് വിളിക്കും. സിമ്പിൾ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെ ഇതുവരെ പറഞ്ഞ സാധനം എല്ലാം ക്ലിയർ അല്ലേ? സോ അത്യാവശ്യം നമ്മൾ യൂസ് ചെയ്യുന്ന മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നമ്മൾ കവർ ചെയ്തു. ഇതൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതല്ലേ? മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്. സോ ഈസി ആയിരിക്കുമല്ലോ. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? സോ നെക്സ്റ്റ് ഇസ് കൗണ്ടർ സൈക്ലിക്കൽ ഫിസിക്കൽ പോളിസി. ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഐഡിയ മാത്രമാണ്. അതായത് നമ്മുടെ ഗവൺമെന്റ് സ്ഥിരം ചെയ്യുന്ന പരിപാടികൾ, ഒരു ബിസിനസ് സൈക്കിൾ, റിസഷൻ, ബൂം എന്നൊക്കെ പറയില്ലേ, ഒരു സൈക്കിൾ റിസഷനിലാണെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? സ്പെൻഡിങ് കൂട്ടും.
സ്പെൻഡിങ് കൂട്ടുക എന്ന് ഗവൺമെന്റ് എന്ത് ചെയ്യും? എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി, സോറി ഫിസിക്കൽ പോളിസി. ഗവൺമെന്റ് കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്ത് മാർക്കറ്റിലേക്ക് പൈസ ഇറക്കുക. സോ ദാറ്റ് ഈസ് കൗണ്ടറിങ് ദി ബിസിനസ് സൈക്കിൾ അല്ലേ? റിസഷനിലേക്ക് ബിസിനസ് സൈക്കിൾ അറിയാലോ, റിസഷൻ, നോർമൽ, ബൂം, റിസഷൻ, അങ്ങനെ ഒരു ബിസിനസ് സൈക്കിൾ ഉണ്ട്. ആ സൈക്കിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അതിനെയാണ് കൗണ്ടർ സൈക്ലിക്കൽ. ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. റിസഷന്റെ സമയത്ത് അതിനെ അലൈൻ ചെയ്ത് പോളിസി ചെയ്ത് തന്നെ പറ്റും. മാർക്കറ്റിൽ നിന്ന് പൈസ എടുത്താൽ തന്നെ ചെയ്യാൻ പറ്റില്ല. റിസഷൻ വരുമ്പോൾ മാർക്കറ്റിലേക്ക് കാശ് ഇറക്കണം. ദാറ്റ് ഈസ് എ കൗണ്ടർ സൈക്ലിക്കൽ ഫിസിക്കൽ പോളിസി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐഡിയ ആണ്. അതിന് ഇങ്ങനെ ഒരു പേരുണ്ടെന്നേ ഉള്ളൂ. കാണുമ്പോൾ പേടിച്ചു പോകരുത്. കൗണ്ടർ സൈക്ലിക്കൽ ഫിസിക്കൽ പോളിസി എന്നൊന്നും പേര് മാത്രമേ ഉള്ളൂ, കാര്യമൊന്നുമില്ല. During a boom, it reduces spending and increases taxes to control demand. It aims to stabilize output, employees prices. Okay. It acts as an automatic എന്താണ് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ? കേട്ടിട്ടുണ്ടോ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ? ഒന്നുമില്ല, നമുക്ക് ഇതും ഈ പറഞ്ഞ പോലെ കൗണ്ടർ സൈക്ലിക്കൽ ഫിസിക്കൽ പോളിസിയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിനെ തന്നെ സ്റ്റെബിലൈസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ട്, ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഇല്ലാതെ തന്നെ. ഇപ്പൊ റിസഷൻ ആണെങ്കിൽ ഗവൺമെന്റ് ഇന്റർവെൻ ചെയ്യണം, ഫിസിക്കൽ പോളിസി നടത്തണം. അല്ലെങ്കിൽ ബൂം ആണെങ്കിൽ ഇൻഫ്ലേഷൻ ഒഴിവാക്കാനായിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യണം? ഫണ്ട്സ് അബ്സോർബ് ചെയ്യണം, എല്ലാം ചെയ്യണം. പക്ഷേ വർക്ക് ചെയ്യുന്ന ചില ഓട്ടോമാറ്റിക് സാധനങ്ങളുണ്ട്. എന്താ? ഇൻകം ടാക്സ്. വെരി ഗുഡ്. ഇൻകം ടാക്സ് ഫംഗ്ഷൻ ചെയ്യുന്നത് എങ്ങനെയാ? എനിക്ക് ഇൻകം കൂടിയാ ഞാൻ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങും, മാർക്കറ്റിൽ ഡിമാൻഡ് കൂടും, ഞാൻ നേരെ ടാക്സ് ബ്രാക്കറ്റ് മാറും. ഒരു പ്രോഗ്രസീവ് ടാക്സേഷന്റെ ബെനിഫിറ്റ് ആണ്. ഗവൺമെന്റ് ഒന്നും ചെയ്യണ്ട, ഞാൻ തന്നെ ടാക്സ് ബ്രാക്കറ്റിൽ മാറി, ലാർജർ പെർസെൻറ്റേജ് ഓഫ് മൈ ഇൻകം ഈസ് ഗോയിങ് ആസ് ടാക്സ്. സോ ദാറ്റ് ഈസ് ആൻ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ. കാരണം ഗവൺമെന്റ് അവിടെ ഒന്നും ചെയ്തില്ല. നമ്മുടെ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ടാക്സ് ഇലാസ്റ്റിസിറ്റി പറ്റി നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഗവൺമെന്റ് പോളിസി പരമായിട്ട് ഒന്നും ചെയ്യുന്നില്ല, ഓട്ടോമാറ്റിക്കായിട്ട് അതിനെ ഫിസിക്കൽ ഡ്രാഗ് എന്നും പറയും. ഫിസിക്കൽ ഡ്രാഗ് അതായത് ഒന്നുകിൽ ഇൻഫ്ലേഷൻ കൂടുമ്പം സാലറി കൂടുമല്ലോ, എല്ലാവരുടെയും കൂടണമല്ലോ, അങ്ങനെയാണല്ലോ പേ കമ്മീഷനൊക്കെ ചെയ്യുന്നത്, ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ചെയ്തിട്ടാണ്. ഇൻഫ്ലേഷൻ കൂടിയോണ്ട് ഞാൻ തന്നെ എൻ്റെ ടാക്സ് ബ്രാക്കറ്റ് മാറിപ്പോയി, അതിനെ നമ്മൾ ഫിസിക്കൽ ഡ്രാഗ് എന്ന് വിളിക്കും. ഓക്കെ, അത് ഈ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ ബന്ധമില്ല, പറഞ്ഞു വന്നപ്പോൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഈസ് ദാറ്റ് എ ഗുഡ് തിങ് ഓർ എ ബാഡ് തിങ്? ഫോർ മീ ദാറ്റ് ഇസ് എ ബാഡ് തിങ്. ബിക്കോസ് ഞാൻ ഇൻഫ്ലേഷൻ കൂടുതലുകൊണ്ടാണ് എനിക്ക് സാലറി കൂടി പോയത്. എൻ്റെ മണിയുടെ റിയൽ വാല്യൂവിന് മാറ്റമൊന്നുമില്ല. ഇൻഫ്ലേഷൻ 100 രൂപയ്ക്ക് ഇപ്പോഴും മാർക്കറ്റിൽ പോയാൽ 100 രൂപയ്ക്ക് 100 രൂപ കൊടുത്താൽ 100 രൂപയുടെ സാധനം കിട്ടില്ല, ഇൻഫ്ലേഷൻ കാരണം. ഓക്കെ, അപ്പം എൻ്റെ പൈസയുടെ റിയൽ വാല്യൂ, എൻ്റെ സാലറി കൂടുന്നുണ്ട്, 100, 150, 200 വെച്ച് കൂടി പോകുന്നുണ്ട്. ബട്ട് ദാറ്റ് ഇസ് ഹാപ്പനിങ് ഡ്യൂ ടു ഇൻഫ്ലേഷൻ. സാലറി കൂടുമ്പോൾ എൻ്റെ ഇൻകം ബ്രാക്കറ്റ് മാറി അല്ലേ? എൻ്റെ ഇൻകം ഇൻഡെക്സ് സ്ലാബ് അങ്ങനെയാണ്, 4 lakhs, 6 lakhs, 12 lakhs, 15 lakhs. അപ്പം 11.99 lakhs സാലറി മേടിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇൻഫ്ലേഷൻ മൂലം 12 lakhs ബ്രാക്കറ്റിലേക്ക് പെട്ടു. നേരെ സ്ലാബ് മാറി, എൻ്റെ സാലറിയുടെ വലിയൊരു പെർസെൻറ്റേജ് ഗവൺമെന്റ് മേടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി. അത് ആക്ച്വലി എനിക്ക് ദോഷം ചെയ്യത്തേ ഉള്ളൂ, ബിക്കോസ് റിയൽ വാല്യൂവിന് മാറ്റമൊന്നുമില്ല. സോ ദാറ്റ് ഇസ് ഫിസിക്കൽ ഡ്രാഗ്. സോ അതാണ് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ. മനസ്സിലായല്ലോ? പോളിസി ഇന്റർവെൻഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഓൾറെഡി ഉള്ള കാര്യങ്ങൾ അതിന്റെ ജോലി ചെയ്യുന്നു. ദാറ്റ് ഇസ് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ. ഇൻകം ടാക്സ് ആണ് അതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ, ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് ഇസ് ക്രൗഡിങ് ഔട്ട് എഫക്ട്. കേട്ടിട്ടുണ്ടോ ക്രൗഡിങ് ഔട്ട് എഫക്ട്? എന്താണ്? ഗവൺമെന്റിന്റെ സ്പെൻഡിങ് കൂടുമ്പോൾ എങ്ങനെയാ പ്രൈവറ്റിന്റെ പൈസ ഇല്ലാണ്ട് പോകുന്നത്? അതായത് ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇൻ റിയാലിറ്റി ബോറോയിങ് കൂട്ടുകയാണ്. പെട്ടെന്ന് ഗവൺമെന്റിന് അങ്ങനെ ഇൻകം ഒന്നും കൂടാൻ വഴിയില്ല. സോ കൂടുതൽ സ്പെൻഡ് ചെയ്യണം, എന്ത് ചെയ്യണം? കൂടുതൽ ബോറോ ചെയ്യണം. അപ്പൊ ഗവൺമെന്റ് കൂടുതൽ ബോറോ ചെയ്യുമ്പോൾ മാർക്കറ്റിൽ എന്ത് പറ്റും? കാരണം ആൾക്കാർക്ക് കൂടുതൽ ഗവൺമെന്റിന് കൊടുക്കാനാണ് താല്പര്യം. അതിന് ഗ്ലിറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ് ആണ് അറിയപ്പെടുന്നത് തന്നെ, ബിക്കോസ് ഇറ്റ് ഈസ് ഓൾവേസ് സേഫ്. അപ്പോൾ ഗവൺമെന്റ് കൂടുതൽ ബോറോ ചെയ്യുമ്പോൾ ആൾക്കാർ ഗവൺമെന്റിന് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. പ്രൈവറ്റ് ഫിനാൻസേഴ്സിന് ക്ഷാമം വരാൻ തുടങ്ങും. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇപ്പം ഞാൻ ഗവൺമെന്റിന് 10 രൂപ ഇൻട്രസ്റ്റിലായിരിക്കും കൊടുക്കുന്നത്. പ്രൈവറ്റ് ഫിനാൻസർ എൻ്റെ അടുത്ത്, ഇൻവെസ്റ്റർ എൻ്റെ അടുത്ത് പറയും ഞാൻ 12 തരാം, എനിക്ക് താ എന്ന് പറയും. അപ്പം അവിടെ മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടാൻ തുടങ്ങി. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ്
കുറേ ആയി കഴിയുമ്പോൾ ഇവർക്ക് ഫണ്ട് പറ്റാണ്ടാവും, ഇൻട്രസ്റ്റ് കൊടുത്തൊന്നും അങ്ങനെ അധികം മേടിക്കാൻ പറ്റില്ല. സോ അങ്ങനെ അവരുടെ ഇൻവെസ്റ്റ്മെന്റ്സ് കുറയും, ദേ വിൽ ഗോ ഔട്ട് ഓഫ് ദ മാർക്കറ്റ്. അതാണ് ക്രൗഡിങ് ഔട്ട് എഫക്റ്റ്. നെക്സ്റ്റ് ഇസ് ലിക്വിഡിറ്റി ട്രാപ്പ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് വി ഹാവ് എ റിസഷൻ, വി ഹാവ് എ കേസ് ഓഫ് റിസഷൻ. മാർക്കറ്റിൽ ഒരു എക്കണോമിക് ആക്ടിവിറ്റി ഒന്നും കാര്യമായിട്ട് നടക്കുന്നില്ല, ബട്ട് ഗവൺമെന്റ് ഈസ് ട്രൈങ് ടു ഇന്റർവീൻ. റിപ്പോ റേറ്റ് കുറച്ച് ചൈനയുടെ പ്രശ്നം അതാണ്. ചൈനയിൽ ഇതാണ് സംഭവിക്കുന്നത്. ചൈനയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സാധനം ഇല്ല, അവിടെ ഗ്രോത്ത് വളരെ കുറവാണ്. ഓക്കെ, ഇൻഫ്ലേഷൻ കാര്യം ഇൻഫ്ലേഷൻ പ്രശ്നമാണെങ്കിലും വി നീഡ് സം എമൗണ്ട് ഓഫ് ഇൻഫ്ലേഷൻ ഇൻ ദ മാർക്കറ്റ്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, 0% ഇൻഫ്ലേഷൻ ഒരു എക്കണോമിക്കും ഗ്രോ ചെയ്യാൻ പറ്റില്ല. ഗ്രോത്ത് വേണ്ടേ, അതിന് കുറച്ച് എമൗണ്ട് ഓഫ് ഇൻഫ്ലേഷൻ വേണം. ഇപ്പൊ ചൈനയിൽ ഇപ്പം ഒരു ലിക്വിഡിറ്റി ട്രാപ്പിന്റെ ഇഷ്യൂ ഉണ്ട്. അതായത് ദെയർ ഇൻട്രസ്റ്റ് റേറ്റ്സ് ആർ വെരി ലോ, ക്ലോസ് ടു 0, എന്നിട്ടും എക്കണോമിക് ഗ്രോത്ത് ഇല്ല. നമ്മൾ നേരത്തെ ഹെലികോപ്റ്റർ മണിയുടെ കാര്യം പറഞ്ഞില്ലേ, ഏകദേശം ആ അവസ്ഥയൊക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥ. ദാറ്റ് ഈസ് ലിക്വിഡിറ്റി ട്രാപ്പ്. A situation where interest rates are very low and savings are high. ആൾക്കാർ സ്പെൻഡ് ചെയ്യണല്ലോ, ദേ ഹാവ് ഇൻകം. എൻ്റെ കയ്യിൽ സേവിങ്സ് ഇഷ്ടം പോലെ ഉണ്ട്, ഞാനത് എൻ്റെ കൈ കാശ് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, ഞാൻ മാർക്കറ്റ് ഇറക്കിയാലല്ലേ ഗുണമുള്ളൂ, എല്ലാവർക്കും ഗുണമുള്ളൂ. സോ സേവിങ്സ് ഉണ്ട്, എൻ്റെ കയ്യിലുണ്ട്, ബട്ട് ഐ എം നോട്ട് സ്പെൻഡിങ്. Monetary policy becomes ineffective in stimulating demand, and people prefer holding cash instead of investing or lending. Yeah. സേവിങ്, അതെ അതെ അതെ, അത് പേഴ്സണലി നമുക്ക് പറയാൻ പറ്റില്ല, ബട്ട് ഓൺ എ സൊസൈറ്റി സ്കെയിൽ, ഒരു എക്കണോമിക് സ്കെയിലിൽ പറയുമ്പോൾ സേവിങ് ഈസ് എ നെഗറ്റീവ് തിങ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ സേവിങ് എന്ന് പറയുമ്പം ക്യാഷ് ആയിട്ടോ ഗോൾഡ് ആയിട്ടോ ഒക്കെ കയ്യിൽ മേടിച്ച് വെക്കുന്നത് ഈസ് ഓൾവേസ് എ നെഗറ്റീവ് തിങ്. അത് നമുക്കും ദോഷമാണ്, എക്കണോമിക്കും ദോഷമാണ്. കാരണം ആർക്കും ഗുണമില്ല. ഞാനൊരു 50,000 രൂപ എടുത്ത് വെച്ച് എൻ്റെ പോക്കറ്റിൽ വെച്ചാൽ എന്താ കാര്യം? ഒരു കാര്യമില്ല. നേരെ മറിച്ച് എനിക്കത് ബാങ്കിലിടാം, ഇൻവെസ്റ്റ് ചെയ്യാം, ഫിക്സഡ് ഡെപ്പോസിറ്റിലോ ഈവൻ സേവിങ്സ് ഡെപ്പോസിറ്റ് ഇട്ടാലും മതി. ദാറ്റ് സം സോർട്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ചെറിയൊരു ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ. വി ഹാവ് ടു ഡു സംതിങ് വിത്ത് ദാറ്റ്. സേവ് ചെയ്ത് വീട്ടിൽ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ആർക്കും ഒരു ഗുണമില്ലാണ്ട് പോകും പൈസ. സോ ദാറ്റ് ഇസ് എ വെരി ബാഡ് തിങ് ആക്ച്വലി. പിന്നെ സേവിങ്സ് വേണം. സേവിങ്സ് വേണം എന്ന് പറയുമ്പം ഇൻവെസ്റ്റ്മെന്റ്സിന് സേവിങ്സ് വേണം. ലൈക്ക് നമുക്ക് കിട്ടുന്ന പൈസ എല്ലാം സ്പെൻഡ് ചെയ്തിട്ടിരുന്ന എന്താ അവസ്ഥ? നമുക്ക് പിന്നെ വേറെ സ്റ്റോക്ക് മേടിക്കാനോ ഒന്നും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അപ്പൊ ഈ സ്റ്റോക്ക് മാർക്കറ്റും കമ്പനികളും ഒക്കെ ഓടുന്നത് എങ്ങനെയാ? നമ്മുടെ സേവിങ്സ് മൊബിലൈസ് ചെയ്തിട്ടാണ്. സേവിങ്സ് വേണോന്ന് ചോദിച്ചാൽ വേണം. വി ഹാവ് ടു മേക്ക് മണി, അറ്റ് ദ സെയിം ടൈം വി ഹാവ് ടു ഇൻവെസ്റ്റ് ഇറ്റ് ഓൾസോ. ആ ഒരു സൈക്കിൾ ബാലൻസ് ചെയ്യണം. ഓക്കെ, ക്ലിയർ അല്ലേ? എങ്ങനെ സ്റ്റേറ്റ്മെന്റ് വന്നാല്? ഓക്കെ, ഡിപ്പെൻസ് ഓൺ ദ സിറ്റുവേഷൻ. കാര്യം മനസ്സിലായില്ലേ? സേവിങ്സിന് പ്രശ്നങ്ങളുണ്ട്. സേവിങ്സ്, ഓക്കെ. ലിക്വിഡിറ്റി ട്രാപ്പോ? ഒന്നുമില്ല, സിമ്പിളാണ്. അതായത് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ വി ഹാവ് എ കേസ് ഓഫ് റിസഷൻ. റിസഷൻ ഉണ്ടെന്ന് മാർക്കറ്റ് പല കാരണങ്ങൾ കൊണ്ട് ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നില്ല. എക്കണോമിക് സൈക്കിൾ, ഒരു എക്കണോമിക് സൈക്കിൾ ഉണ്ടാവണം. ഒരു എക്കണോമിക് ഗ്രോ ചെയ്യണമെങ്കിൽ പീപ്പിൾ ഹാവ് ടു സ്പെൻഡ്. അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ പറഞ്ഞ പോലെ പൈസ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, പീപ്പിൾ ഹാവ് ടു സ്പെൻഡ്. അപ്പൊ പല കാരണങ്ങൾ കൊണ്ട് റിസഷൻ ഉണ്ടാവാം. ഒന്നുകിൽ ഒരു ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നിട്ട് റിസഷൻ വന്നു, അല്ലെങ്കിൽ പീപ്പിൾ ആർ നോട്ട് സ്പെൻഡിങ്. അവർ ഫോർകാസ്റ്റ് ചെയ്യുവാണ്, ഓക്കെ ഒരു റിസഷൻ വരാൻ ചാൻസ് ഉണ്ട്, ഞാൻ കയ്യിലിരിക്കുന്നതൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും, സോ ഐ വിൽ പ്ലേ സേഫ് സൈഡ് എന്ന് പറഞ്ഞ ആൾക്കാർ ഇരിക്കുന്നു. ദാറ്റ് ഈസ് വൺ കേസ്. അനദർ കേസ് ഇസ് ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ്. ബാങ്കുകളൊക്കെ പൊട്ടുന്നു, മുഴുവൻ പ്രശ്നങ്ങളാണ്, യുദ്ധം ഒരു സൈഡിൽ, ഫിനാൻഷ്യൽ ക്രൈസിസ് വേറൊരു സൈഡിൽ. സോ ദർ ഇസ് എ റിസഷൻ ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റ് ഗ്രോ ചെയ്യുന്നില്ല, ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നില്ല, ബിസിനസ്സുകളൊക്കെ മോശം.
അപ്പോൾ ഈ സമയത്തല്ലേ ബാങ്ക്സ് ഇടപെടേണ്ടത്. ഇൻട്രസ്റ്റ് റേറ്റ്സ് കുറയ്ക്കുന്നു, നിങ്ങൾ കൂടുതൽ ലോൺ എടുക്കുക. കുറച്ച് ഇൻട്രസ്റ്റ് അല്ലേ ഉള്ളൂ, കൂടുതൽ ലോൺ എടുക്കുക, സ്പെൻഡ് ചെയ്യുക, ബിസിനസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ബിസിനസ് ചെയ്യുമ്പോഴല്ലേ ആ സൈക്കിൾ വീണ്ടും കണക്റ്റ് ആയിട്ട് വരുള്ളൂ അല്ലേ. ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി റിസഷനിൽ കിടക്കുന്നു, ബാങ്ക്സ് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച്, നിങ്ങൾ ലോൺ എടുക്കുമെന്ന് പറയുന്നു, ആരും എടുക്കുന്നില്ല. 5% ഇൻട്രസ്റ്റ്, 4% ഇൻട്രസ്റ്റ്, ഒന്നും വേണ്ട, ഇൻട്രസ്റ്റ് 0%, എനിക്ക് ഇൻട്രസ്റ്റ് തരണ്ട, കാശ് എടുത്തുകൊണ്ട് പൊക്കോ എന്ന് പറഞ്ഞിട്ടും ആൾക്കാർ ചെയ്യാത്തൊരവസ്ഥ ഉണ്ട്, പലയിടത്തും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ജപ്പാനിലൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് ഇസ് വെരി ലോ. പക്ഷെ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ, ജാപ്പനീസുകാരല്ല, പുറത്തെ ആൾക്കാർ അവിടെ പോയി ലോൺ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ എക്കണോമിക് സർവേയിൽ കണ്ടു, ജാപ്പനീസ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നതൊക്കെ കണ്ടു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴും ബാങ്ക്സും ഗവൺമെൻറ്റും ഗവൺമെൻറ് ഫിസ്ക്കൽ പോളിസി ചെയ്യുന്നു, ബാങ്ക്സ് മോണിറ്ററി പോളിസി ചെയ്യുന്നു, എന്ത് ചെയ്തിട്ടും മാർക്കറ്റിനെ റിവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. ഐദർ പീപ്പിൾ ആർ നോട്ട് സ്പെൻഡിങ്, they are still saving it, or people are not taking loans. ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൊടുക്കുന്നത് എന്തിനാ? ലോൺ എടുക്കാൻ വേണ്ടിയിട്ട്. ലോൺ എടുത്താലല്ലേ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യത്തുള്ളൂ, സ്പെൻഡ് ചെയ്താലല്ലേ ഉള്ളൂ ബിസിനസ്സുകൾ ഓടത്തുള്ളൂ, ശരിയല്ലേ? ഞാൻ ലോൺ എടുത്ത് സ്പെൻഡ് ചെയ്താലല്ലേ എൻ്റെ എംപ്ലോയീസിന് സാലറി ഉള്ളൂ, സാലറി ഉണ്ടല്ലോ അവര് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുകയുള്ളൂ, ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാലല്ലേ അവിടുത്തെ എംപ്ലോയീസിന് സാലറി ഉള്ളൂ. സൈക്കിൾ, ആ സൈക്കിൾ ഇവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, എന്ത് ചെയ്തിട്ടും. ദാറ്റ് ഇസ് എ ലിക്വിഡിറ്റി ട്രാപ്പ്. ട്രാപ്പിൽ പെട്ട് കിടക്കാം. somehow we have to come out of it. അന്നേരമാണ് നേരത്തെ പറഞ്ഞ എക്സ്ട്രീം കേസസ്, ഹെലികോപ്റ്റർ മണി, എല്ലാവരുടെയും പോക്കറ്റിലോട്ട് കാശ് എടുത്തു പോയി സ്പെൻഡ് ചെയ്തോന്ന് പറയാം. ഡിമാൻഡ് മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് കുറയും. ദാറ്റ് ഇസ് ലിക്വിഡിറ്റി ട്രാപ്പ്, അത്രേ ഉള്ളൂ. ഹൗ ടു കം ഔട്ട് ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ ചൈന വർഷങ്ങളായിട്ട് ട്രാപ്പിൽ കിടക്കുക, ദേ ആർ നോട്ട് ഏബിൾ ടു കം ഔട്ട്. അങ്ങനെ ജനങ്ങൾ വിചാരിക്കണം ദാറ്റ് ഐ ഡോണ്ട് ഹാവ് ടു സ്പെൻഡ്, I don't have to save, I have to spend some money, I have to do some businesses. It is very difficult to come out of that trap. അത് ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ല, അതാണ് പ്രശ്നം. ഗവൺമെന്റിന് ചെയ്യാമെന്നല്ല അവർ ചെയ്യുന്നുണ്ട്, ലാസ്റ്റ് ആൾക്കാരുടെ കയ്യിൽ ക്യാഷ് വെച്ചു കൊടുക്കുന്നുണ്ട്, വെറുതെ കൊണ്ട് ചെലവാക്കിക്കോളാം, എന്നിട്ടും പുറത്തേക്ക് വരുന്നില്ല മാർക്കറ്റിൽ. ദാറ്റ് ഇസ് എ വെരി ഡിഫിക്കൽട്ട് തിങ് ടു കം ഔട്ട്. അതെ അതെ അതെ, ഇൻട്രസ്റ്റ് റേറ്റ് ആൾക്കാർ ഡെപ്പോസിറ്റ്, ഇപ്പൊ സേവിങ്സ് ബാങ്കിൽ അല്ല, അങ്ങനെയല്ല. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല, ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുക എന്ന് പറഞ്ഞാൽ ലോൺ എടുക്കുന്നതിൻ്റെയും ഇത് കൂടും. ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയാൽ എനിക്ക് FD ഇടാനായിട്ട് എനിക്ക് കുറച്ചുകൂടെ താല്പര്യം വരും, അത് ശരിയാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് പീപ്പിൾ വിൽ ഡു ഇറ്റ്. മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ എക്കണോമിയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ലോണുകൾ പോകുമ്പോഴാണ്. ഗവൺമെന്റിന്റെ കയ്യിലിരിക്കുന്ന പൈസ ഇറക്കുക, ഞാൻ FD ഇട്ടാലേ ബാങ്കിന് അതെടുത്ത് ലോൺ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ RBI ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചാലും ബാങ്കുകളുടെ കയ്യിൽ പൈസ വേണ്ടേ? സോ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചുകൊണ്ട് കൊണ്ടുവരിക. അപ്പം ബിസിനസ്സുകാർ കൂടുതൽ, ഇപ്പം സേവിങ്സ് ആൾക്കാർ കയ്യിൽ പൈസ കൊണ്ട് വെച്ചുകൊണ്ടിരിക്കുന്നവരും അത്ര കോമൺ ആയിട്ടുള്ള കാര്യമല്ല. മോർ ദാൻ ടേക്കിംഗ് ലോൺസ്, ആൾക്കാർക്ക് ലോൺ കൂടുതൽ എടുക്കുന്നതായിരിക്കും പ്രിയം. അതാണ് ചെയ്യേണ്ടത്. കാരണം നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ ഉപയോഗിക്കുന്ന, എക്കണോമിക്കലി നോക്കിയാൽ നമുക്കൊരു കാറ്, 10 ലക്ഷം രൂപയുടെ കാറ് മേടിക്കണമെങ്കിൽ 10 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ട്, അതോ 10 ലക്ഷം രൂപ ലോൺ എടുത്ത് മേടിക്കുമോ? വിച്ച് ഷുഡ് ബി എക്കണോമിക്കലി കറക്റ്റ്? ലോൺ എടുത്ത് മേടിക്കണം. കാരണം ലോൺ എടുത്തു കഴിഞ്ഞാൽ 8.7% ഇപ്പോൾ കാർ ലോൺ ഇൻട്രസ്റ്റ് ഉള്ളൂ, അത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിലുള്ള പൈസ ഞാൻ പ്രൈവറ്റ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 10, 12, 13% റിട്ടേൺ എനിക്ക് കിട്ടും, ഫിനാൻസ് അറിയാവുന്ന ഒരാൾ ചെയ്യുവാണെങ്കിൽ. അതുകൊണ്ടാണ് ക്യാപിറ്റൽ ഇറക്കി ചെയ്യാതെന്ന് പറയുന്നത്. സെയിം തിങ് ഹാപ്പൻസ് ഹിയർ. യു ഹാവ് യുവർ സേവിങ്സ്, പീപ്പിൾ ആർ മോർ ഇൻട്രസ്റ്റഡ് ടു ടേക്ക് ലോൺസ്, പീപ്പിൾ ആർ നോട്ട് ടേക്കിംഗ് ദ ലോൺസ് ഈവൻ ആഫ്റ്റർ ദ ഇൻട്രസ്റ്റ് റേറ്റ് ഇസ് ഗോയിങ് ഡൗൺ. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി വയ്ക്കാൻ പറ്റത്തില്ല, കൂട്ടി വെച്ചാൽ എന്തായാലും ആൾക്കാർ ലോൺ എടുക്കത്തില്ല. വി ഹാവ് ടു എൻകറേജ് ദം, സ്റ്റിൽ ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ്. അതാണ് ലിക്വിഡിറ്റി ട്രാപ്പ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ഇസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇതൊരു മാക്രോ എക്കണോമിക് കൺസെപ്റ്റ് ആണ്. ഇതുമായിട്ടൊന്നും കണക്ഷൻ ഇല്ല കേട്ടോ, നമ്മുടെ മണി മാർക്കറ്റുമായിട്ടൊന്നും കണക്ഷൻ ഇല്ല. ചിലപ്പം പലയിടത്തും ചോദിച്ച് കണ്ടിട്ടുണ്ട് പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും. വാട്ട് ഇസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? ഡിമാൻഡിന്
രണ്ട് രീതിയിൽ പ്രവർത്തിക്കാം. ഇറ്റ് ക്യാൻ ബി ഐദർ ഇലാസ്റ്റിക് ഓർ ഇൻഇലാസ്റ്റിക്. ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സാധനത്തിൻ്റെ വില കൂട്ടി, വില കൂട്ടുമ്പം അതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു. എക്സാമ്പിൾ എന്താ? വില കൂട്ടുമ്പോൾ ഡിമാൻഡ് കുറയുന്ന ഒരു സാധനത്തിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. അല്ല, ആ ഒരു ഗുഡ് പറ. ആ ഈസി. ടി വി ഫോർ എക്സാമ്പിൾ, ടി വിയുടെ വില അമിതമായി കൂടിപ്പോയി. ഇപ്പോൾ LED TV സ്പെസിഫിക് ആയിട്ട് പറയാം, വില കൂടിപ്പോയി കഴിഞ്ഞാൽ ഞാനത് മേടിക്കുമോ? കാരണം വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് സിസ്റ്റം പോലെ ഉണ്ട്. ചെറിയ സാധാരണ LCD TVകളുണ്ട്, CRT TVകളുണ്ട്. CRT ഇല്ലാതെ പോയി. സോ വി ക്യാൻ സേ ദാറ്റ് ഡിമാൻഡ് ഓഫ് ദാറ്റ് TV ഈസ് ഇലാസ്റ്റിക്. കാരണം വില കൂടിയാൽ ഡിമാൻഡ് കുറയാൻ ചാൻസ് ഉണ്ട്. ഡിമാൻഡ് കൂടും, ഡിമാൻഡ് കുറയും. ഇലാസ്റ്റിക്. കുക്കിംഗ് ഗ്യാസ് ഫോർ എക്സാമ്പിൾ, എന്താ അവസ്ഥ? വില എത്ര കൂടിയാലും മേടിച്ചല്ലേ പറ്റുള്ളൂ, അല്ലേ? അത് ഇലാസ്റ്റിക് ആണോ? അപ്പോൾ ദാറ്റ് ഇസ് ഇൻഇലാസ്റ്റിക്. അപ്പോൾ അതാണ് ഇലാസ്റ്റിക് ഡിമാൻഡും ഇൻഇലാസ്റ്റിക് ഡിമാൻഡും. അത്രേ ഉള്ളൂ ഇലാസ്റ്റിക് ഡിമാൻഡിൻ്റെ കൺസെപ്റ്റ്. അത് പല ടൈപ്പ് ഓഫ് ഇലാസ്റ്റിക് ഡിമാൻഡ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഒന്നുമില്ല, ഡിമാൻഡിനെ പ്രൈസ് അഫക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, ഓക്കെ, ഇറ്റ് മെഷേഴ്സ് ദ റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ടു ചേഞ്ച് ഇൻ പ്രൈസ്. അതായത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് മാറുന്നതനുസരിച്ച് ഡിമാൻഡ് മാറുന്നുണ്ടോ? ഇപ്പോൾ പറഞ്ഞുതരാം, കുക്കിംഗ് ഗ്യാസിൻ്റെയും TVയുടെയും കേസ്. പ്രൈസ് മാറിയപ്പം ഒരു സാധനത്തിൻ്റെ ഡിമാൻഡ് കൂടുകയും കുറയുകയും ചെയ്യുന്നു, ഒരു സാധനത്തിൻ്റെ ഡിമാൻഡ് എന്താ കുറയുന്നില്ല. എന്തിൻ്റെ? കുക്കിംഗ് ഗ്യാസിൻ്റെ കുറയുന്നില്ല. സോ ദാറ്റ് ഇസ് ഇൻഇലാസ്റ്റിക്. ദി അതർ വൺ ഈസ് ഇലാസ്റ്റിക്, ദാറ്റ് ഇസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. നെക്സ്റ്റ് വൺ ഈസ് സോറി, അതെൻ്റെ സ്ലൈഡിലില്ല. നെക്സ്റ്റ് വൺ ഈസ് ഇൻകം ഇലാസ്റ്റിസിറ്റി. ഓക്കെ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അവർ ഇൻകം. ഇൻകം കൂടുമ്പോൾ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും ഇൻകം കുറയുമ്പോൾ ഒഴിവാക്കുന്ന കുറച്ച് കാര്യങ്ങളും. ഫോർ എക്സാമ്പിൾ ലക്ഷറി ഗുഡ്സ് അതിൻ്റെ ഒന്നാമത്തെ എക്സാമ്പിളാണ്. എനിക്ക് ഒരുപാട് ഇൻകം ഉണ്ടെങ്കിൽ ഞാൻ മെഴ്സഡീസ് ബെൻസ് മേടിക്കും. എനിക്ക് ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മേടിക്കില്ല. ദാറ്റ് ഇസ് ഇൻകം ഇലാസ്റ്റിസിറ്റി. പിന്നെ ഒന്നുകൂടെ ഉള്ളത് ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയും. ക്രോസ് ഇലാസ്റ്റിസിറ്റി, നമ്മളിപ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി കണ്ടു, ഇൻകം ഇലാസ്റ്റിസിറ്റി കണ്ടു. രണ്ടും ക്ലിയർ അല്ലേ? ഈസി അല്ലേ? സിമ്പിൾ കൺസെപ്റ്റ്സ് അല്ലേ? തേർഡ് വൺ ഇസ് ക്രോസ് ഇലാസ്റ്റിസിറ്റി. അതായത് രണ്ട് ഐറ്റം, ഓക്കെ, ഒന്നിൻ്റെ വില കൂടുമ്പം അത് മറ്റേതിൻ്റെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യും. രണ്ടും ചിലപ്പോൾ ഒന്നിച്ച് ഉപയോഗിക്കുന്നതാവാം, ചിലപ്പം ഒന്നിൻ്റെ കോംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാവാം. എക്സാമ്പിൾ പറയാൻ പറ്റും? ചായയും പഞ്ചസാരയും. നല്ല എക്സാമ്പിളാണ്. ശരിക്കും നല്ല എക്സാമ്പിളാണ്. ഓൺലൈൻ എന്തെങ്കിലും പറയാനുണ്ടോ? ചായയും പഞ്ചസാരയോ? ഗുഡ്. ഫോണും കവറും ശരിയാവോ? കവറിൻ്റെ വില കൂടിയാൽ നമ്മൾ ഫോൺ ഉപയോഗിക്കാണ്ടിരിക്കുമോ? That is not exactly ബ്രെഡും ജാമും. ശരിയാണ്, ബ്രെഡും ജാമിൻ്റെ വില കൂടിയ അതിനകത്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അതിനകത്ത് ഇഷ്യൂ ഞാൻ പറഞ്ഞുതരാം. കറക്റ്റ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ കറക്റ്റ് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീ ആൻഡ് കോഫി എടുക്കുക. ടീ ആൻഡ് കോഫി സ്ഥിരമായിട്ട് ടീയോ ബിവറേജസ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ ടീയുടെ വില കൂടിയാൽ എന്ത് ചെയ്യും? ഞാൻ കോഫിയിലോട്ട് മാറും. ഓക്കെ, ദാറ്റ് ഇസ് വൺ എക്സാമ്പിൾ. കാറും പെട്രോളിൻ്റെ വില ഭയങ്കരമായിട്ട് കൂടുവാണെങ്കിൽ ഞാൻ ഒന്നീ കാർ മേടിക്കുന്ന ഒഴിവാക്കും, അല്ലെ കാർ ഉപയോഗിക്കുന്നത് നിർത്തും, അല്ലെ ഇലക്ട്രിക്കിലോട്ട് പോകും. ശരിയാണ്. പെട്രോൾ ഉപയോഗിക്കുന്ന വണ്ടി ഞാൻ മേടിക്കില്ല, ഇലക്ട്രിക്കിന് പെട്രോൾ ഇല്ലല്ലോ. അതാണ് ഐഡിയ. ഓക്കെ, നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് മറ്റേ ഇപ്പം
ചായയും പഞ്ചസാരയും അല്ലേ? അതിനെ ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് വിളിക്കാൻ പാടാ. നമ്മൾ ക്രോസ് ഇലാസ്റ്റിറ്റി എന്ന് പറയുമ്പം ഒരു സാധനത്തിന്റെ പ്രൈസിൽ വരുന്ന മാറ്റം ഏറ്റവും വലിയ അഫക്ട് ദി കൺസംഷൻ. ശരിയാ യു ആർ റൈറ്റ്. അത് പറ്റും യാ. സോ അതാണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി. ഐഡിയ ക്ലിയർ ആയില്ലേ? അപ്പം പ്രൈസ് ഇലാസ്റ്റിസിറ്റി നമ്മൾ കണ്ടു, ഡിമാൻഡ് എന്നാ പറ്റി? ഓക്കെ അല്ലേ? ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി കണ്ടു, ക്രോസ് ഇലാസ്റ്റിസിറ്റിയും കണ്ടു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ബാക്ക് 2 സ്ലൈഡ് മിസ്സായിട്ടുണ്ട് എന്തായാലും. So next is Indian financial system, capital market. മണി മാർക്കറ്റ് പോലെ അത്ര ഈസി അല്ല. പഠിച്ചിട്ടുണ്ട് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്. കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മുടെ മണി മാർക്കറ്റ് പോലെ അത്ര സിമ്പിൾ അല്ല. എല്ലാം അല്ല, ചില ഇപ്പോൾ ഡെറിവേറ്റീവ്സിലോട്ടൊക്കെ വരുമ്പം ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ എന്നൊക്കെ പറഞ്ഞങ്ങ് പോവും. ഐഡിയ മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, so capital market, we know the market for long term funds with maturity more than 1 year, channel savings into productive investments. ഇവിടെയാണ് പ്രൈമറി മാർക്കറ്റ്. ഇത് മനസ്സിലായില്ലേ? പ്രൈമറി മാർക്കറ്റ് ഉണ്ട്, മനസ്സിലായിരുന്നു? ബാക്ക് സൈഡ് മനസ്സിലായോ? എല്ലാം ക്ലിയർ അല്ലേ? പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ്, കമ്പനീസ്, ഗവൺമെന്റ്സ്, ഇൻവെസ്റ്റേഴ്സ്, പാർട്ടിസിപ്പൻസ്. UPSC പ്രിലിംസ് ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, ക്യാപിറ്റൽ മാർക്കറ്റിൽ ആർക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, helps in capital formation and economic growth regulated by SEBI in India. So എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് എല്ലാവർക്കും അറിയാം. So we will see different capital market instruments. So first one is equity share. നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധനം തന്നെയാണ് ഈക്വിറ്റി ഷെയർ. എന്താണ്? സ്റ്റോക്ക് മാർക്കറ്റ്. നമ്മളൊരു കമ്പനിയുടെ സ്റ്റോക്ക് മേടിക്കുന്നു, സ്റ്റോക്കിന്റെ വില കൂടുമ്പം ലാഭം വരുന്നു, വില കുറയുമ്പം കയ്യിൽ നിന്ന് കാശ് പോകുന്നു. സോ ദാറ്റ് ഇസ് ഈക്വിറ്റി ഷെയർ. സോ നമുക്ക് അതുപോലത്തെ 2 ടൈപ്പ് സാധനങ്ങളുണ്ട് കേട്ടോ. ഒന്ന് ഈക്വിറ്റി ഷെയറും, 2 പ്രിഫറൻസ് ഷെയറും. ഓക്കെ, ഈക്വിറ്റി ഷെയർ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ് വിൽ റെപ്രസെന്റ് ദി ഓണർഷിപ്പ് ഇൻ എ കമ്പനി. ഞാൻ റിലയൻസിന്റെ ഒരു ഷെയർ മേടിച്ചു കഴിഞ്ഞാൽ ഐ എം ഓണർ ഓഫ് റിലയൻസ്, ഐ മീൻ സം പാർട്ട് ഓഫ് ഇറ്റ്. ഷെയർ ഹോൾഡേഴ്സ് ഹാവ് ദ വോട്ടിംഗ് റൈറ്റ്സ്. ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട് കമ്പനിയിൽ, ഓർത്ത് വയ്ക്കുക, ആവശ്യം വരും. റിട്ടേൺസ് ടു ഡിവിഡൻസ്. ഓക്കെ, ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻസ് വേണമെങ്കിൽ കൊടുത്താൽ മതി. കമ്പനിക്ക് കൊടുക്കണം എന്ന് തോന്നുവാണെങ്കിൽ കൊടുക്കാം, കൊടുത്തില്ലേലും ആരും ചോദിക്കത്തില്ല. ഓക്കെ, ഡിവിഡൻസ് കിട്ടാം. ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് വെച്ചാൽ എന്താ? എൻ്റെ ഷെയർ ആണ് ക്യാപിറ്റൽ, ഷെയറിന്റെ വാല്യൂ കൂടി, ദാറ്റ് ഇസ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ. ഓക്കെ, ഹൈ റിസ്ക് റിട്ടേൺ. ശരിയാണ്, ഹൈ റിസ്ക് ആണല്ലോ ഇക്വിറ്റി ഷെയർ. ഒരു കമ്പനി മേടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊട്ടുന്നോ അല്ലെങ്കിൽ മാർക്കറ്റ് എങ്ങനെ പോകുന്നോ നമുക്ക് അറിയത്തില്ല. സോ ഇതൊക്കെയാണ് ഈക്വിറ്റി ഷെയർസിന്റെ പ്രത്യേകത, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് വൺ ഇസ് പ്രിഫറൻസ് ഷെയർ. ചിലപ്പോൾ ഈക്വിറ്റി ഷെയറും, കാരണം ഇത് ഒരിടയ്ക്ക് ബൈജൂസ് കമ്പനിയുടെ ഒക്കെ ഇഷ്യൂസ് ഒക്കെ വന്നില്ലേ, ആ സമയത്ത് ഇഷ്ടംപോലെ ന്യൂസിലുണ്ടായിരുന്നു കമ്പനീസിന് ഇത്ര പേർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്, ഇത്ര പേർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല, പ്രിഫറൻസ് ഷെയർ, ഇക്വിറ്റി ഷെയർ എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ ഒരുപാട് വന്നു. ഏതോ ഭാഗ്യത്തിന് പരീക്ഷയിൽ അത് ചോദിച്ചില്ല. ഓക്കെ, അന്നേരമാണ് ഇതൊക്കെ ഒരു പോപ്പുലർ ആയിട്ട് വരിക. സോ വാട്ട് ഇസ് എ പ്രിഫറൻസ് ഷെയർ? പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ആക്ട്സ് ആസ് എ മിക്സ് ബിറ്റ്വീൻ ഈക്വിറ്റി ഷെയർ ആൻഡ് ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെന്റ് പോലെ. ഈക്വിറ്റി ഷെയറിന് ഒരു ഈക്വിറ്റി ഷെയർ ഒരു ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെന്റ് ആണോ? ഈക്വിറ്റി ഷെയർ സ്റ്റോക്സ്, ഈക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞാൽ സ്റ്റോക്സ്, അതൊരു ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെന്റ് ആണോ? അല്ല. ബോണ്ട് ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെന്റ് ആണോ? ബോണ്ട് എങ്ങനെയാണ് ആകുന്നത്? ഞാൻ ബോണ്ട് മേടിച്ച് പൈസ കൊടുത്താൽ എനിക്ക് കൃത്യമായിട്ട് ഇൻകം കിട്ടും. സോ ബോണ്ട് ഇസ് എ ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെന്റ്. സോ പ്രിഫറൻസ് ഷെയർ ഇസ് ഇൻ ബിറ്റ്വീൻ ദം. ഓക്കെ, എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഹോൾഡേഴ്സ് റിസീവ് ഡിവിഡൻഡ് പേയ്മെന്റ്സ് ബിഫോർ എനി ഡിവിഡൻസ്. അതായത് ഇവർക്ക് ഡിവിഡൻഡ് കൊടുത്തേ പറ്റും.
മറ്റവർക്ക് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവർക്ക് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, കമ്പനിയുടെ പ്രോഫിറ്റിന്റെ ഷെയർ, അത് ഇവർക്ക് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തേ പറ്റുള്ളൂ. അതും നമുക്ക് ഞാൻ നേരത്തെ ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ കാര്യം പറഞ്ഞു. അവർക്ക് കമ്പനി വിചാരിച്ചു കഴിഞ്ഞാൽ കൊടുക്കാം, പക്ഷെ അവർക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഇവർക്ക് കൊടുക്കണം. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻസ് കൊടുത്ത് വല്ലതും മിച്ചം ഉണ്ടെങ്കിൽ മാത്രമേ ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അതൊരു ഗുണം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ. രണ്ടാമത്തെ ഗുണം, കമ്പനി ലിക്വിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെ കമ്പനി ബാങ്ക്രപ്റ്റ് ആയി, ഇൻസോൾവൻസി ബാങ്ക്രപ്സി കോഡ് അനുസരിച്ച് നമ്മൾ അതിനെ ലിക്വിഡേറ്റ് ചെയ്ത് കളയുവാണ്. അപ്പോൾ കമ്പനിയുടെ കയ്യിലുള്ള അസറ്റ്സ് ഒക്കെ വിറ്റ് ഷെയർ ഹോൾഡേഴ്സിന് കാശ് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആ സമയത്തും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പേര് തന്നെ ഉണ്ട് പ്രിഫറൻസ്. ഓക്കെ, അവർക്ക് കൊടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കൊടുക്കുക. സോ ദാറ്റ് ഇസ് കൈൻഡ് ഓഫ് എ സേഫ് ഇൻസ്ട്രുമെന്റ്. എനിക്ക് കൃത്യമായിട്ട് ഡിവിഡൻഡ് കിട്ടും, കമ്പനി പൊട്ടിയാലും എൻ്റെ ക്യാപിറ്റൽ എനിക്ക് തിരിച്ചു കിട്ടും. സോ ഒരു ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെന്റിന്റെ സേഫ്റ്റി എനിക്കുണ്ട്. സോ ദാറ്റ് ഇസ് വൈ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഇറ്റ് ഇസ് ബിറ്റ്വീൻ ഇക്വിറ്റി ഷെയർസ് ആൻഡ് ബോൺസ്. സോ ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇക്വിറ്റി ഷെയർ ആൻഡ് പ്രിഫറൻസ് ഷെയർ. പിന്നെ ഒരു ട്വിസ്റ്റ് ഉള്ളത്, അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഒന്നുമില്ല. ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല. ഓക്കെ, in case of a company liquidation, preference shareholders are paid back before common equity holders. So ആ ഡിഫറൻസ് ഒന്ന് ഓർത്ത് വയ്ക്കുക, ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും തമ്മിലുള്ളത്. ഏതാ? Generally, these shares do not grant the right to vote on company management or policies. അതായത് ബേസിക്കലി അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഒന്നും ഇല്ലെന്നാണ് അതിന്റെ അർത്ഥം കമ്പനിയിൽ. ക്ലിയർ ആണോ? ഓക്കെ, സോ അത് ഓർത്ത് വയ്ക്കുക. അപ്പം ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ഈക്വിറ്റി, വാട്ട് ആർ സ്റ്റോക്സ്, വാട്ട് ആർ ഷെയർസ്. സ്റ്റോക്ക് ഷെയർസ് എല്ലാം സെയിം ആണ്, ഇന്റർചേഞ്ചബിൾ യൂസ് ചെയ്യാം. ആ ഐഡിയ അറിയാമല്ലോ അല്ലേ എല്ലാവർക്കും? ഒരു കമ്പനിയുടെ സ്റ്റോക്ക് മേടിക്കുന്നു, അത് കൈവയ്ക്കുന്നു, ആ സ്റ്റോക്കിന്റെ വാല്യൂ ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറയും. ഞാനൊരു കമ്പനിയുടെ സ്റ്റോക്ക് മേടിച്ചു വെച്ചാൽ എനിക്കൊരു മുതലുണ്ട്, ഐ ഹാവ് എ ക്യാപിറ്റൽ. ഓക്കെ, ശരിയല്ലേ? സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക് ചെയ്യുന്ന അങ്ങനെയല്ലേ? ഞാൻ സ്റ്റോക്ക് മേടിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ വില കൂടും, ചിലപ്പോൾ വില താഴോട്ട് പോകും. ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ്. സോ അതിൻ്റെ രണ്ട് ടൈപ്പ് സാധനങ്ങളാണ് ഈക്വിറ്റി ഇൻസ്ട്രുമെന്റ്സും പ്രിഫറൻസ് ഷെയർസ്. ക്ലിയർ അല്ലേ? അടുത്ത ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ബോൺഡ്സ്, ലോങ് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് ഇഷ്യൂഡ് ബൈ കമ്പനീസ്. ഫിക്സഡ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് കിട്ടും. ഇറ്റ് ക്യാൻ ബി സെക്യൂർഡ് ഓർ അൺസെക്യൂർഡ്, ലോ റിസ്ക് ദാൻ ഈക്വിറ്റി. അതായത് ഡിബഞ്ചർ എന്ന് നമ്മൾ നേരത്തെ കൊമേഴ്ഷ്യൽ പേപ്പറിന്റെ കാര്യം പറഞ്ഞില്ലേ? ഒരു കമ്പനി വരുന്നു, നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് ചോദിക്കുന്നു. ഹൈ നെറ്റ്വർത്ത് കമ്പനി, വലിയ ഡീഫോൾട്ട് റിസ്ക് ഒന്നും ഇല്ലാത്ത കമ്പനിയാണെങ്കിൽ ഞാൻ കൊമേഴ്ഷ്യൽ പേപ്പർ മേടിച്ചിട്ട് പണം കൊടുക്കുന്നു. വാട്ട് മാർക്കറ്റ് ഈസ് ഇറ്റ്? മണി മാർക്കറ്റ്. ഷോർട്ട് ടേം ആണ്, ലെസ് ദാൻ 1 year. ഡിബഞ്ചേഴ്സ് അല്ലെ ബോൺസിന്റെ പ്രത്യേകത, ഇറ്റ് ഇസ് മോർ ദാൻ 1 year. ലോങ് ടേമിലേക്ക് ഡിഫറൻസ് ഈസ് ഐദർ ഐ ക്യാൻ ആസ്ക് ഫോർ എ കൊളാട്രൽ ഓർ നോട്ട്. കൊളാട്രൽ ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന ഇൻകം കുറയും, റിസ്ക് കുറഞ്ഞില്ലേ, അപ്പൊ ഇൻകം കുറയും. കൊളാട്രൽ വേണ്ടെന്ന് വെച്ചാലോ, റിസ്ക് കൂടി, ഇൻകം കൂടി. ഓക്കെ, സോ അതാണ് ഡിബഞ്ചറും ബോണ്ടും. അത്രേ ഉള്ളൂ, സിമ്പിൾ സാധനമാണ്. ക്ലിയർ ആണല്ലേ ഡിബഞ്ചർ ബോണ്ട്? അടുത്തത് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധനം തന്നെയാണ്. issued by the central government and state government, includes dated securities, state development loan. Now comes the confusion. ഇതിനെപ്പറ്റി ഐഡിയ ഇല്ലെങ്കിൽ കൺഫ്യൂസ് ആവും. അതായത് ട്രഷറി ബിൽസ് എന്ത് ഇൻസ്ട്രുമെന്റാ? മണി മാർക്കറ്റ് ആണോ, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണോ? ഇറ്റ്സ് എ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്. ട്രഷറി ബിൽസിൽ നിന്നുള്ള വരുമാനം ക്യാപിറ്റൽ റെസിപ്റ്റ് ആണോ, റവന്യൂ റെസിപ്റ്റ് ആണോ? ട്രഷറി ബിൽസ് ഇഷ്യൂ ചെയ്ത് വരുന്ന ട്രഷറി ബിൽസ് ഞാൻ പറയുന്ന മറ്റേ ഇതുണ്ടല്ലോ, റിഡീംഡ് അറ്റ് ഫേസ് വാല്യൂ, റിഡീംഡ് അറ്റ് പാർ, അതല്ല,
ഫിക്സഡ് ഇൻകം കിട്ടുന്നതാണെങ്കിൽ, ഫിക്സഡ് ഒന്നുമില്ല, സിമ്പിൾ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, ഞാൻ ചോദിച്ച് കോംപ്ലിക്കേറ്റ് ചെയ്യുന്നതാണ്. ട്രഷറി ബിൽസ് ഇസ് എ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്, ഷോർട്ട് ടേം മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്. ട്രഷറി ബിൽസിൽ നിന്ന് കിട്ടുന്ന റവന്യൂ, ഇറ്റ് ഇസ് എ റവന്യൂ റിസിപ്റ്റ്. ഇഫ് യു ആർ ഗെറ്റിംഗ് ഇറ്റ് ഇൻ എ മന്ത്ലി ബേസിസ്, ഇറ്റ്സ് എ റവന്യൂ റിസിപ്റ്റ്. മറ്റേ ട്രഷറി ബിൽസ് ഇഷ്യൂ ചെയ്ത് കിട്ടുന്ന പൈസ എന്താണ്? ക്യാപിറ്റൽ റിസിപ്റ്റ്. കാരണം ഞാൻ ബോണ്ട് ഇഷ്യൂ ചെയ്തു, ഐ എം ഗെറ്റിംഗ് മണി, ക്യാപിറ്റൽ റിസിപ്റ്റ്. ഡൗട്ട് ഉണ്ടോ? ട്രഷറി ബിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി ആണ്, ഒരു ഡോക്യുമെന്റ് ആണ്. ഇറ്റ്സ് എ ഷോർട്ട് ടേം ഡോക്യുമെന്റ്, അണ്ടർ 1 year വാലിഡിറ്റി ഉള്ളതാണ്. ഞാനത് മേടിച്ച് വെച്ച് ഗവൺമെന്റിന് കാശ് കൊടുക്കും. ഓക്കെ, ഇറ്റ് ക്യാൻ വർക്ക് ഇൻ 2 ways. സാധാരണഗതിയിൽ വർക്ക് ചെയ്യുന്നത് 1000 rupees ട്രഷറി ബില്ലാണെങ്കിൽ ഞാനത് 800 രൂപയ്ക്ക് വാങ്ങും. എന്നിട്ട് 1 വർഷത്തെ മച്യൂരിറ്റി കഴിഞ്ഞ് എനിക്ക് 1000 രൂപ കിട്ടും. ഞാൻ 800 രൂപ അങ്ങോട്ട് കൊടുത്തു, തിരിച്ച് 1000 രൂപ കിട്ടി. ഓക്കെ, നൗ ഇഫ് ഐ ആം ഗെറ്റിംഗ് ഇറ്റ് മന്ത്ലി, what kind of revenue is it? റവന്യൂ റെസിപ്റ്റ് ആണോ, ക്യാപിറ്റൽ റെസിപ്റ്റ് ആണോ? ഇറ്റ്സ് എ റവന്യൂ റെസിപ്റ്റ്. പക്ഷേ ട്രഷറി ബിൽസ് ഞാൻ മേടിച്ചിട്ട് ഞാൻ ഗവൺമെന്റിന് കൊടുത്ത പൈസ, വാട്ട് ഇസ് ഇറ്റ്? അത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. കാരണം അതൊരു ബോണ്ട് തന്നിട്ട് ഒരു 2 way ട്രാൻസാക്ഷൻ അല്ലേ, ഗവൺമെന്റ് ഒരു ലൈബിലിറ്റി ഉണ്ടാക്കി വെക്കുമല്ലേ. ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസിന്റെ ഹൈലൈറ്റ് തന്നെ അതാണ്, ലൈബിലിറ്റി ഉണ്ടാക്കി വെക്കുകയാണ്. സോ ദാറ്റ് ഇസ് എ ക്യാപിറ്റൽ മാർക്കറ്റ് ട്രാൻസാക്ഷൻ. ഓക്കെ, ജസ്റ്റ് ആ ഐഡിയ ക്ലിയർ ആക്കാൻ വേണ്ടി പറഞ്ഞതേ, കൺഫ്യൂസ് ചെയ്യേണ്ട, ഒരാവശ്യമില്ലായിരുന്നു, വേണ്ട, പോട്ടെ. എനിവേ, ഫിക്സഡ് ആൻഡ് ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ്സ്. എന്താണ് ഫിക്സഡ് ആൻഡ് ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ്? ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. ഇൻഫ്ലേഷൻ ഇൻഡെക്സേഷൻ എന്ന് പറയും. അതായത് ഫോർ എക്സാമ്പിൾ, ഇൻഫ്ലേഷൻ കൂടുവാണെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടും. റിസ്ക് ഫ്രീ ബെഞ്ച് മാർക്ക്. ഓക്കെ, കോർപ്പറേറ്റ് ബോണ്ട്സ് നമ്മൾ അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇഷ്യൂഡ് ബൈ കമ്പനീസ് ഹയർ ദാൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഡ്യൂ ടു ഹയർ റിസ്ക്. അവിടെയും കൊളാട്രൽ ഉണ്ട് കേട്ടോ, കോർപ്പറേറ്റ് ബോണ്ട്സിന് കൊളാട്രൽ ഉണ്ട്. ഉണ്ടാവാം, ഇല്ലാതിരിക്കാം, എങ്ങനെ വേണ്ടില്ലാവാം. ദാറ്റ് ഇസ് മൈ ഡിസിഷൻ. കൊളാട്രൽ വേണേൽ ചോദിക്കാം, ഇല്ലാതെയും കൊടുക്കാം. ഓക്കെ, അറിയാലോ കോർപ്പറേറ്റ് ബോണ്ട്സിന്റെ കഥയൊക്കെ. ഇതിനകത്ത് വരുന്ന ഒരു ഡിഫിക്കൽട്ട് പാർട്ട് ഈൽഡിന്റെ കാര്യം വരുമ്പോഴാണ്. ബോണ്ട് ഈൽഡുകൾ, നമ്മളതെല്ലാം എക്കണോമിക് സർവേയിൽ വലിയൊരു കഥ, ഒരു സെഷൻ തന്നെ എടുത്ത് പറഞ്ഞായിരുന്നു. ഇനി ഞാനത് റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ബോണ്ട് ഈൽഡിന്റെ മൂവ്മെന്റ്സ് അറിയത്തില്ലെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ അടുത്ത ക്ലാസ്സിൽ എപ്പോഴെങ്കിലും പറഞ്ഞുതരാം. ഓക്കെ, ഇന്ന് പറയാൻ പോയാൽ ലേറ്റ് ആവും. ഞാൻ അറിയാത്തവരുണ്ടെന്ന് എനിക്കറിയാം ഈ ക്ലാസ്സിൽ. യു ആസ്ക് മീ നെക്സ്റ്റ് ടൈം. ഓക്കെ, ഇഫ് യു വാണ്ട് ദാറ്റ്. അല്ല, ഡിബഞ്ചർ ഇറ്റ് ഈസ് എ ഡിഫറെന്റ് നെയിം എന്ന് വേണമെങ്കിൽ പറയാം. കോർപ്പറേറ്റ് ബോണ്ടുകളുടെ മറ്റൊരു സെയിം തിങ്. ഡിബഞ്ചർ ആൻഡ് കോർപ്പറേറ്റ് ബോണ്ട് ബോത്ത് ആർ സെയിം. ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അൺസെക്യൂർഡ് ആവാം, സെക്യൂർഡ് ആവാം, ലോങ് ടേം ഫണ്ട്. ഞാൻ ഇവിടെ തന്നെ പറഞ്ഞിട്ടില്ലേ, ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ബോണ്ട്സ്, പേര് തന്നെയുണ്ട്, ഡിബഞ്ചേഴ്സ് ഓർ ബോണ്ട്സ്. അത് വലിയ കോർപ്പറേറ്റ്സ് ഇഷ്യൂ ചെയ്യുമ്പം അതിനെ കോർപ്പറേറ്റ് ബോണ്ട് എന്ന് വിളിക്കും. എന്തോ എല്ലാം ഹൈ റിസ്ക് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല. നമ്മൾ ഏത് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള പോലെ ഇരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ, ടാറ്റ എന്ന് പറയുന്ന കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ റിസ്ക് കൂടുതൽ? കമ്പയർ ടു ഗവൺമെന്റ് ഇസ് ഓൾവേസ് ലോ റിസ്ക് ആണ്. പ്രൈവറ്റിനകത്ത് ഇൻഹെറന്റ് റിസ്ക് ഉണ്ട്, ഒരു മിനിമം റിസ്ക് പ്രൈവറ്റ് കമ്പനീസിൽ എപ്പോഴും ഉണ്ടാവും, ബൈ ഡീഫോൾട്ട് ഉണ്ടാവും. പക്ഷെ ഹൈ റിസ്ക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. റിസ്ക് വേരീസ്, ഡിപ്പെൻഡ്സ് അപ്പോൺ വെയർ യു ഇൻവെസ്റ്റ്. അല്ല, ഡിബഞ്ചേഴ്സ് ആണെങ്കിലും അത് ഞാൻ പറഞ്ഞു വരുന്നത്, ഡിബഞ്ചേഴ്സ് ആണെങ്കിലും കോർപ്പറേറ്റ് ബോണ്ട്സ് ആണെങ്കിലും റിസ്ക് ഡിപ്പെൻഡ്സ് അപ്പോൺ വെയർ യു ഇൻവെസ്റ്റ്. ഇപ്പം നമ്മളത് ഗവൺമെന്റുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഇൻഹെറന്റ്ലി റിസ്ക് ഫ്രീ ആണ്, അതിന്റെ റിസ്ക് 0% ആയിരുന്നു. ഗവൺമെന്റ് എപ്പോഴെങ്കിലും
പൈസ തിരിച്ചു തരും നമുക്കറിയാം, തന്നേ പറ്റുള്ളൂ. ബൈ ലോ ദേ ആർ ബൗണ്ട് ടു ഗിവ് us ബാക്ക്. നമുക്ക് തരാതിരുന്നുകൊണ്ട് ആർക്കും അവിടെ നേട്ടമൊന്നുമില്ല, ബിക്കോസ് ഓണർഷിപ്പ് ഒന്നും ഇല്ലല്ലോ. സംഭവം ദേ വിൽ പേ us. പക്ഷേ നമ്മൾ പ്രൈവറ്റ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഡിബഞ്ചർ ആണെങ്കിലും കോർപ്പറേറ്റ് ബോണ്ട് ആണെങ്കിലും ഇൻഹെറന്റ് റിസ്ക് ഉണ്ട്. ഏറ്റവും വലിയ കമ്പനി ആണെങ്കിലും ഇൻഹെറന്റ് റിസ്ക് ഉണ്ട് എല്ലാത്തിനും. അത് ചിലപ്പം നിങ്ങൾ ഡിബഞ്ചർ മേടിക്കുന്നത് ഏതെങ്കിലും ഒരു സ്റ്റാർട്ടപ്പിൻ്റെ നിന്നായിരിക്കും, റിസ്ക് കൂടുതലാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഡിബഞ്ചർ മേടിക്കുന്ന എസ്റ്റാബ്ലിഷ്ഡ് കമ്പനി, ടാറ്റ പോലുള്ള എസ്റ്റാബ്ലിഷ്ഡ് കമ്പനിയിലേക്കായിരിക്കും, റിസ്ക് കുറവാണ്. മനസ്സിലാവുന്നില്ലേ? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ വേർ യു ഇൻവെസ്റ്റ്. ക്ലിയർ ആകുന്നുണ്ടോ? ഓക്കെ. സോ അടുത്തത് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. സോ ഹൗ ഡസ് മ്യൂച്വൽ ഫണ്ട്സ് വർക്ക്? യാ 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 വെരി സിമ്പിൾ, വെരി സിമ്പിൾ. അതായത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ വർക്ക് ചെയ്യില്ലേ, ഇപ്പം നമുക്ക് എല്ലാവർക്കും പോയി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിന് മാർക്കറ്റ് അറിയണം, മാർക്കറ്റ് പഠിക്കണം. വെറുതെ പോയി ഇൻവെസ്റ്റ് ചെയ്ത കാശ് പോകും. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ പണി അറിയാവുന്ന ഒരാളെ ഏൽപ്പിക്കും. ഓക്കെ. അപ്പോൾ അവർക്ക് ഒന്നെങ്കിൽ അവർക്ക് നമ്മളോട് പറയാം, നമുക്ക് അവരോട് പറയാം എനിക്ക് ഇന്ന കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അതിനുള്ള ഫിനാൻഷ്യൽ നോളജും എനിക്കില്ലെങ്കിൽ വാട്ട് ഐ ക്യാൻ ഡു ഇസ്, അല്ലെങ്കിൽ ഇപ്പം SBI മ്യൂച്വൽ ഫണ്ട്സ് വളരെ പോപ്പുലർ സാധനമാണ്. SBI എന്താ ചെയ്യുന്നത്? നമ്മളെ പോലെ കുറേ പേരുടെ കയ്യിൽ നിന്ന് SBI പൈസ മേടിക്കും. ഓക്കെ, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ടൈമില്ല, നമ്മുടെ കയ്യിലുള്ള കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തോന്ന് പറഞ്ഞ് SBIക്ക് കൊടുക്കും. അവിടെ ഫണ്ട് മാനേജേഴ്സ് എന്ന് പറഞ്ഞ പണി അറിയാവുന്ന കുറച്ച് പേര് ഇരിപ്പുണ്ട്. ഇവരെന്ത് ചെയ്യും? ഇവർ ഈ ഫണ്ടെല്ലാം പൂൾ ചെയ്യും, എല്ലാവരുടെയും കൂടെ പൈസ എടുത്ത് പൂൾ ചെയ്യും. എന്നിട്ട് റിസ്ക് കുറഞ്ഞ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഒരു ഭാഗം ഇതിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്യും. റിസ്ക് കുറഞ്ഞൊരു കമ്പനിയിലിടും, റിസ്ക് കൂടിയൊരു കമ്പനിയിലിടും, ഏറ്റവും റിസ്ക് ഉള്ളൊരു കമ്പനിയിലിടും. അപ്പം ചിലപ്പം ഏറ്റവും റിസ്ക് കൂടിയുള്ളത് അതിനായിരിക്കും ഏറ്റവും പ്രോഫിറ്റ് കിട്ടുന്നത്. പറയാൻ പറ്റത്തില്ല, 50-50. എന്നിട്ട് എന്ത് ചെയ്യും? ഇവരുടെ എല്ലാം കൂടെ ലാഭം SBI എടുക്കും. ഈ ഇൻവെസ്റ്റ് ചിലയിടത്തുനിന്ന് നഷ്ടം കിട്ടും, ചിലയിടത്ത് നല്ല ലാഭം കിട്ടും. ഇതെല്ലാം കൂടെ ചെയ്യും. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഫിക്സറായിട്ട് കൊടുക്കും. എല്ലാവർക്കും ഫിക്സറായിട്ട് കൊടുക്കും. കാരണം നമുക്കറിയില്ല അവർ ഏത് കമ്പനിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. കാരണം നമുക്ക് ആ പണി അറിയില്ല, അതുകൊണ്ട് അവരെ ഏൽപ്പിച്ചു. അവർ എല്ലാവരുടെ കയ്യിൽ നിന്നും ഫണ്ട് പൂൾ ചെയ്ത് ഓരോരോ പോർട്ട്ഫോളിയോ ഓരോരോ സെക്ഷൻസിൽ ഡിപ്പെൻഡ്സ് ഓൺ റിസ്ക് കൂടിയതിലും റിസ്ക് ബ്ലൂ ചിപ്പ് കമ്പനീസ് എന്നൊക്കെ പറയും, റിസ്ക് തീരെ കുറഞ്ഞ ഹൈ വാല്യൂ കമ്പനീസ്, അവിടെയും ഒക്കെ ഇവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് കളക്ട് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് എല്ലാവർക്കും പ്രോഫിറ്റ് തരും. അവരതിനകത്ത് നിന്ന് ഒരു കമ്മീഷൻ എടുക്കും. അത്രേ ഉള്ളൂ മ്യൂച്വൽ ഫണ്ട്. നമ്മൾ കൃത്യമായിട്ട് ബാങ്കിന് കാശ് കൊടുത്തുകൊണ്ടിരുന്നാൽ മാത്രം മതി. ഷെയർ ട്രേഡിങ്ങും കാര്യങ്ങളല്ല അവർ ചെയ്തോളൂ. ദാറ്റ് ഇസ് മ്യൂച്വൽ ഫണ്ട്. നൗ മ്യൂച്വൽ ഫണ്ട്സ് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? SBI എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? സ്റ്റോക്ക് മാർക്കറ്റ്. അവരും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ ആയിരിക്കും മേടിക്കുന്നത്. ഞാനിത് പറയാൻ കാര്യം, അടുത്തൊരു സാധനം വരുന്നുണ്ട്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്നൊരു സാധനം വരും. അത് പഠിക്കാനുള്ള എളുപ്പത്തിലാണ് ഞാൻ പറയുന്നത്. മ്യൂച്വൽ ഫണ്ട്സിൽ സ്റ്റേറ്റ് ബാങ്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ they will invest in a particular company or a group of companies, അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, നെക്സ്റ്റ് തിങ് ഈസ്, അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ക്ലിയർ ആയോ? ഈസി ഐഡിയ അല്ലേ മ്യൂച്വൽ ഫണ്ട്സ്? അല്ല, അത് ഇൻവെസ്റ്റർ തന്നെയാണ്. അത് ഈ പരസ്യത്തിൽ കണ്ടിട്ടില്ലേ, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ആർ സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക്. അത് അവരും പറയുന്നുണ്ട്. അവർക്ക് തമ്മിൽ അവരുടെ കയ്യിൽ അവരുടെ അസറ്റ് എന്ന് പറഞ്ഞാൽ ഫണ്ട് മാനേജേഴ്സ് എന്ന് പറയുന്ന ജോലി അറിയാവുന്ന കുറച്ച് പേർ അവരുടെ കയ്യിലുണ്ട്. അവർ പറയുന്നത് യു ഗിവ് us the money, we will try our best. കിട്ടിയാൽ കിട്ടി, ഇല്ലേ പോയി, നമ്മൾ തന്നെ പേ ചെയ്യേണ്ടി വരും. അത് തന്നെ യാ, ദാറ്റ്സ് റൈറ്റ്. അടുത്തത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്. സംഗതി സെയിം തന്നെയാണ്. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് സെയിം, മ്യൂച്വൽ ഫണ്ട്സ് പോലെ തന്നെ. ഓക്കെ, ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഫണ്ട് പൂൾ ചെയ്യുന്നു, കയ്യിൽ വയ്ക്കുന്നു. നൗ ബിക്കംസ് ദ ഗെയിം. മ്യൂച്വൽ ഫണ്ട്സ് എന്താ ചെയ്തേ? ഓരോരോ കമ്പനിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ETF എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് ചെയ്യുന്നത്, ഇറ്റ് വിൽ ഇൻവെസ്റ്റ് ഇൻ ഒരു അണ്ടർലൈങ് സാധനം. ഫോർ എക്സാമ്പിൾ ഗോൾഡ്, ഇറ്റ് വിൽ ഇൻവെസ്റ്റ് ഇൻ ഗോൾഡ്. സോ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്, ദ വാല്യൂ ഓഫ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്, അതായത് അവർ ഗോൾഡ് മേടിക്കത്തൊന്നുമില്ല, ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ഗോൾഡ്. ഗോൾഡിൻ്റെ പൈസ കൂടുവാണെങ്കിൽ പൈസ കിട്ടും, ഗോൾഡിൻ്റെ പൈസ കുറവാണെങ്കിൽ നഷ്ടം.
പിന്നെ ഇവർ ചെയ്യുന്ന മറ്റൊരു കാര്യം, ഇറ്റ് വിൽ ട്രാക്ക് ഒരു ഇൻഡെക്സ് തന്നെ അവർ ട്രാക്ക് ചെയ്യും. എന്ന് വെച്ചാൽ സിമ്പിളാണ്. ഒരു ഇൻഡെക്സ് ഇപ്പം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒരു ഇൻഡെക്സ് ആണ്. നിഫ്റ്റി 50 നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ നിഫ്റ്റി 50 എന്ന് പറയുന്നത് ടോപ്പ് 50 കമ്പനീസ്, ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള ടോപ്പ് 50 കമ്പനീസിന്റെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ് നിഫ്റ്റി 50. അപ്പൊ മ്യൂച്വൽ ഫണ്ട് ആണ് എന്ത് ചെയ്യും, ഈ ഏതെങ്കിലും 50 ഏതെങ്കിലും ഒരു കമ്പനിയിലായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ETF ആണ് എന്ത് ചെയ്യും, അവർ ട്രാക്ക് ചെയ്യുന്നത് ഈ നിഫ്റ്റി 50യുടെ പെർഫോമൻസ് ആണ്. ആ 50 കമ്പനീസിന്റെയും പെർഫോമൻസ് ഇവർ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആ 50 കമ്പനികളെയും ഇവർ ട്രാക്ക് ചെയ്യും. മ്യൂച്വൽ ഫണ്ട്സ് അങ്ങനെയല്ല, 50 കമ്പനിയിൽ ഏതെങ്കിലും ഒരു കമ്പനിയായിരിക്കും ഇവർ കൊടുക്കുന്നത്. ഡിപ്പെൻസ് അപ്പോൺ ദ റിസ്ക്. ഇപ്പോൾ റിസ്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിനെ മുറിച്ച് പല കഷ്ണങ്ങളാക്കി ഏറ്റവും റിസ്ക് ഉള്ളിടത്ത് കുറച്ച്, ഏറ്റവും കുറഞ്ഞ റിസ്ക് എടുത്ത് കുറച്ച്. അപ്പോൾ ഈ 50 കമ്പനിയിൽ ചില കമ്പനി നഷ്ടത്തിൽ പോകും, ചില കമ്പനി ലാഭത്തിൽ പോകും. അപ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വി വിൽ ഗെറ്റ് സം റവന്യൂ. സോ ഇറ്റ് ഈസ് സേഫർ ദാൻ മ്യൂച്വൽ ഫണ്ട്സ്. ഇതുപോലുള്ള കൂടുതൽ കമ്പനികളുടെ വലിയൊരു ഇൻഡെക്സ് ട്രാക്ക് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, ഇൻഡെക്സ് ട്രാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നിഫ്റ്റി 50 50 കമ്പനികളുടെ ഇൻഡെക്സിനെ കൂടി കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതിനെ ഇത് ട്രാക്ക് ചെയ്യും. കൂടിയാൽ പൈസ കിട്ടും, കുറഞ്ഞാൽ പൈസ പോകും, ഇത്രേ ഉള്ളൂ. So it combines the features of mutual funds, diversification and stocks, real time trading. അതായത് ഓരോ ദിവസവും ഇത് നടക്കും, എല്ലാ ദിവസവും ട്രേഡിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ETF-ഉം അത് ഫോളോ ചെയ്യും. ഓക്കെ, ലോവർ എക്സ്പെൻസ് റേഷ്യോ. അതായത് മ്യൂച്വൽ ഫണ്ട്സ് നമ്മൾ എപ്പോഴും ആക്റ്റീവായിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ കമ്പനിയുടെ പെർഫോമൻസ് നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എവിടെയാണ് ലാഭം, എവിടെയാണ് നഷ്ടം, നഷ്ടം വരുന്നിടത്തുനിന്ന് മാറ്റി ലാഭം എടുത്തിടുക, അത് ചെയ്തുകൊണ്ടിരിക്കണം. ETF-ൽ അതിൻ്റെ ആവശ്യമില്ല. ഇറ്റ് ഇസ് ബിക്കോസ് വി ആർ ഫോക്കസിങ് അപ്പോൾ എ ലാർജ് നമ്പർ ഓഫ് കമ്പനീസ് ടുഗദർ. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് ഡെയിലി മോണിറ്റർ ചെയ്തില്ലെങ്കിലും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അത് തന്നെ ഓഫ്സെറ്റ് ചെയ്യും. ചിലയിടത്ത് നഷ്ടം വരും, ചിലയിടത്ത് ലാഭം വരും. അത് ആ 50 കമ്പനീസിനകത്ത് തന്നെ ബ്ലൻഡ് ആയിട്ട് അങ്ങ് പോയിക്കോളും. ഓക്കെ, സോ ദാറ്റ് ഇസ് ETF. ക്ലിയർ ആണോ? അല്ലല്ല, അത് ഡെറിവേറ്റീവിന്റെ എക്സ്പ്ലനേഷനുമായിട്ട് കൺഫ്യൂസ് ആയതാ. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് ഡിറൈവ്സ് ഇറ്റ്സ് വാല്യൂ ഫ്രം ആൻ അണ്ടർലൈങ് അസറ്റ് എന്നുള്ള ഡെഫിനിഷൻ കയ്യിലിരിക്കുന്നുണ്ട്. വിൽ സീ വാട്ട് ഇസ് ഡെറിവേറ്റീവ്സ്, അപ്പോൾ മനസ്സിലാവും. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് കൈൻഡ് ഓഫ് ഡെറിവേറ്റീവിന്റെ ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത്. ബിക്കോസ് ഫോർ എക്സാമ്പിൾ നമ്മൾ ഗോൾഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഗോൾഡിന്റെ വാല്യൂ എന്നാണ് ഗോൾഡിന്റെ പ്രൈസിൽ നിന്നാണ് വാല്യൂ ഡിറൈവ് ചെയ്യുന്നത്. കൈൻഡ് ഓഫ് ഡെറിവേറ്റീവ് ഫംഗ്ഷൻ നമ്മൾ ഡെറിവേറ്റീവ്സ് കാണും, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അടുത്ത തന്നെ ഡെറിവേറ്റീവ്സ് ഉണ്ടല്ലോ. സോ ഡെറിവേറ്റീവ് ഇസ് ഇത് നമ്മൾ പറഞ്ഞതാണ് കേട്ടോ, നമ്മുടെ എക്കണോമിക് സർവേ ബഡ്ജറ്റ് ക്ലാസ്സിൽ. പറയണോ ഡെറിവേറ്റീവ്സ്? ഞാൻ പറയാമെന്നൊക്കെ പറഞ്ഞല്ലേ. ഓക്കെ പറഞ്ഞുതരാം. ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അതായത് സാധാരണ ഇപ്പം സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഞാൻ സ്റ്റോക്ക് മേടിക്കും, ഐ ആം ദി ഓണർ ഓഫ് ദാറ്റ് സ്റ്റോക്ക്. ഞാൻ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഞാൻ ഗോൾഡ് മേടിച്ച് കയ്യിൽ വെക്കണം, ഐ ആം ദ ഓണർ ഓഫ് ദാറ്റ് ഗോൾഡ്. ദാറ്റ് മീൻസ് ഐ ആം ദി ഓണർ ഓഫ് അസറ്റ്സ്. ഓക്കെ, ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് വർക്ക് ചെയ്യുന്ന അങ്ങനെയല്ല. ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് ഹാവ് ടു ഓൺ ഇറ്റ്. എൻ്റെ കയ്യിലൊരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് ഉണ്ട്. സോ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫോളോ ദ മൂവ്മെന്റ് ഓഫ് ദി അസറ്റ്. ആ അസറ്റ് ഞാൻ ഓൺ ചെയ്യണമെന്നൊന്നുമില്ല, ഒരു നിർബന്ധമില്ല. സോ ഞാനിപ്പം ഒരു ഡെറിവേറ്റീവ് ഗോൾഡ് ഞാൻ മേടിച്ചു, ഒരു ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ് ഞാൻ മേടിച്ചു. സോ സംബഡി ഈസ് ട്രേഡിംഗ് ഇൻ ഗോൾഡ്. ഓക്കെ, അതിനകത്ത് ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് എന്നൊക്കെ പറഞ്ഞു വരും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് ഡെറിവേറ്റീവ്സിന്റെ ഒരു സബ്സെറ്റ് ആണ്. ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെന്റ് അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതൊരു കോമൺ നെയിമാണ്. കുറേ സാധനങ്ങളുടെ, കുറേ ഇൻസ്ട്രുമെന്റ്സിന്റെ ഒരു കോമൺ നെയിമാണ് ഡെറിവേറ്റീവ്. ഓക്കെ, ഗോൾഡിന്റെ ഡെറിവേറ്റീവ് മേടിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നോ, ദാറ്റ് ഇസ് എ കോമൺ നെയിം.
അത് ഓർത്ത് വയ്ക്കാം. സോ വാട്ട് എ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ് ഡസ് ഇസ് ദാറ്റ്, അതിൻ്റെ ഞാൻ എക്സാമ്പിൾ പറയാം, ദെൻ യു വിൽ ഗെറ്റ് ഇറ്റ്. ഇറ്റ് ക്യാൻ ബി സ്റ്റോക്ക്, ഇൻഡെക്സ്, ഗോൾഡ്, കമ്മോഡിറ്റി, എന്തെങ്കിലും. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഫ്യൂച്ചേഴ്സ്. സോ ഫ്യൂച്ചേഴ്സിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഫാർമറെ എടുത്തു, കൃഷിക്കാരൻ. ഫാർമർ വരുന്നു, അദ്ദേഹം വീറ്റ് കൃഷി ചെയ്യുന്ന ഒരാളാണ്. സോ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന് വീറ്റ് ക്രോപ്പ് എടുത്തു. അപ്പോൾ ഇഷ്യൂ ഇസ് ദാറ്റ് എനിക്ക് വീറ്റിൻ്റെ ക്രോപ്പ് എടുക്കുമ്പം എല്ലാവർക്കും വീറ്റിൻ്റെ ക്രോപ്പ് കിട്ടുമല്ലോ, അല്ലേ? ഒരു അഗ്രികൾച്ചർ കമ്മോഡിറ്റി അല്ലേ. സോ ഐ ആം വറീഡ് ദാറ്റ് ഞാൻ വീറ്റിൻ്റെ ക്രോപ്പ് എടുത്തപ്പോൾ അതിൻ്റെ പ്രൈസ് താഴെ പോകാൻ ചാൻസ് ഉണ്ട്, ശരിയല്ലേ? ബിക്കോസ് എവറിബഡി ഈസ് ഗെറ്റിംഗ് ദ yield. കുറേ പേര് വീറ്റ് വിളവെടുക്കുന്നുണ്ട്, ഐ ക്യാൻ സി. സോ ഇന്ന് വീറ്റിന് 100 രൂപയാണെങ്കിൽ ഇത്രയും പേരുടെ സാധനം മാർക്കറ്റിൽ എത്തുമ്പം സപ്ലൈ കൂടി. സോ 100 റുപ്പീസിൽ താഴെ പോകാൻ ചാൻസ് ഉണ്ട്. വാട്ട് ഐ ക്യാൻ ഡു ഇസ് I will buy a derivative instrument. I bought a derivative instrument known as the futures. ഫ്യൂച്ചർ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് ഞാൻ ചെയ്യാൻ പോവാണ്. സോ അണ്ടർലൈങ് അസറ്റ് എന്താ? മൈ വീറ്റ് ആണ് അണ്ടർലൈങ് അസറ്റ്. ഞാൻ ഓൺ ചെയ്യുന്നുണ്ട്, ബട്ട് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. സോ ഫ്യൂച്ചേഴ്സ്, ഞാൻ ഒരു സെല്ലറുമായിട്ട്, ഒരു ബയറുമായിട്ട് ഞാനൊരു ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് ഏർപ്പെടുവാണ്. ബയർ, ഓക്കെ, അദ്ദേഹം ഇപ്പോഴും എൻ്റെ വീറ്റ് ഓൺ ചെയ്യുന്നില്ല. ഓക്കെ, ഐ ആം ടെല്ലിങ് യു ആഫ്റ്റർ 1 വീക്ക്, അല്ലെങ്കിൽ മേടിക്കാൻ വരുന്ന ബയർ, ഐ എം ദ സെല്ലർ, ഹീസ് ദ ബയർ. ബയർ പറയുന്നു ആഫ്റ്റർ 1 വീക്ക് ഓർ ഇൻ എ സ്പെസിഫൈഡ് ഡേറ്റ് ഐ വിൽ ബൈ യുവർ വീറ്റ് ഫോർ 100 rupees. ഇറ്റ് ക്യാൻ ബി ഗുഡ് ഓർ ഇറ്റ് ക്യാൻ ബി ബാഡ്. ഓക്കെ, അപ്പം ഹി ഡസൻ ഓൺ ദി അസറ്റ്, ഹീ ഈസ് സ്പെക്യുലേറ്റിംഗ്, അല്ലെങ്കിൽ പുള്ളി റിസ്ക് എടുക്കുവാണ്. പുള്ളിയുടെ ബയറിൻ്റെ കയ്യിലില്ലാത്ത അസറ്റ് വെച്ച് പുള്ളി പറയുന്നു ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ 100 രൂപയ്ക്ക് ഞാൻ ഈ വീറ്റ് മേടിച്ചോളാം. അപ്പോൾ അയാൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താ? ചിലപ്പോൾ വീറ്റിൻ്റെ വില കൂടുമായിരിക്കും. 100 എന്നുള്ളത് 150 രൂപയായി കഴിഞ്ഞാൽ എനിക്ക് 100 രൂപയ്ക്ക് തന്നെ വീറ്റ് കിട്ടും, ശരിയല്ലേ? അതൊരു ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റാണ്. ആ കോൺട്രാക്ട് ഏർപ്പെട്ടു. എനിക്ക് ചിലപ്പം ഫാർമറിൻ്റെ പെർസ്പെക്റ്റീവ് എന്താ? ചിലപ്പോൾ വില ഇടിയും, 100 എന്നുള്ളത് 90 ആവും. എന്നാലും എനിക്ക് ഇപ്പോഴത്തെ 100 രൂപ കിട്ടുമല്ലോ, ഐ എം ഹാപ്പി. So seller is happy and buyer is also happy. That is a futures derivative contract. മനസ്സിലാവുന്നുണ്ടോ? കാരണം അതിനെ ഡെറിവേറ്റീവ് എന്ന് വിളിക്കാൻ കാര്യം, ദ ബയർ ഗായ്, ഹി ഡസൻ ഓൺ ഇറ്റ്. പുള്ളി ഇതിനെ വെച്ച് ബിഡ് ചെയ്തു. പുള്ളിയുടെ കയ്യിലില്ലാത്തൊരു സാധനത്തിന് വേണ്ടി ഭാവിയിൽ പുള്ളി സ്പെക്യുലേറ്റ് ചെയ്യുവാണ്, ഭാവിയിൽ വില കൂടുമായിരിക്കും എന്ന് പറഞ്ഞ് ഞാനൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. ആ കോൺട്രാക്ട് പുള്ളി എക്സിക്യൂട്ട് ചെയ്തേ പറ്റുള്ളൂ. ബൈ ലോ അത് എക്സിക്യൂട്ട് ചെയ്തേ പറ്റുള്ളൂ. അതാണ് ഡെറിവേറ്റീവ് കോൺട്രാക്ട്. മനസ്സിലാവുന്നുണ്ടോ? യു ആർ നോട്ട് ബൈയിങ് ദി അസറ്റ് ഇറ്റ് സെൽഫ്, ബട്ട് എ കോൺട്രാക്ട് ബേസ്ഡ് ഓൺ ഇറ്റ്സ് പ്രൈസ്. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ഹെഡ്ജിങ് ഓർ ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഹെഡ്ജിങ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ. ദ ഫാർമർ വാസ് ഹെഡ്ജിങ്. എനിക്ക് റിസ്ക് കുറയ്ക്കുക, എനിക്ക് അതിൻ്റെ പ്രൈസ് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഒരു റിസ്കി അസറ്റാണ് കയ്യിലിരിക്കുന്നത്. പ്രൈസ് ഫ്യൂച്ചറിൽ എങ്ങോട്ട് വേണമെങ്കിലും മാറാൻ ചാൻസ് ഉണ്ട്. ഒരു ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ് ഡീൽ ചെയ്യുന്ന ഒരു പുള്ളിയുമായിട്ട് ഞാനത് ഹെഡ്ജ് ചെയ്തു. എൻ്റെ റിസ്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്തു. എനിക്ക് എന്തായാലും 100 രൂപ കിട്ടുമല്ലോ. ഇനി റിസ്ക് ഉണ്ടോ? റിസ്ക് ഇല്ല. കൂടുതൽ കിട്ടുവാണെങ്കിൽ അയാൾ എടുത്തോട്ടെ, എനിക്ക് നഷ്ടം വരാതിരുന്നാൽ മതി. സോ ദാറ്റ് ഇസ് ദ മീനിങ് ഓഫ് ഹെഡ്ജിങ്. ഓക്കെ, സ്പെക്യുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ പരിപാടി. ഇപ്പം അയാൾ സ്പെക്യുലേറ്റ് ചെയ്യുക, നാളെ ഇതിൻ്റെ പ്രൈസ് കൂടുമായിരിക്കും എന്ന് പറഞ്ഞ് അത് മേടിച്ച് വെക്കുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ലാഭം ഉണ്ടാക്കാം. ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട്സിനെ പറ്റിയൊക്കെ ഇടയ്ക്ക് ഒരു വിവാദമൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഒരിടയ്ക്ക് ഫ്യൂച്ചേഴ്സിൽ ഏർപ്പെട്ട ഒരുപാട് പേർക്ക് ഭയങ്കര നഷ്ടം വന്നു. അങ്ങനെയാണ് ഈ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട്സിലൊക്കെ ഏർപ്പെടുന്നവരാണ് കൂടുതലായിട്ട് ഈ ഗ്ലോബൽ ഫിനാൻസ് ക്രൈസിസ് ഒക്കെ വരുമ്പം സൂയിസൈഡൊക്കെ ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ ലിവറേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. അത് പറഞ്ഞുതരാം, അത് സർവേയിൽ പറഞ്ഞതാണ്. സ്റ്റിൽ ഐ വിൽ എക്സ്പ്ലെയിൻ ദാറ്റ് ഡീറ്റെയിൽ. സോ ഫ്യൂച്ചേഴ്സ് അതാണ്. ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് മനസ്സിലായില്ലേ? എഗ്രിമെന്റ് ടു ബൈ ഓർ സെൽ ആൻ അസറ്റ് അറ്റ് എ ഫിക്സഡ് പ്രൈസ് ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ്. വീറ്റ് ഫ്യൂച്ചർ ഡേറ്റിൽ 100 രൂപയ്ക്ക് ഞാൻ മേടിച്ചോളാം. ദാറ്റ് ഈസ് ഫ്യൂച്ചേഴ്സ്. ഒബ്ലിഗേഷൻ ഉണ്ട്. ബോത്ത് ബയർ ആൻഡ് സെല്ലർ മസ്റ്റ് കംപ്ലീറ്റ് ദ ഡീൽ.
ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് എന്താണെന്ന് മനസ്സിലായോ എല്ലാവർക്കും? ഫാർമറിന്റെ എക്സാമ്പിൾ വെച്ച് മനസ്സിലായില്ലേ? ഇനിയും എക്സ്പ്ലെയിൻ ചെയ്യണോ? ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ടെല്ലിങ് യു. എക്സ്പ്ലെയിൻ ചെയ്യണോ? വേണ്ട. ഏത് കമ്മ്യൂണിറ്റിയിലും ചെയ്യാം. യാ, അതൊക്കെ നമ്മുടെ ഇതുപോലെ ഇരിക്കും. ഇപ്പോൾ ഒരു ബയർ വന്ന് ഒരു സാധനം, ആ വീഡിയോ ക്യാമറ എനിക്ക് വേണമെങ്കിൽ ഇവരുമായിട്ട് ഏർപ്പാടാക്കാം. പക്ഷെ അത്ര കോമൺ സെൻസ് ഇല്ലാത്ത പരിപാടി നമ്മൾ ചെയ്യില്ല. ബട്ട് സ്റ്റിൽ ടെല്ലിങ് യു, എന്തെങ്കിലും ചെയ്യാം. പറഞ്ഞു വന്ന എന്താ? ഓക്കെ, ഇറ്റ് ഈസ് യൂസ് ടു ലോക്ക് ദ പ്രൈസ് ഇൻ അഡ്വാൻസ്. ഫാർമർ എന്ത് ചെയ്തു? പൈസ ലോക്ക് ചെയ്തു. 100 rupees ഐ വിൽ ഗെറ്റ്, ഉറപ്പിച്ചു. മറ്റേ ആൾക്ക് അത് 150 രൂപയ്ക്ക് 200 രൂപയ്ക്ക് ആവാൻ പറ്റോട്ടെ, ഐ ഡോണ്ട് കെയർ, ഐ വിൽ ഗെറ്റ് 100 rupees. എഗ്രി ടുഡേ ടു ബൈ ഗോൾഡ്. എക്സാമ്പിൾ ആണ്, ഒന്നുമില്ല, ഫാർമറിന്റെ എക്സാമ്പിൾ തന്നെ ഓർത്താൽ മതി. നെക്സ്റ്റ് ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ് ഇസ് ഓപ്ഷൻസ്. ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഞാനൊരു കോൺട്രാക്ട് ഏർപ്പെട്ടാൽ എനിക്ക് നഷ്ടം വന്നാലും ഞാനത് മേടിച്ചേ പറ്റുള്ളൂ. അവിടെയാണ് ആൾക്കാർക്ക് കയ്യിൽ നിന്ന് പോകുന്നത്, വൻ റിസ്ക് എടുക്കുന്നു. ഓപ്ഷൻസിലേക്ക് നമ്മൾ പോകുന്നു. ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിസ്ക് എനിക്ക് ഒഴിവാക്കാം. ഒരു ചെറിയൊരു പ്രീമിയം കൊടുത്താൽ മതി. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഫാർമർ വരുന്നു, വീറ്റ് 100 രൂപയ്ക്ക് ട്രേഡ് വെക്കുന്നു. ബയർ വരുന്നു. ഓക്കെ, ഫാർമറും ബയറും കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. ഈ മാസം ഇത്രാം തീയതി നിങ്ങളുടെ വീറ്റ്, എല്ലാവരും ശ്രദ്ധിക്കുക, ബയർ പറയുന്നു ഈ മാസം ഇത്രാം തീയതി നിങ്ങളുടെ വീറ്റ് ഞാൻ 100 രൂപയ്ക്ക് മേടിക്കും എന്നാര് പറഞ്ഞു? ബയർ പറഞ്ഞു. ഓക്കെ, സേ മാർച്ച് 12th, ഏപ്രിൽ 12th മേടിച്ചിരിക്കും. ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് ആണെങ്കിലോ ഏപ്രിൽ 12th ആവും. 100 എന്നുള്ളത് 150 ആയി കഴിഞ്ഞാൽ ബയറിന് ലാഭമാണ്, 50 രൂപ ലാഭം കിട്ടി. 90 രൂപ എന്ന് പറഞ്ഞാൽ ബയറിന് 10 രൂപ നഷ്ടമാണ്. ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് ആണെങ്കിൽ ഏപ്രിൽ 12th ആ കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്തേ പറ്റത്തുള്ളൂ, നഷ്ടം വന്നാലും ലാഭം ഉണ്ടാകും. ഓപ്ഷൻസ് ആണെങ്കിൽ ദി ബയർ ഹാസ് എ ചോയ്സ്. ഓക്കെ, ദി ബയർ ഹാസ് എ ചോയ്സ്. ഞാൻ ഫ്യൂച്ചേഴ്സ് വേണ്ട, എനിക്ക് അത്ര റിസ്ക് എടുക്കാൻ പറ്റില്ല, ഞാൻ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാം. ഒരു 100 രൂപ പ്രീമിയം എനിക്ക് തരാം, ഇപ്പം തരാം, അല്ല 100 രൂപയിലെ വീറ്റിനുള്ളൂ, 10 രൂപ പ്രീമിയം തരാം, വില കുറഞ്ഞാൽ ഞാൻ എടുക്കത്തില്ല എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ വെക്കുന്നു. അപ്പോൾ ഫാർമർ ആലോചിക്കുന്നു, ഓക്കെ 100 രൂപയുടെ സാധനം, കുറച്ച് റിസ്ക് ഉണ്ട്, പക്ഷെ അവനെനിക്ക് ഓൾറെഡി 10 രൂപ തന്നു. ഫാർമർ എസ്റ്റാബ്ലിഷ് മെയിൻറ്റെയിൻ ചെയ്യുന്ന എന്താ? 10 രൂപയെ കൂടുതലൊന്നും വില കുറയത്തില്ല, കോമൺ സെൻസ് ഉപയോഗിക്കാം, അത്രയും വിലയൊന്നും കുറയത്തില്ല, പക്ഷെ എന്നാലും എനിക്ക് 10 രൂപ എപ്പോഴേ കിട്ടി, മേടിച്ചാലും ഇല്ലേലും. അദ്ദേഹത്തിന് 110 രൂപയായപ്പോൾ ഏപ്രിൽ 12ന് പുള്ളി കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്തു. പുള്ളിക്ക് 5 രൂപ ലാഭം കിട്ടിയില്ലേ? 110 രൂപ ലാഭമൊന്നും കിട്ടിയില്ല, 115 രൂപയായി. 115 രൂപയായപ്പോൾ അയാൾ ഓൾറെഡി എനിക്ക് 10 രൂപ തന്നായിരുന്നു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി, പിന്നെ 5 രൂപ അയാൾക്ക് ലാഭം കിട്ടി. മനസ്സിലാവുന്നുണ്ടോ അല്ലേ? സാധനം 90 രൂപയായി, അയാൾക്ക് നഷ്ടം വരുന്നു. അല്ലെ സാധനം 80 രൂപയായി, അയാൾക്ക് നഷ്ടം വരുന്നു. പുള്ളി എന്ത് ചെയ്തു? ഓൾറെഡി എനിക്ക് 100 രൂപ തന്ന് കോൺട്രാക്ട് ഏർപ്പെട്ടിട്ടുണ്ട്, നഷ്ടം വന്നാൽ ഞാൻ മേടിക്കത്തില്ല, 10 രൂപ വെച്ചു. അപ്പോൾ അയാൾക്ക് വലിയ ഭീമമായ നഷ്ടം ഒഴിവാക്കാം. ലൈക്ക് 100 എന്നുള്ള അപ്പോൾ 50 രൂപയായി പോയി, വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസോ വലിയൊരു കലാമിറ്റിയോ ഉണ്ടായി, ഭയങ്കരമായ നഷ്ടം വന്നു. ബയറിനെ സംബന്ധിച്ചിടത്തോളം അവന് 10 രൂപയെ നഷ്ടം വരുള്ളൂ, കാരണം ഓൾറെഡി 10 രൂപ കൊടുത്ത് പുള്ളി റിസ്ക് അങ്ങ് ഒഴിവാക്കി. ഫ്യൂച്ചേഴ്സ് ആണെങ്കിൽ എന്താ, 50 രൂപയാണെങ്കിൽ അവൻ മേടിച്ചേ പറ്റുള്ളൂ, ഇല്ല അത് പോവും, മേടിച്ചേ പറ്റുള്ളൂ, അല്ലെ അവൻ്റെ അസറ്റ്സ് മുഴുവൻ കൊണ്ടുപോകും. പക്ഷെ ഓപ്ഷൻസ് ആയതുകൊണ്ട് ഓൾറെഡി എനിക്ക് 10 രൂപ തന്ന് ഒരു ഹെഡ്സപ്പ് തന്നു, വില കുറഞ്ഞാൽ ഞാൻ മേടിക്കത്തില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ആ 10 രൂപ മാത്രമേ നഷ്ടമുള്ളൂ. ദാറ്റ് ഇസ് ഓപ്ഷൻസ്. അത്രേ ഉള്ളൂ ഫ്യൂച്ചർ ഓപ്ഷൻസ്. എന്ത് പറ്റി? അല്ല അത് ഞാൻ പറയാം. അത് ഡൗട്ട് വരുന്നതെന്ന് വെച്ചാൽ അവിടെയാണ് ഡെറിവേറ്റീവിന്റെ പ്രസക്തി വരുന്നത്. ഈ സാധനം ഇവിടെ ഉണ്ട്, പുള്ളി ഇതല്ല മേടിക്കുന്നത്, പുള്ളി ഈ വീറ്റ് വെച്ച് വെയിറ്റിലുള്ള പ്രൈസ് ചേഞ്ചിനെയാണ് ഇവർ കളിക്കുന്നത്. അപ്പം 100 രൂപ വരെയുള്ള വീറ്റ് അയാൾ പറയുന്ന ഏപ്രിൽ 10ന് ഇന്നിപ്പോൾ 100 രൂപ വിലയുണ്ട്,
ഏപ്രിൽ 12 അയാൾ പറയുന്നത് ഞാൻ 110 രൂപയ്ക്ക് അല്ല ഞാൻ 100 രൂപയ്ക്ക് തന്നെ മേടിച്ചോളാം എന്ന് പറയുന്നു. പുള്ളി കാണുന്നത് എന്താ, ഇതിന് 110 രൂപ ആവുമെന്നാണ് അവൻ കാണുന്നത്. അവൻ കാണുന്നത് 110 രൂപ ആവുന്ന. പക്ഷെ അത് ഫ്യൂച്ചേഴ്സ് വരുമ്പം അവന് 110 രൂപ ലാഭമാണ്. എങ്ങാനും വില ഇടിഞ്ഞ് 90 രൂപയാണല്ലോ മേടിച്ചേ പറ്റുള്ളൂ. ഓപ്ഷൻസ് വരുമ്പോൾ 110 രൂപ ആയി കഴിഞ്ഞാൽ പുള്ളിക്ക് ലാഭമില്ല, നഷ്ടമില്ല. കാരണം 10 രൂപ ഓൾറെഡി എനിക്ക് തന്നു ഓപ്ഷൻ. കാരണം പുള്ളിക്ക് റിസ്ക് ഒഴിവാക്കണമല്ലോ. കാരണം അവന് ഫ്യൂച്ചേഴ്സ് കൊടുക്കുന്ന ഓപ്ഷൻസ് കൊടുക്കുന്നതിന് എനിക്ക് എന്തെങ്കിലും ലാഭം വേണ്ടേ? കുറച്ച് കൺഫ്യൂസിങ് ആണെന്ന് എനിക്കറിയാം, ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. ലൈക്ക് ഓപ്ഷൻസ് ഫ്യൂച്ചേഴ്സ് മനസ്സിലായോ? ഫ്യൂച്ചേഴ്സ് എല്ലാം കറക്റ്റായിട്ട് മനസ്സിലായല്ലോ എല്ലാവർക്കും? ഫ്യൂച്ചേഴ്സിനകത്ത് ഒരു ഡൗട്ടും ഇല്ല. പറഞ്ഞ ദിവസം പറഞ്ഞ നിലയ്ക്ക് കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്തേ പറ്റുള്ളൂ. ഓപ്ഷൻസ് എന്ന് പറയുമ്പം ബയർ, ഫാർമറിനെ വിട്ടേക്ക്, ബയർ, ഐ ആം ദ ബയർ. എനിക്ക് റിസ്ക് ഒഴിവാക്കണം, എനിക്ക് ലാഭം മാത്രം മതി. അപ്പം ഞാൻ സ്പെക്കുലേറ്റ് ചെയ്യുന്നു, അയാളുടെ 100 രൂപ വരെയുള്ള വീറ്റ് 115 രൂപയാകുമായിരിക്കും എന്ന് ഞാൻ സ്പെക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി എങ്ങാനും 115 ആയില്ല, 100 എന്നുള്ളതല്ലോ 70 രൂപയോ 50 രൂപയോ ആയി പോകാനും ചാൻസ് ഉണ്ട്. മാർക്കറ്റിൻ്റെ അവസ്ഥ അതാണ്, യുദ്ധമൊക്കെ നടക്കുവാണ്, എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. അപ്പോൾ എനിക്ക് അത്രയും നഷ്ടം നേരിടാൻ എനിക്ക് പറ്റത്തില്ല, ലാഭം കിട്ടിയാൽ കൊള്ളാം. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഫാർമറിൻ്റെ അടുത്ത് പറയും, നിങ്ങൾ ഞാനുമായിട്ട് ഫ്യൂച്ചേഴ്സ് അല്ല ഓപ്ഷൻസിൽ ഏർപ്പാട്, ഞാൻ നിങ്ങൾക്ക് ഒരു 10 രൂപ ഇപ്പം അങ്ങോട്ട് തന്നേക്കാം, നിങ്ങൾ എൻ്റെ 10 രൂപ എടുത്തിട്ട് ഗിവ് മീ ഓപ്ഷൻസ്. അപ്പോൾ ഓപ്ഷൻസിൽ ഞാൻ പറയുന്ന കണ്ടീഷൻ, എനിക്ക് ലാഭമാണെങ്കിൽ മാത്രം ഞാൻ ഈ കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്യും. 115 രൂപയ്ക്കോ അതിന് മുകളിലോ എനിക്കിത് വിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം. ആ യാ യാ ലോക്ക് ചെയ്യുമല്ല. അതെ അതെ അതെ, ആ ചോയ്സിന് വേണ്ടിയാണ് ഞാൻ 10 രൂപ കൊടുത്തത്. അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ആണെങ്കിൽ ചോയ്സ് ഇല്ല, മേടിച്ചേ പറ്റുമോ? അല്ലല്ല, ഞാൻ കാണുന്നത് ഭാവിയിൽ അതിന് വില കൂടും, 150 200 കൂടിയേക്കാം. കറക്റ്റ് വാല്യൂ എനിക്കറിയില്ല. വില കൂടിയാൽ എനിക്ക് ഓക്കെയാണ്. എന്താ, ഫാർമറിന് നഷ്ടമില്ല, എനിക്ക് നഷ്ടമില്ല. കാരണം 100 രൂപയാണ് വില, ഓപ്ഷൻസിൽ ഏർപ്പെടാൻ ഞാൻ 10 രൂപയും കൂടെ കൊടുത്തു. അപ്പൊ ടോട്ടൽ എക്സ്പെൻസ് 110 രൂപ ഞാൻ കാണേണ്ടത്. അപ്പൊ എനിക്ക് 110 രൂപയ്ക്ക് മേളിലോട്ട് എന്തെങ്കിലും കിട്ടിയാലേ എനിക്ക് ലാഭമുള്ളൂ. അത്രയും മനസ്സിലായോ? അതായത് ഫാർമർക്ക് ഞാൻ 100 രൂപ കൊടുത്തേ പറ്റുള്ളൂ, അതിനകത്ത് തർക്കമൊന്നുമില്ല, കുറയ്ക്കാനൊന്നും പറ്റത്തില്ല. അപ്പം ഓപ്ഷൻസ് എന്ന് പറയുന്ന ഡെറിവേറ്റീവിന് ഏർപ്പെടാൻ വേണ്ടി ഞാൻ പുള്ളിക്ക് 10 രൂപ കൊടുത്തു. ഓപ്ഷൻസിലേക്ക് ഞാൻ എന്തിനാ ഏർപ്പെട്ടത്? എനിക്ക് റിസ്ക് ഒഴിവാക്കാൻ. എങ്ങാനും വില കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഞാൻ മേടിക്കേണ്ടി വരരുതല്ലോ. ഫ്യൂച്ചേഴ്സ് ആണെങ്കിൽ ഞാൻ മേടിക്കേണ്ടി വരും, ഓപ്ഷൻസ് ആണെങ്കിൽ മേടിക്കേണ്ടി വരത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ 10 രൂപ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഓപ്ഷൻസാ മതി, നഷ്ടം വന്നാൽ ഞാൻ മേടിക്കത്തില്ല കേട്ടോ എന്ന് പറയുന്നു. അപ്പം മാർക്കറ്റിൽ സാധനം പോയത് 115 രൂപയ്ക്കാണ്. അപ്പം എനിക്ക് ലാഭമായില്ലേ, 5 രൂപ ലാഭമായില്ലേ? 110 രൂപയാണ് ഞാൻ മൊത്തം കണ്ടത്. 100 രൂപ ഫാർമറിനും കൊടുത്തു, 10 രൂപ കോൺട്രാക്ട് ഏർപ്പെടാനും കൊടുത്തു, 5 രൂപ ലാഭവും കിട്ടി. പോട്ടെ, ആ സാധനം നഷ്ടം വന്നുപോയി, ആ സാധനം 70 രൂപയേ ഉള്ളൂ. അപ്പം എൻ്റെ നഷ്ടം എത്രയാ? 10 രൂപയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു നഷ്ടം വന്ന് എടുക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. അതാണ് ഓപ്ഷൻസ്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്, അത്രേ ഉള്ളൂ ഐഡിയ. ക്ലിയർ ആണോ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ സാധനം? കുറച്ച് കൺഫ്യൂസിങ് ആണെന്ന് എനിക്കറിയാം. അതെ, അല്ലല്ല, അതിനകത്തൊരു ഇഷ്യൂ ഉണ്ട്. ഈ ഓപ്ഷൻസിൽ തന്നെ വേറെ രണ്ടെണ്ണമുണ്ട്, കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും. അതിനകത്ത് ഏതെടുക്കുന്നു എന്നുള്ള പോലെ ഇരിക്കും. കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ബൈ, പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു സെൽ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഏതാ ഇപ്പൊ പറഞ്ഞത് കോൾ ഓപ്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഡിപ്പെൻസ് ഫ്രം ആരുടെ സൈഡിൽ നിന്നാണ് നിങ്ങൾ നോക്കുന്നത്. ഒരു ബയറിന്റെ സൈഡിൽ നിന്നാണെങ്കിൽ കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ
ഒബ്ലിഗേഷൻ ടു ബൈ ആണ്. ഫ്രം എ ബയേഴ്സ് പെർസ്പെക്റ്റീവ് അത് കോംപ്ലിക്കേറ്റഡ് ആണ്. വിൽ സീ ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അത് നിങ്ങൾ ഡെറിവേറ്റീവ് ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ശേഷം നമുക്ക് കോളിലേക്കും പുട്ടിലേക്കും പോകും.